യെസ് ഹായ് മക്കളെ, ഹായ് ഹലോ. യെസ്, വിന്നേഴ്സിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സഞ്ജയ് സാറാണ്. ഞാൻ അതുൽ സാറാണ്. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ രണ്ടാമത്തെ സെഷനാണ്. ഇന്നലെ അജീഷ് സാറും ഞാനുമായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. കുറെ വെടിക്കെട്ട് പ്രോബ്ലംസും കുറെ തിയറി പോർഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ആദ്യം നമ്മുടെ ഞാനായിരിക്കും വരുന്നുണ്ടാവുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. നമ്മുടെ 5 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. അതിന് ശേഷം അതുൽ സാറായിരിക്കും. സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റേഴ്സ് സാറായിരിക്കും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഉഷാറാണല്ലോ അല്ലേ? ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ എത്തിച്ച് എല്ലാവരും എവിടെ ഉഷാറാണ് പവർ ഒന്ന് കാണിച്ചേ ഏകോട്ടെ. യെസ് യെസ്, അപ്പോ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതിലോട്ട് പോവാം, ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. എക്സാം ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വന്ന് മുട്ടി വന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? യെസ്, അപ്പൊ ഒട്ടും സമയം കളയുന്നില്ല, എല്ലാവരും ഉഷാറായിട്ട് വരിക. നമ്മുടെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. കാണാം. ഓക്കെ, യെസ്. സോ മക്കളെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമ്മൾ ഇന്നലെ എ സി ത്രൂ ഇൻഡക്ടറിന്റെ ഒരു ക്വസ്റ്റ്യനിലാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ, അപ്പോ വേഗം തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. യെസ് സാർ, എ ക്വസ്റ്റ്യൻ പ്ലീസ്. യെസ്, derive an expression for current flowing in an ideal capacitor and its reactance when connected to an AC source of voltage V equal to V0 sin omega t. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഏതായിരുന്നുടാ? യെസ്, എ സി ത്രൂ ഇൻഡക്ടർ ആയിരുന്നു അല്ലെ? യെസ്, എ സി ത്രൂ ഇൻഡക്ടർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എ സി ത്രൂ എന്ത്? എ സി ത്രൂ കപ്പാസിറ്റർ. മക്കളെ, ഇത് 2023 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദാറ്റ് ഈസ് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. അതുപോലെ തന്നെ ഡ്രോ ഇറ്റ് സ്പേസ് ഡയഗ്രാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എ സിയിലെ എല്ലാ ഡെറിവേഷൻസും, അതായത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, അതുപോലെ തന്നെ LCR സർക്യൂട്ടിന്റെ കോമ്പിനേഷൻ, ഈ എല്ലാ ഡെറിവേഷൻസും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓരോ കൊല്ലം ഓൾട്ടർനേറ്റ് ആയിട്ട് പല പല ഡെറിവേഷൻസ് ആണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ എന്തും കൂടെ വരയ്ക്കണം നമുക്ക്. യെസ്, ഫേസർ ഡയഗ്രാം കൂടെ വരയ്ക്കണം. ഓക്കെ, യെസ്, അപ്പോ ഒട്ടും സമയം കളയാതെ ആൻസറിലോട്ട് പോവാം. യെസ്, ദ ആൻസർ ഈസ് ഒരു കപ്പാസിറ്റർ സർക്യൂട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. അവിടേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V is equal to V0 sin omega t ആണ്. അവിടെ കപ്പാസിറ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം Q is equal to എന്ത് വരുടാ? Q is equal to CV ആണ്, CV. യെസ്, അപ്പോ വിക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. V is equal to V0 sin omega t എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. സോ ദാറ്റ് ഈസ് Q is equal to CV0 sin omega t. നമുക്ക് വേണ്ടത് കറന്റ് ആണ്. സോ അതിനായിട്ട് ഞാൻ രണ്ട് സൈഡും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. dq by dt is equal to CV0 കോൺസ്റ്റന്റ് ആണ്. V0 എന്താ മക്കളെ? പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്, പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. അപ്പോ ആ കോൺസ്റ്റന്റ്സിനെ മാറ്റി നിർത്തിയാൽ sin omega t എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് ഡെറിവേറ്റ് ചെയ്യാം. സോ dq by dt, കറന്റിന്റെ ഡിഫറൻഷ്യല്, കറന്റിന്റെ ടൈം റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്താടാ? സോറി, ചാർജിന്റെ ടൈം റേറ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? കറന്റ് കിട്ടും അല്ലെ? സോ ദാറ്റ് ഈസ് dq by dt is equal to I ആണ്. അതുപോലെ CV0 into d by dt of sin omega t, sin തീറ്റയുടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് cos തീറ്റ ആണ്. അപ്പൊ cos omega t into omega, ഒരു ഒമേഗ കൂടെ വരും. സോ cos omega t into omega. ആ ഒമേഗനെ ഞാൻ V0 അടുത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ I is equal to C omega V0 cos omega t എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇനി ഈ cos omega t എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് എന്തിന്റെ ടേംസിലോട്ട് മാറ്റേണ്ടതുണ്ട്? സൈനിന്റെ ടേംസിലോട്ട് മാറ്റേണ്ടതുണ്ട്. സോ സൈൻ cos തീറ്റ is equal to sin π/2 plus തീറ്റ. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലടാ? ഉണ്ട്. അപ്പോ അവിടെ നമുക്ക് ആ ട്രിഗ്ണോമെട്രിക് റേഷ്യോ കൊടുത്താൽ cos omega t നെ എങ്ങനെ എഴുതാം? sin omega t plus π/2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. യെസ്, ഇനി ചെറിയൊരു റീഅറേഞ്ച്മെന്റ് കൂടെ ചെയ്താൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആയി. യെസ്, അത് ഇത്രയേ ഉള്ളൂ. നോക്കണ, ഈ C omega V0 അതിനെ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? ഈ C omega ഞാൻ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ എങ്ങനെ എഴുതാം? യെസ്, V0 by 1 by C omega. 1 by C omega എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? യെസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC ആണല്ലോ അല്ലെ? XC ആണ്. യെസ്, അപ്പോ XC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC എന്ന് വിളിക്കുക. അപ്പൊ 1 by C omega XC എന്ന് കൊടുക്കാം. അപ്പോ ആ ഇക്വേഷൻ എങ്ങനെ മാറും? V0 by XC എന്ന് വരും. V0 by XC. ഓക്കെ,
ദാറ്റ് ഈസ് വോൾട്ടേജിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടുത്തെ എന്ത് കിട്ടും? കറണ്ട് കിട്ടും. V0 is the peak value of voltage, therefore we get I0. അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? I is equal to I0 sin omega t plus pi by 2. Sin omega t plus pi by 2. ഓക്കെ അല്ലടാ? കറണ്ട് എന്താ ചെയ്യുന്നത്? ലീഡ് ചെയ്യാനല്ലേ ചെയ്യുക? പൈ ബൈ 2 ലീഡ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാം? ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ദാ ഇവിടെ വരച്ചിരിക്കുന്നതാണ്, ഇങ്ങനെ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ എന്ത്? വോൾട്ടേജ് വിച്ച് മേക്സ് ആംഗിൾ ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പൈ ബൈ 2 റേഡിയസ്, പൈ ബൈ 2 റേഡിയൻ, ദാറ്റ് ഈസ് 90 ഡിഗ്രി ലീഡ് ചെയ്തുകൊണ്ടാണ് എന്തുണ്ടാവുക? കറണ്ട് ഉണ്ടാവുക. നോക്കടാ, ആംഗിൾ എപ്പോഴും നമ്മൾ എങ്ങനെയാ മെഷർ ചെയ്യുക? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ? അപ്പൊ ഇങ്ങനെ വോൾട്ടേജ് ഈ ഒരു ഡയറക്ഷനിൽ വന്നാൽ അവിടുന്ന് 90 ഡിഗ്രി എടുത്താൽ എങ്ങനെ വരും? 90 ഡിഗ്രി ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെ വരും? ഈ ഒരു ഡയറക്ഷനിൽ. ഇങ്ങനെ ആരെ കിട്ടും നമുക്ക്? യെസ്, നമ്മുടെ കറണ്ടിനെ കിട്ടും. ഓക്കെ, അപ്പൊ ഫേസർ ഡയഗ്രാം പക്കയല്ലടാ? യെസ്, കപ്പാസിറ്ററിന്റെ കേസിൽ കറണ്ട് എന്ത് ചെയ്യും? ലീഡ് ചെയ്യാണ് ചെയ്യുക. ഇനി നമ്മൾ ഇന്നലെ പഠിച്ച ഇൻഡക്ടറിന്റെ കേസിലാണെങ്കിൽ, ഇന്നലെ ഡിസ്കസ് ചെയ്ത ഇൻഡക്ടറിന്റെ കേസിലാണെങ്കിൽ കറണ്ട് എന്താണ് ചെയ്യുക? ലാഗ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ അല്ലടാ? കുഴപ്പമില്ലല്ലോ. യെസ്, അപ്പോ ആ രണ്ട് സെക്ഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മക്കളെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? യെസ്, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വേഗം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വീണ്ടും AC-യിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കടാ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ 2 ദിവസമായി ഡിസ്കസ് ചെയ്യുന്ന 5 ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുള്ളത് AC-യും പിന്നെ ഈ പറയുന്ന മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസവുമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പ്രോബ്ലംസ് കൂടുതൽ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ, ഇൻ എ സീരീസ് LCR സർക്യൂട്ട് ഒബ്റ്റെയിൻ ദ കണ്ടീഷൻ വിച്ച് ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് മിനിമം. അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ, വാട്ട്ലെസ് കറന്റ് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ LCR സർക്യൂട്ടില് ഇംപെഡൻസ് മിനിമം ആവുന്ന കണ്ടീഷൻ എന്താണ്? മക്കളെ ഒന്ന് പറയാൻ പറ്റുവാടാ? എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാൻ പറ്റുവാടാ? ഇംപെഡൻസ് മിനിമം ആവുന്നത് LCR സർക്യൂട്ടിൽ ഇംപെഡൻസ് മിനിമം ആവുന്നത് എപ്പോഴാണ്? യെസ്, നോക്കാം. യെസ്, ഇംപെഡൻസ് മിനിമം ആവാ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ആദ്യം തന്നെ എന്താണ് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ? ഇംപെഡൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ LCR സർക്യൂട്ട്. LCR സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇംപെഡൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ദാറ്റ് ഇംപെഡൻസ് Z is equal to root of R square plus XL minus XC all square. അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണത്. AC എന്ന് പറയുന്ന ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇംപെഡൻസിന്റെ ഇക്വേഷൻ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇംപെഡൻസ് മിനിമം ആവുന്ന കണ്ടീഷൻ വേണം അല്ലെ? ഇംപെഡൻസ് എപ്പോഴാണ് മിനിമം ആവാ? ദാറ്റ് ഈസ് റെസൊണൻസ് കണ്ടീഷൻ ആണ്. അതായത് XL-ഉം XC-യും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് ഈക്വൽ ആവാ. XL ഈക്വൽ ടു XC വരുമ്പോഴാണ് ഇംപെഡൻസ് എന്താവാ? മിനിമം ആവാ. ഓക്കെ അല്ലടാ? യെസ്, അപ്പൊ XL ഈക്വൽ ടു XC വരുന്നു. ഫ്രീക്വൻസി റെസൊണൻസ് ഇംപെഡൻസ് മിനിമം ആവുന്ന ആ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റെസൊണന്റ് കണ്ടീഷൻ എന്ന് വിളിക്കുക. ഇംപെഡൻസ് മിനിമം ആവുന്ന ഈ ഒരു കണ്ടീഷനെ, XL ഈക്വൽ ടു XC വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റെസൊണൻസ് കണ്ടീഷൻ എന്ന് വിളിക്കുക. ആ റെസൊണൻസ് കണ്ടീഷനിൽ ഉണ്ടാവുന്ന ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് വിളിക്കുക. അപ്പൊ റെസൊണൻസ് ഫ്രീക്വൻസി കിട്ടാനായിട്ട് നമ്മൾ XL-നും XC-ക്കും എന്ത് കൊടുക്കും? സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കും. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ എവിടേക്ക് വരും? യെസ്, F is equal to 1/2 pi root LC എന്ന് വരും. അപ്പോ ഒരു AC-യുടെ റെസൊണന്റ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് F is equal to 1/2 pi root LC ആണ്. നോക്കടാ, ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല. ഞാൻ അവിടുത്തെ കണ്ടന്റ് പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. എന്ത്? ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട് മിനിമം ആവുന്ന കണ്ടീഷൻ മാത്രമാണ്. ആ കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ റെസൊണൻസ് കണ്ടീഷൻ, ദാറ്റ് ഈസ് XL ഈക്വൽ ടു XC. അത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ബട്ട് നമ്മൾ ആ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ അതിനൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട്ലെസ് കറന്റ് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട്. വാട്ട്ലെസ് കറന്റ് ഫ്ലോ ചെയ്യുന്ന കണ്ടീഷൻ. അപ്പോ വാട്ട്ലെസ് കറന്റ് ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം എന്തറിയണം? എന്താണ് വാട്ട്ലെസ് കറന്റ് എന്ന് അറിയണം. നോക്കടാ, ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് അല്ലെങ്കിൽ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് എടുത്താൽ അവിടുത്തെ ആവറേജ് പവർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആവറേജ് പവർ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാമോ? ആവറേജ് പവർ. യെസ്,
ആവറേജ് പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ. പ്യുവർലി ഇൻഡക്റ്റീവോ പ്യുവർലി കപ്പാസിറ്റീവോ ആയിട്ടുള്ള സർക്യൂട്ട് ആണെങ്കിൽ അവിടുത്തെ ആവറേജ് പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പോ അവിടെ കറണ്ട് ഒഴുകുന്നുണ്ട്, ബട്ട് അവിടുത്തെ കറണ്ട് ഒഴുകുന്നുണ്ട്, ബട്ട് അവിടുത്തെ എന്തായിരിക്കും പവർ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ അതിനെയാണ് മക്കളെ എന്തെന്ന് വിളിക്കുക? വാട്ട്ലെസ് കറണ്ട്. വാട്ട് എന്ന് പറഞ്ഞ പവറിന്റെ യൂണിറ്റ് അല്ലേ? വാട്ട്ലെസ് കറണ്ട് എന്ന് വിളിക്കുക. അപ്പൊ വാട്ട്ലെസ് കറണ്ട് ഒഴുകണമെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്യൂട്ട് എന്ന് പറയുന്നത് പ്യുവർലി ഇൻഡക്റ്റീവോ പ്യുവർലി കപ്പാസിറ്റീവോ ആവണം. ഓക്കെ അല്ലടാ? യെസ്. ആൻസറിലോട്ട് പോവാ. In a purely inductive or capacitive circuit, average power is 0. Average power എത്രയാണ്? 0 ആണ്. Even when the current flows through it, and that is called as wattless current. അപ്പൊ വാട്ട്ലെസ് കറണ്ട് ഒഴുകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടോ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടോ ആവണം. ഓക്കെ അല്ലടാ? പ്രശ്നമൊന്നുമില്ലല്ലോ. യെസ്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ, ബട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ വേഗം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ EM വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് തീ പിടിപ്പിച്ച് എന്റെ ഒപ്പം ഒന്ന് ആൻസർ ചെയ്തു പോയാൽ ഇവിടെ നിന്ന് തന്നെ അത് പഠിക്കാം. ഓക്കെ. നെയിം ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് യൂസ്ഡ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഐ സർജറി. വാട്ടർ പ്യൂരിഫിക്കേഷനും ഐ സർജറിക്കും ഒക്കെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഏതാ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചാലുള്ള ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ വന്ന ഒരു ക്വസ്റ്റൻ ആണിത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ യൂസ്ഡ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഏതാടാ? യെസ്. നമ്മൾ ഈ പറയുന്ന പരസ്യങ്ങളൊക്കെ കണ്ടിട്ടല്ലേ? പ്യൂരിഫയറിന്റെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് വാട്ടർ പ്യൂരിഫയേഴ്സിന്റെ പരസ്യങ്ങൾ UV സപ്പോർട്ടഡ് അല്ലെങ്കിൽ UV ടെസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ? അപ്പൊ ഏത് റേസ് ആയിരിക്കും? UV റേസ് ആയിരിക്കും. വാട്ടർ പ്യൂരിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്ന റേസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? UV റേസ് ആയിരിക്കും. അതുപോലെ തന്നെ ഐ സർജറിയിൽ യൂസ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? UV റേസ് ആണ്. ഓക്കെ. ഈസി ആയിട്ട് 2 മാർക്ക് കിട്ടില്ലേ? കിട്ടും. വാട്ടർ പ്യൂരിഫിക്കേഷനിലും ഐ സർജറിയിലും യൂസ് ചെയ്യുന്നത് ഏതാണ് മക്കളെ? യെസ്. UV റേസ് ആണ് കേട്ടോ. UV റേസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോയി. യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വിത്ത് വേവ്ലെങ്ത്സ് λ1 suitable for radar systems and used in aircraft navigation. അതുപോലെ തന്നെ λ2 is used to kill germs in water purifiers. Then λ3 is used to improve visibility in runways during fog and mist conditions. Okay അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് λ1 ആരാ? λ2 ആരാ? λ3 ആരാ? എന്ത് വരും? യെസ്. λ1 is suitable for radar systems. റഡാർ സിസ്റ്റങ്ങളിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? റഡാർ സിസ്റ്റങ്ങളിൽ യൂസ് ചെയ്യുന്നത് യെസ് മൈക്രോവേവ് ആണ്. ഏതിൽ യൂസ് ചെയ്യുക? റഡാർ സിസ്റ്റങ്ങളിൽ യൂസ് ചെയ്യുക. റഡാർ സിസ്റ്റങ്ങളിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? മൈക്രോവേവ് ആണ്. അതുപോലെ തന്നെ λ2 is used to kill germs in water purifier. വാട്ടർ പ്യൂരിഫയറിൽ യൂസ് ചെയ്യുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞു ഏതാണ്? UV റേസ് ആണ്. ഇനി മൂന്നാമത് λ3 is used to improve the visibility in runways during fog and mist conditions. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ബാഡ് വെതർ കാരണം കരിപ്പൂർ ഇറങ്ങേണ്ട വിമാനം എവിടെ പോയി ഇറങ്ങി? നെടുമ്പാശ്ശേരി ഒക്കെ പോയി ഇറങ്ങി. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ ഫോഗി സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ മഴയുള്ള സിറ്റുവേഷൻസിൽ ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് റൺവേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പൈലറ്റ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു റേസ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻഫ്രാറെഡ് ആണ് കേട്ടോ. ഇൻഫ്രാറെഡ്. ഓക്കെ. അപ്പൊ λ1 is microwave, λ2 is UV rays and λ3 is microwave. മൈക്രോവേവ് അല്ല, ഇൻഫ്രാറെഡ്. ഓക്കെ അല്ലടാ? കുഴപ്പമില്ലല്ലോ. യെസ്. ആൻസറിലോട്ട് പോവാം. അതിനൊരു സീക്വൻസും കൂടി ഉണ്ട് കേട്ടോ. ഐഡന്റിഫൈ ദീസ് റേസ് ഇൻ ദാറ്റ് ആസ് ദ പാർട്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ടു വിച്ച് ദീസ് റേഡിയേഷൻസ് ബിലോങ്. ഓൾസോ അറേഞ്ച് ദീസ് വേവ് ലെങ്ത് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. യെസ്. അവരുടെ പേര് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അവരെ എങ്ങനെ അറേഞ്ച് ചെയ്യണം? അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന്റെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അതിന് ഒരു ഷോർട്ട് കട്ട് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യെസ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അവരുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ്
ഫ്രീക്വൻസിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ദാറ്റ് ഈസ് റഷ്യൻ മജീഷ്യൻസ് ഇൻട്രൊഡ്യൂസ്ഡ് എ വെരി യൂസ്ഫുൾ എക്സ്റേ ഗെയിം. ഓക്കെ, ഈ ഒരു എന്താ പറയാ, ഈ ഒരു സെന്റൻസ് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി നമുക്ക് കിട്ടും. എന്തായിരുന്നു ആ കഥ അല്ലെങ്കിൽ പാട്ട്? എന്തായിരുന്നു? റഷ്യൻ മജീഷ്യൻസ് ഇൻട്രൊഡ്യൂസ്ഡ് എ വെരി യൂസ്ഫുൾ എക്സ്റേ ഗെയിം. അതില് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോ വേവ്സ് ആണ്. എം എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്, വി എന്ന് പറഞ്ഞാൽ വിസിബിൾ, യു എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ്, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്റേസ്, ആൻഡ് G4 ഗെയിമിലെ G4 ഗാമ റേസ്. ഓക്കെ അല്ലേ? അപ്പോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആണ്. റേഡിയോ, മൈക്രോ, ഇൻഫ്രാ, വിസിബിൾ, അൾട്രാ, എക്സ്റേ, ഗാമ. കുഴപ്പമില്ലല്ലോ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ നമുക്കൊക്കെ അറിയാം. എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ? ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ വേവ് ലെങ്ത് കുറവായിരിക്കും ആണല്ലോ. യെസ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വേവ് ലെങ്ത് കുറഞ്ഞ ആളായിരിക്കും. യെസ്, λ2 അൾട്രാ വയലറ്റ്, ദേ ഇവിടെ കിടക്കുന്ന സാധനം അല്ലെ. ദെൻ λ3 ആരാ? ഇൻഫ്രാറെഡ്. അതിനുശേഷം എന്ത് വരും? മൈക്രോവേവ് വരും. ഓക്കെ, അപ്പോ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്തിൽ എഴുതാൻ പറഞ്ഞാൽ λ2, λ3, ദെൻ λ1. ഓക്കെ അല്ലടാ? കുഴപ്പമില്ലല്ലോ. ഈ ഒരു ന്യൂമോണിക് അല്ലെങ്കിൽ ഈ ഒരു പാട്ട് പഠിച്ചു വെക്കുക. റഷ്യൻ മജീഷ്യൻസ് ഇൻട്രൊഡ്യൂസ്ഡ് എ വെരി യൂസ്ഫുൾ എക്സ്റേ ഗെയിം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഒരു ചെറിയ ഷോർട്ട് കട്ട് പറഞ്ഞു എന്ന് മാത്രം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇതുപോലെയുള്ള കുഞ്ഞി എന്താ ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ arrange the following electromagnetic waves in the ascending order of their frequency. Ascending order ഏതൊക്കെ തന്നിരിക്കുന്നത്? എക്സ്റേസ് തന്നിട്ടുണ്ട്, മൈക്രോവേവ്സ് തന്നിട്ടുണ്ട്, ഗാമ തന്നിട്ടുണ്ട്, റേഡിയോ തന്നിട്ടുണ്ട്. റൈറ്റ് എനി ടു യൂസസ് ഓഫ് ദീസ് ടു റേഡിയേഷൻസ്. ഇതിൽ ഏതെങ്കിലും രണ്ട് റേഡിയേഷൻസിന്റെ രണ്ട് യൂസസും കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പാട്ട് എന്തായിരുന്നു? റഷ്യൻ മജീഷ്യൻസ് ഇൻട്രൊഡ്യൂസ്ഡ് എ വെരി യൂസ്ഫുൾ എക്സ്റേ ഗെയിം ആണല്ലോ. അപ്പോ ഇവിടെ ഫ്രീക്വൻസിയുടെ ഓർഡറിലാണ്. അപ്പൊ റഷ്യൻ 6, റേഡിയോ ആദ്യം വരും, പിന്നെ മജീഷ്യൻസ് മൈക്രോവേവ് രണ്ടാമത് വരും, പിന്നെന്താ? വെരി യൂസ്ഫുൾ എക്സ്റേ ഗെയിം. അപ്പൊ എക്സ്റേ ആദ്യം വരും, പിന്നെ എന്ത് വരും? ഗാമ വരും. ഇതാണ് അസെൻഡിങ് ഓർഡർ ഓഫ് ഏത് ഫ്രീക്വൻസിയിൽ ഇവരെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ. ഓക്കെ, അതിനാണ് ആ പാട്ട് പഠിപ്പിച്ചത്. ആ പാട്ട് യൂസ് ചെയ്താൽ ഒറ്റയടിക്ക് നമുക്ക് എന്തിലോട്ട് എത്താം? ആൻസറിലോട്ട് എത്താം. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും രണ്ട് സാധനങ്ങളുടെ യൂസ് വേണം. യെസ്, ആൻസറിലോട്ട് പോവാം. യെസ്, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, എക്സ്റേസ് ആൻഡ് ഗാമ റേസ്. യെസ്, ഓർഡർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ പറയുന്നില്ല. ഇനി രണ്ടാൾക്കാരുടെ രണ്ട് യൂസസ് വെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്റേയുടെ യൂസസ് മക്കൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മൾ പോയി ഫുട്ബോൾ കളിക്കും, കാലൊടിയും അല്ലെങ്കിൽ കൈയൊടിയും, നമ്മൾ പോയി എന്ത് ചെയ്യും? എക്സ്റേ എടുക്കും. എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ പറയും പൊട്ടലുണ്ടെന്ന് അല്ലെ? സോ ഫോർ ഡയഗ്നോസിങ് ഫ്രാക്ചേഴ്സിനെ ഡയഗ്നോസ് ചെയ്യാനാണ് ആരെ യൂസ് ചെയ്യുക? എക്സ്റേസിനെ യൂസ് ചെയ്യുക. ഇനി വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുമ്പോൾ ആ എക്യുപ്മെന്റ്സിൽ പൊട്ടലുണ്ടോ, ക്രാക്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യാറുണ്ട്? എക്സ്റേസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ടു ചെക്ക് ക്രാക്സ് ഓർ ഫ്ലോസ് ഇൻ ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽ. ഓക്കെ അല്ലടാ? യെസ്. ഇനി അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡ് ഇൻ ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ ഇമേജിംഗ് ക്യാമറ. പബ്ജി ഒക്കെ കളിക്കുന്ന മക്കള് കണ്ടിട്ടുണ്ടാവും അല്ലെ? യെസ്, ഒരു എന്താ പറയാ ഹീറ്റ് സെൻസിങ് ക്യാമറ. ആ ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ എങ്ങനെ കാണാൻ പറ്റും? നമ്മുടെ ഒപ്പോണൻസിനെ ഒരു ഓറഞ്ച് കളറിൽ കാണാൻ പറ്റും അല്ലെ? യെസ്, അതിനെയാണ് മക്കളെ ഹീറ്റ് സെൻസിങ് ക്യാമറ എന്ന് പറയാ. ആ ക്യാമറ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇൻഫ്രാറെഡ് റേസ് ആണ്. ആ ക്യാമറാസ് യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന റിമോട്ട് കൺട്രോളേഴ്സ്, ടിവിയുടെ ഒക്കെ റിമോട്ട് കണ്ടിട്ടില്ലേ? അവിടെ യൂസ് ചെയ്യുന്നതും എന്താണ്? ഇൻഫ്രാറെഡ് റേസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഈ പറയുന്ന ലാൻഡിങ്ങിന്റെ കേസിൽ, എയർക്രാഫ്റ്റ് ലാൻഡിങ്ങിന്റെ കേസിൽ റൺവേ ക്ലിയർ ആകാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ആണ്. അതും വേണമെങ്കിൽ ഇതിന്റെ ഒപ്പം ചേർത്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ വീണ്ടും പറയുന്നു, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കും. കുഴപ്പമില്ലല്ലോടാ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വേഗം ഓടിപ്പോവാലോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ഓടിപ്പോവാ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2023 ചോദിച്ചാൽ നല്ലൊരു വെടിക്കെട്ട് പ്രോബ്ലം. ഓക്കെ, കഴിഞ്ഞ കൊല്ലം ചോദിച്ചാൽ നല്ലൊരു ചോദ്യം. A long straight wire carries current I. A particle of mass m and charge q moves with a velocity v parallel to the wire at a distance d from it as shown in the figure. Obtain the expression for force experienced by the particle
and mention its direction. Okay. അപ്പോ നമുക്ക് എന്താ വന്നിട്ടുള്ളതാ? യെസ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട് അല്ലേ? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട് എ ബി. യെസ്, അതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ ആണ്. ഓക്കെ, അതിന്റെ ഡി ഡിസ്റ്റൻസ് അകലെ ആയിട്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ട്. ആ പാർട്ടിക്കിൾ താഴോട്ട്, ദാറ്റ് ഈസ് മൈനസ് y ആക്സിസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണണം കേട്ടോ. മാഗ്നിറ്റ്യൂഡും കാണണം, ഡയറക്ഷനും കാണാം. മാഗ്നിറ്റ്യൂഡ് കാണാൻ എളുപ്പമാണ്, വലിയ പണിയൊന്നുമില്ല. ബട്ട് ഡയറക്ഷൻ ഉണ്ട്, ശ്രദ്ധിച്ച് ചെയ്യണം ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഫിഗർ ഇവിടെ ഒന്ന് വരച്ചിടാം. അപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. യെസ്, ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. പിന്നെ ഡി ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഓക്കെ, യെസ്, ഇതാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് താഴോട്ടാണ്. ഓക്കെ അല്ലേ മക്കളെ? ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലേ? ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്ത് ഫോം ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് ഏത് യൂസ് ചെയ്ത് കിട്ടൂടാ? ബയോട്ട്-സാവാർട്ട് ലോ വെച്ച് കിട്ടും. ശരിയല്ലേ? അപ്പോ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇതിന് ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ത് വരും? യെസ്, B is equal to mu 0 I into 2 pi d. Yes, application of Ampere circuit law അല്ല, Biot-Savart law ആണ്. By the application of Biot-Savart law, ആ മാഗ്നറ്റിക് ഫീൽഡ്, ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അതിന് ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? mu 0 I by 2 pi d ആണ്. mu 0 I by 2 pi d ആണ്. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അവിടെ നമുക്ക് വേണം. ഒന്നുമില്ലടാ, നോക്കിയേ, ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. ഞാൻ അതിനെ ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എന്റെ വിരൽ എങ്ങോട്ടാ പോകുന്നേ? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ അല്ലേ? യെസ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് ഞാൻ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്താൽ എന്റെ ഫിംഗേഴ്സ് എങ്ങോട്ടാ പോകുന്നത്? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആണ്. അപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോക്കടാ, ഇത് പോസിറ്റീവ് y ആക്സിസ്, ഇത് പോസിറ്റീവ് x ആക്സിസ്, z ആക്സിസ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അല്ലെ? നമ്മളിലോട്ടായിരിക്കും പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അപ്പൊ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? മൈനസ് z ആക്സിസ് അല്ലെ? മൈനസ് z ആക്സിസ്. അപ്പൊ z ആക്സിസിനെ കാണിക്കുന്ന യൂണിറ്റ് വെക്ടർ ഏതാടാ? k ആണ്. മൈനസ് z ആക്സിസ് ആയതുകൊണ്ട് എന്ത് വരും? മൈനസ് k. ഡയറക്ഷൻ ഓക്കെ ആയില്ലടാ? ഒന്നുമില്ല. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം ഒരു മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ മൈനസ് കെ ഡയറക്ഷൻ. മൈനസ് കെ അതാണ് അവിടെ എന്ത് വന്നത്? മൈനസ് കെ വന്നത് കേട്ടോ. ശരി, അപ്പോ അങ്ങനെയാണെങ്കിൽ അത് ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഇരിക്കുന്നത്, ഈ പറയുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ പ്രസൻസിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്. ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങോട്ടാ പോകുന്നത്? മൈനസ് y ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പാർട്ടിക്കിളിന്റെ മുകളിൽ എന്ത് എക്സേർട്ട് ചെയ്യും? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിനെ എന്താ മക്കളെ വിളിക്കുക? ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കും. ശരിയല്ലേ? ആ ലോറൻസ് ഫോഴ്സ് F is equal to QVB sin θ ആണ്, അല്ലെങ്കിൽ Q into V cross P ആണ്. ഓക്കെ അല്ലേ? യെസ്, അപ്പോ ഇനി ആ QVB sin θയുടെ കാര്യം നമുക്ക് വേണം. നോക്കടാ, V cross P, തീറ്റ എന്ന് പറയുന്നത് വിയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ്. ബിയുടെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു ഏതാണ്? മൈനസ് ഇസഡ് ആക്സിസ് ആണ്. അതുപോലെ തന്നെ പാർട്ടിക്കിൾ എങ്ങോട്ടാ പോകുന്നത്? താഴോട്ടാണ് പോകുന്നത്. എന്താ പറയാ, നെഗറ്റീവ് y ആക്സിസ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ sin 90 that is equal to 1. സോ ഫോഴ്സ് F is equal to QVB sin 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. ബിക്ക് പകരം നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയ ഇക്വേഷൻ കൊടുക്കാം. QV mu 0 I into 2 pi d. mu 0 I by 2 pi d. ഓക്കെ അല്ലടാ? പ്രശ്നമില്ലല്ലോ? സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. നമുക്ക് അതിന്റെ എന്ത് കിട്ടണം? ഡയറക്ഷൻ കിട്ടണം. ഡയറക്ഷൻ ആണ് ഇവിടെ നിങ്ങളെ കുഴപ്പിക്കുന്ന സാധനം. അപ്പൊ ഡയറക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചോ. നോക്കടാ, V cross P അല്ലേ? അതായത് ഡയറക്ഷൻ എന്ന് പറയുന്നത് will be the cross product of velocity and magnetic field. വെലോസിറ്റി എങ്ങോട്ടാ? മൈനസ് y ആക്സിസിലാണ് അല്ലെ? along the minus y axis ആണ്. മൈനസ് y ആക്സിസിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? മൈനസ് j ക്യാപ്പ് എന്ന് കൊടുക്കാം. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാ? മാഗ്നറ്റിക് ഫീൽഡ് ഈ സ്ഥലം മൈനസ് കെ ഡയറക്ഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോക്കടാ, j ക്രോസ് k ചെയ്താൽ I കിട്ടും. മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആണ്. സോ ദ ഫോഴ്സ് വിൽ ബി ഓൺ. ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും? I ഡയറക്ഷനിലായിരിക്കും. I ക്യാപ്പ് ഡയറക്ഷനിലായിരിക്കും.
Therefore, F is equal to QV into mu 0 I by 2 pi d into I cap. കുഴപ്പമില്ലല്ലോടാ. ഇതാണ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഇഷ്യൂ ഉള്ളൂ, ഡയറക്ഷൻ മാത്രമാണ് ഇഷ്യൂ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് ഈസി ആയിട്ട് കിട്ടും. ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലടാ, ക്ലിയർ അല്ലേ? യെസ്, സെറ്റ് ആണ്. ഓക്കെ ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ വേഗം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം. യെസ്, define the term magnetic successibility. Define the term magnetic successibility and write its relation in terms of relative magnetic permeability. Two magnetic materials A and B have relative magnetic permeabilities of 0.96 and 500. Identify the magnetic materials A and B. Okay, yes. അപ്പോൾ ആദ്യം എന്ത് വേണം? മാഗ്നറ്റിക് സക്സസബിലിറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു തന്നിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നോക്കണം, മാഗ്നറ്റിക് സക്സസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സബ്സ്റ്റൻസിനെ നമ്മളൊരു മാഗ്നറ്റൈസിങ് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ ആ മാഗ്നറ്റൈസിങ് ഫീൽഡിനോട് ഇതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിനെയാണ് എന്തെന്ന് വിളിക്കുക? മാഗ്നറ്റിക് സക്സസബിലിറ്റി എന്ന് വിളിക്കുക. കുഴപ്പമില്ലല്ലോ. യെസ്, സോ ആൻസറിലോട്ട് പോയാൽ എന്ത് വരും? It is the ratio of magnetization induced in a material to the magnetic intensity applied to it. Applied magnetic intensity against ആയിട്ട് അതിന്റെ ഉള്ളില് ഇൻഡ്യൂസ് ചെയ്ത മാഗ്നറ്റൈസേഷൻ, അതിന്റെ അളവാണ് എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് സക്സസബിലിറ്റി, Chi-m എന്ന് പറയുന്നത്. സോ Chi-m is equal to m/h ആണ്. നോക്കടാ, ഒരു വസ്തുവിന്റെ Chi-m വാല്യൂ കുറവാണെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈസിലി മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് എന്ത് വേണം? റിലേഷൻ വേണം. മ്യൂആറും, അതായത് റിലേറ്റീവ് മാഗ്നറ്റിക് സക്സസബിലിറ്റിയും റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റിയും മാഗ്നറ്റിക് സക്സസബിലിറ്റി Chi-m തമ്മിലുള്ള റിലേഷൻ വേണം. അതെന്തായിരുന്നു? മ്യൂആർ ഈക്വൽ ടു 1 പ്ലസ് Chi-m ആണ്. മ്യൂആർ ഈക്വൽ ടു 1 പ്ലസ് Chi-m ആണ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റൻ എന്തായിരുന്നു? രണ്ട് മാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലെ, ഒന്ന് എയും ബിയും. എയുടെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി 0.96 ആണ്, ബിയുടെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി 500 ആണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഏത് മെറ്റീരിയൽസ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ, മ്യൂവാറിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അതെന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി മ്യൂവാറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി മ്യൂവാറിന്റെ വാല്യൂ വളരെ വലുത്, 400, 500 പോലെ വലിയ വാല്യൂസ് വന്നാൽ അതെന്തായിരിക്കും? ഫെറോ മാഗ്നറ്റിക് ആയിരിക്കും. അപ്പോ എ എന്ന് പറയുന്നത്, എയുടെ വാല്യൂ എത്രയായിരുന്നു? 0.96 അല്ലേ, ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. അപ്പൊ അതെന്തായിരിക്കും? ഈ പറയുന്ന പോലെ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അതുപോലെ ബി എന്ന് പറയുന്നത് 500 ആണ്. ബിന്റെ മ്യൂആർ വാല്യൂ എന്ന് പറയുന്നത് 500 ആണ്. അപ്പൊ അതെന്തായിരിക്കും? ഫെറോ മാഗ്നറ്റിക് ആയിരിക്കും. എ ഈസ് ഡയാമാഗ്നറ്റിക് ആൻഡ് ബി ഈസ് ഫെറോ മാഗ്നറ്റിക്. ഓക്കെ അല്ലടാ, പ്രശ്നമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. യെസ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് നിങ്ങളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേടാ. If a square loop of conducting material is moved with a constant velocity fully inside a uniform magnetic field perpendicular to the field, will current will be induced in it? Current induce ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ക്വയർ ലൂപ്പ് ഉണ്ട്. ആ സ്ക്വയർ ലൂപ്പിന്റെ ഒരു കണ്ടക്ടിങ് മെറ്റീരിയൽ, അതിനെ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. സപ്പോസ് ഇതാണ് എന്റെ സ്ക്വയർ ലൂപ്പെങ്കിൽ ഈ സ്ക്വയർ ലൂപ്പിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുമോ, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുമോ എന്നാണ് നമ്മുടെ ചോദ്യം. കറണ്ട് ഇൻഡ്യൂസ് ചെയ്യോ? എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യോ? കറണ്ട് ഇൻഡ്യൂസ് ചെയ്യില്ല. ബിക്കോസ് കറണ്ട് എപ്പോഴാണ് ഇൻഡ്യൂസ് ചെയ്യുക? കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവണം. ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല അല്ലെ? ഇതിങ്ങനെ വെറുതെ മൂവ് ചെയ്തു എന്ന് വിചാരിച്ച് ഫ്ലക്സ് കട്ട് ചെയ്യുന്നുണ്ടോ? ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഫ്ലക്സിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ ആ ലൂപ്പ് ഇങ്ങനൊക്കെ മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. കറണ്ട് ഇൻഡ്യൂസ് ചെയ്യില്ല. No, answer is no. Okay, the current will be induced only if there is a change in magnetic flux. In this case, there is no change in magnetic flux.
സോ നോ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ കറണ്ട് എന്ത് ചെയ്യില്ല, ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യില്ല. കുഴപ്പമില്ലല്ലോടാ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പക്ഷെ നിങ്ങൾ തെറ്റിക്കാറുണ്ട്, അതുകൊണ്ട് ആഡ് ചെയ്യുന്നു മാത്രം. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Draw the graph showing variation of inductive reactance and capacitive reactance with frequency of applied source. അതായത് ഒരു AC സോഴ്സ് അപ്ലൈ ചെയ്താൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസിയും അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി അപ്ലൈ ചെയ്താൽ ഫ്രീക്വൻസിയും ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും തമ്മിലുള്ള ബന്ധം, കണക്ഷൻ. ആ കണക്ഷൻ ആണ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബി ക്വസ്റ്റൻ ഉണ്ട്. The reactance of a capacitor at 50 Hz is 10 ohm. If the frequency is double, then what will be the value of reactance? Okay, അപ്പോൾ ബി ക്വസ്റ്റന്റെ വാല്യൂസ് ഞാനൊന്ന് ഇവിടെ എഴുതി പോവാ. ഫ്രീക്വൻസി എന്തായിരുന്നു? ഫ്രീക്വൻസി F is equal to 50 Hz ആണ്, 50 Hz ആണ്. അതുപോലെ തന്നെ അവിടുത്തെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC is equal to 10 ohm ആണ്. എന്താ സംഭവിക്കുന്നത്? ഫ്രീക്വൻസി ഡബിൾ ചെയ്യുന്നു. ഫ്രീക്വൻസി ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ 50 Hz എന്ന് പറയുന്നത് അതിന്റെ ഡബിൾ 100 Hz ആവുന്നു. അങ്ങനെയാണെങ്കിൽ what will be the value of reactance? ഇതാണ് ബി ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് എഴുതി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആൻസറിലോട്ട് പോകുമ്പോൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എ ക്വസ്റ്റ്യൻ എന്തായിരുന്നുടാ? നമ്മുടെ ഫ്രീക്വൻസിയും ഈ പറയുന്ന XCയും XL തമ്മിലുള്ള കണക്ഷൻ അല്ലേ? യെസ്, നിങ്ങൾക്കറിയാം XL ഈക്വൽ ടു L ഒമേഗ ആണ്. ഒമേഗയ്ക്ക് എന്ത് കൊടുക്കാം? 2πf എന്ന് കൊടുക്കാം. സോ ദാറ്റ് ഈസ് XL ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F. XLും Fഉം എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഗ്രാഫ് എന്ത് വരും? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വരും അല്ലെ? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വരും. ഇതാണ് XLും Fഉം, ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ XC ഈസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC ഈസ് ഈക്വൽ ടു 1/C ഒമേഗ ആണ്. ഒമേഗയ്ക്ക് 2πf എന്ന് കൊടുക്കാം. സോ വി ഗെറ്റ് XC ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എന്തുകൊണ്ട് അവിടെ കുറഞ്ഞു വരും അല്ലെ? ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് XCയുടെ വാല്യൂ കുറഞ്ഞു വരും. കുഴപ്പമില്ലല്ലോ. യെസ്, അപ്പൊ ഇങ്ങനെയാണ് ഗ്രാഫ്സ് വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ബി ക്വസ്റ്റ്യന്റെ കണ്ടീഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കൊരു ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50 Hz. അവിടെയുള്ള കപ്പാസിറ്റീവ് റിയാക്ടൻസ് 10 ohm ആണ്. ഫ്രീക്വൻസി ഡബിൾ ചെയ്താൽ XCക്ക് എന്ത് സംഭവിക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയ്തു നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് XC is equal to 10 ohm. ആദ്യത്തെ ഫ്രീക്വൻസി 50 Hz. പുതിയ ഫ്രീക്വൻസി ഡബിൾ ചെയ്യാന്ന് പറയുമ്പോൾ 100 Hz. ഓക്കെ, അങ്ങനെയാണെങ്കിൽ X'C അതായത് പുതിയ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, XCയുടെ ഇക്വേഷൻ നമുക്കറിയാം 1/C × 2πf ആണ്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 10 ohm ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി പുതിയ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കാണാനായിട്ട് X'(C) is equal to 1/C × 2π × Fന് പകരം എന്ത് കൊടുക്കുക? 2F. എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു അല്ലെ? ഫ്രീക്വൻസി ഡബിൾ ചെയ്തു. ഓക്കെ, അപ്പൊ ആ 2 എന്ന് ഞാൻ അടുത്ത സ്റ്റെപ്പില് ഫ്രണ്ടിലോട്ട് എഴുതുന്നു. 1/2 × C × 2πf. ഈ 1/C × 2πfനെ എന്തെന്ന് എഴുതാം? 10 എന്ന് കൊടുക്കാലോ. അത് അല്ലേ പഴയ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. സോ ദാറ്റ് വിൽ ബി 10/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ohm. ആൻസർ എന്ത് കിട്ടും? 5 ohm എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് കഴിഞ്ഞ പോലെ 3-2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ഇട്ട് ചെയ്തു വന്നത്. ഇനി ഇതൊരു 1 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലോട്ട് വരാം അല്ലെ? നോക്ക്, ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണ്. കപ്പാസിറ്റീവ് സർക്യൂട്ടിന്റെ എന്ത് കൂട്ടി? ഫ്രീക്വൻസി കൂട്ടി. നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചതാണ്. XCയും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലടാ. അപ്പൊ ഫ്രീക്വൻസി ഡബിൾ ചെയ്താൽ ഫ്രീക്വൻസി കൂടിയാൽ XC കുറയും. ഫ്രീക്വൻസി ഡബിൾ ചെയ്താൽ XC എന്ത് ചെയ്യൂടാ? ഹാഫ് ആവും അല്ലെ? ഹാഫ് ആവുമെങ്കിൽ ഫ്രീക്വൻസി നേരത്തെ XC എത്രയായിരുന്നു? 10 ohm ആയിരുന്നു. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്ത് വരും? 5 ohm വരും. സോ ദ ആൻസർ ഈസ് 5 ohm. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈസി ആണ്. അങ്ങനെയാണെങ്കിലും ആൻസറിലോട്ട് എത്താൻ പറ്റും കേട്ടോ. യെസ്, 1 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഡെറൈവ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വീണ്ടും എസിയിലെ ഒരു ക്വസ്റ്റ്യൻ. X, an unknown circuit element, is connected to the source as shown in the diagram.
show that the current through X is given as I is equal to I0 such that current through X is given as I is equal to I0 sin omega t plus pi by 2. Okay, നമുക്കൊരു AC വോൾട്ടേജ് ഒരു സർക്യൂട്ടിലോട്ട് കൊടുക്കുന്നു. ആ സർക്യൂട്ടിലുള്ള എലമെന്റ് എന്താണെന്ന് നമുക്കറിയില്ല. അതിന് എക്സ് എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഐഡന്റിഫൈ ദ ഡിവൈസ് എക്സ്. നോക്കണം, കറണ്ട് എന്താ ചെയ്യുന്നേ? ലീഡ് ആണ് ചെയ്യുന്നത്. കറണ്ട് ലീഡ് ചെയ്താൽ അത് ഏത് സർക്യൂട്ടാ? കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണ്. സോ എക്സ് വിൽ ബി എ കപ്പാസിറ്റർ. എക്സ് എന്തായിരിക്കും? ഒരു കപ്പാസിറ്റർ ആയിരിക്കും. ഇൻഡക്ടർ അല്ല മക്കളെ, കപ്പാസിറ്റർ അല്ലേ വരിക. എന്താ ചെയ്യുന്നേ? ലീഡ് ചെയ്യല്ലേ ചെയ്യുന്നേ? യെസ്, ലീഡ് ചെയ്യല്ലേ ചെയ്യുന്നേ. അപ്പൊ എക്സ് എന്തായിരിക്കും? ഒരു കപ്പാസിറ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ്. ഓക്കെ, സോ കഴിഞ്ഞിട്ടില്ല. യെസ്, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ റിയാക്ടൻസ് ഓഫ് എക്സ്. എക്സിന്റെ റിയാക്ടൻസ് കാണണം. റിയാക്ടൻസ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/c omega എന്ന് വരും. യെസ്, പിന്നെ അതിന്റെ ഫേസർ ഡയഗ്രാം എന്ത് വരും? π/2 ഡിഗ്രി ലീഡ് ചെയ്യുന്ന കറണ്ട് ലീഡ് ചെയ്യുന്ന കേസാണ് ആർക്കുള്ളത്? കപ്പാസിറ്ററിനുള്ളത്. അപ്പൊ അതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കണം. അതുപോലെ തന്നെ ഡ്രോ എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് റിയാക്ടൻസ് ഓഫ് ഡിവൈസ് എക്സ് വിത്ത് ഫ്രീക്വൻസിയും ഈ പറയുന്ന എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കപ്പാസിറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലായി. കപ്പാസിറ്ററിന്റെ ഫ്രീക്വൻസിയും കപ്പാസിറ്റീവ് റിയാക്ടൻസും തമ്മിലുള്ള റിലേഷൻ, അതിന്റെ ഗ്രാഫ് വരയ്ക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആൻസേഴ്സിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, ആൻസേഴ്സിലോട്ട് പോവാം. യെസ്, കറണ്ട് ലീഡ് ചെയ്യാണ്. അപ്പൊ എക്സ് എന്താണ്? കപ്പാസിറ്റർ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 1/c omega ആണ്. ഗ്രാഫ് എങ്ങനെ വരും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. ഫ്രീക്വൻസിയും എക്സസിയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരും. ഓക്കെ, ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ കാണിച്ചതാണ് അല്ലെ. എന്താണ്? വോൾട്ടേജ് കറണ്ട് എന്ത് ചെയ്യാ? ലീഡ് ചെയ്യാ. അപ്പൊ ഇത് വോൾട്ടേജ് ആണെങ്കിൽ ഇതായിരിക്കും എന്ത്? കറണ്ട്. ഓക്കെ, കറണ്ട് ലീഡ് ചെയ്യാണ് ചെയ്യാ. ഓക്കെ, വോൾട്ടേജിനെ കറണ്ട് ലീഡ് ചെയ്യും. ഓക്കെ, π/2 ഡിഗ്രി ലീഡ് ചെയ്യും. ഓക്കെ, ഇനി അവിടെ ഒരു ഈക്വേഷൻ ഉണ്ട്. ഈക്വേഷൻ എന്തായിരുന്നു? വാട്ട് ഹാപ്പൻസ് ഇഫ് ദ സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ DC സോഴ്സ്. ഇവിടെ നമുക്കൊരു AC സോഴ്സ് അല്ലടാ കൊടുത്തേണേ. ആ AC സോഴ്സിന് പകരം റീപ്ലേസ് ചെയ്ത് ഒരു DC സോഴ്സ് കൊടുത്താൽ, അതായത് ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിലോട്ട് ഒരു DC സോഴ്സിനെ കൊടുത്താൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോ കപ്പാസിറ്ററിന്റെ കേസിൽ നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? യെസ്, 1/c omega ആണ്. ഒമേഗയ്ക്ക് എന്ത് കൊടുക്കാം? 1/c × 2πf എന്ന് കൊടുക്കാം. സോ ദാറ്റ് ഇസ് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ഇനി DC സർക്യൂട്ട്, DC എന്ന് പറഞ്ഞാൽ എന്താണ്? DCക്ക് ഫ്രീക്വൻസി ഉണ്ടോ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലെ. എന്തില്ല? DC ആണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അവിടെ എന്തില്ല? ഫ്രീക്വൻസി ഇല്ല. ഫ്രീക്വൻസി എഫിന്റെ വാല്യൂ എന്ത് വരും? 0 വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു 1/0, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. ഓക്കെ, അതായത് DC സോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്താൽ കപ്പാസിറ്റർ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അത് എന്തിനെ ബ്ലോക്ക് ചെയ്യും? DC കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. കപ്പാസിറ്റർ DC കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും കേട്ടോ. കുഴപ്പമില്ലല്ലോ. സോ ദാറ്റ് ഈസ് XC will be infinite, hence no current will flow through X. Xയിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, യെസ്, എ coil of certain radius has 100 turns and a self-inductance of 15 millihenry. What will be the change in the self-inductance if the number of turns is increased to 500? Okay, നമുക്കൊരു കോയിൽ ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു സോളിനോയിഡ് ഉണ്ട്. ആ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് 100 ആണ്. അതിന്റെ സെൽഫ് ഇൻഡക്ടൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 15 millihenry ആണ്. What will be the change in self-inductance if number of turns is increased to 500? Number of turns 500 ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ n എന്ന് പറയുന്നത് 100 ആണ്. n ഡാഷ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 500 എന്ന് എഴുതാം. n ഡാഷ് ഈക്വൽ ടു 500 എന്ന് എഴുതാം. സെൽഫ് ഇൻഡക്ടൻസ് Lന്റെ വാല്യൂ എന്ത് തന്നിട്ടുണ്ട്? 15 millihenry എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ എന്താണ് വേണ്ടത്? പുതിയ L ഡാഷ് ആണ് നമുക്ക് വേണ്ടത്. പുതിയ സെൽഫ് ഇൻഡക്ടൻസ് വാല്യൂ ആണ് വേണ്ടത്.
ഓക്കെ അല്ലേ? യെസ്. അപ്പോ സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ് എന്താണ്? യെസ്, സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ് ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമുള്ള ഇക്വേഷൻ ഇതാണ്, NN/μ0a. അതാണ് പഠിക്കാൻ എളുപ്പമുള്ള ഇക്വേഷൻ അല്ലെ? അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇതിൽ N എന്ന് പറയുന്നത്, ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പോ ഞാൻ ആ സ്മോൾ n പകരം ക്യാപിറ്റൽ N/L, ദാറ്റ് ഈസ് സ്മോൾ n നെ നമുക്ക് എങ്ങനെ എഴുതാം? n is equal to N/L ആണ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അപ്പൊ n ന്റെ പകരം ഞാൻ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ക്യാപിറ്റൽ N/L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഇക്വേഷൻ വരുന്നത് N²μ0a/L. കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? യെസ്, അതാണ് ആദ്യത്തെ സെൽഫ് ഇൻഡക്ടൻസ് L. നമുക്ക് വേണ്ടത് L' ആണ്. രണ്ടാമത്തെ കേസിൽ എന്ത് സംഭവിക്കുന്നതാ? സെൽഫ് ഇൻഡക്ടൻസ് എന്ത് ചെയ്തു? സെൽഫ് ഇൻഡക്ടൻസ് അല്ല, നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്തു? 100 ആയിരുന്നത് 500 ആയി. ഓക്കെ, N ആദ്യം എത്രയായിരുന്നു? 100 ആയിരുന്നു. ഇപ്പൊ എത്രയായി മാറി? 500 ആയി മാറി. ദാറ്റ് ഈസ് 5 × 100. അതായത് പുതിയ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് പഴയതിന്റെ 5 ഇരട്ടിയാണ്, 5 ടൈംസ് ആണ്. സോ N' is equal to 5n. കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ L' is equal to n ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 5n² μ0a/L എന്ന് എഴുതാം. 5n ന്റെ ഹോൾ സ്ക്വയർ എടുത്താൽ 25n² μ0a/L. അതിൽ n² μ0a/L പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? L എന്ന് കൊടുക്കാം അല്ലെ? L എന്ന് കൊടുക്കാം. n² μ0a/L എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സെൽഫ് ഇൻഡക്ടൻസ് ആണ്. അതിന് L എന്ന് കൊടുക്കാം. സോ ദാറ്റ് ഈസ് പുതിയ സെൽഫ് ഇൻഡക്ടൻസ് L' equal to 25 × L എന്ന് കിട്ടും. പഴയ സെൽഫ് ഇൻഡക്ടൻസിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 15 മില്ലി ഹെൻറി ആണ്. സോ ദാറ്റ് ഈസ് 25 × 15. നിങ്ങൾക്ക് ആൻസർ കിട്ടും 375 മില്ലി ഹെൻറി. കുഴപ്പമില്ലല്ലോ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു വെടിക്കെട്ട് ക്വസ്റ്റ്യൻ ആണ്. യെസ്, വലിയൊരു ഡെറിവേഷൻ ആണ്, നമുക്കൊന്ന് പറയാം. യെസ്, use Biot-Savart's law to derive an expression for magnetic field on the axis of current carrying circular loop of radius r. ഓക്കെ, ഒന്നുമില്ല, ഡയറക്റ്റ് ഡെറിവേഷൻ ആണ്. യൂസ് Biot-Savart's law യൂസ് ചെയ്തുകൊണ്ട് എന്ത് വേണം? മാഗ്നറ്റിക് ഫീൽഡ്, ഒരു സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് ആറ്, അതിന്റെ ആക്സിയൽ പോയിന്റിലെ എന്ത് കണ്ടുപിടിക്കണം? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, യെസ്, നല്ലൊരു ഡെറിവേഷൻ ആണ്. മക്കൾക്ക് ചിലപ്പോ ടഫ് ആയിട്ട് തോന്നുന്ന ഒരു ഡെറിവേഷൻ ആണ്. ആ ടഫ്നെസ് നമുക്ക് ഇവിടെ വെച്ച് തീർത്തു തരാം. ഈസി ആയിട്ട് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ആദ്യം ആ ഫിഗറിലോട്ട് ഒന്ന് പോവാം. ആ ഫിഗർ ഒന്ന് മര്യാദയ്ക്ക് നോക്കിയാണ്. സാർ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. Yes, magnetic field on the axis of a circular current loop. Okay, നോക്കടാ, ഈ ഫിഗർ വൃത്തിയായിട്ടൊന്ന് പഠിക്കുക. ഫിഗർ പഠിച്ചാൽ ഈസി ആയിട്ട് ആൻസറിലോട്ട് വരാം. ഓക്കെ, ഒരു സർക്കുലർ ലൂപ്പ്, ആ സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് r ആണ്. അതിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്. ഞാൻ രണ്ട് കറണ്ട് എലമെന്റ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. DL, A എന്ന് പറയുന്ന കറണ്ട് എലമെന്റും B എന്ന് പറയുന്ന കറണ്ട് എലമെന്റും. ഓക്കെ, ആ കറണ്ട് എലമെന്റ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. ഇനി ആറിൽ നമ്മുടെ കോയിലിന്റെ അല്ലെങ്കിൽ നമ്മുടെ സർക്കുലർ കോയിലിന്റെ എക്സ് ഡിസ്റ്റൻസ് എവേ ആയിട്ടാണ് P എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്നത്. കുഴപ്പമില്ലല്ലോ. യെസ്, ഓക്കെ, അത്രയും കാര്യങ്ങളായി. ഇനി DL-ഉം P-യും തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് r ആണ്. ഇനി DL-ഉം r-ഉം എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ P എന്ന് പറയുന്ന പോയിന്റില് DL എന്ന് പറയുന്ന A എന്ന് പറയുന്ന കറണ്ട് എലിമെന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്
ഡി എല്ലിനും ആറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈ ഒരു ഡയറക്ഷനിൽ, ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ആക്ട് ചെയ്യുക. അതുപോലെ താഴെ എന്തുണ്ട്, ഒരു കറണ്ട് എലമെന്റ് ഡി എൽ ഉണ്ട്. അതും ഈ പറയുന്ന പോയിന്റ് പിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഡി ബി ഇങ്ങോട്ട് വരും. കുഴപ്പമില്ലല്ലോ. യെസ്, ഈ ഡി ബിനെ ഞാൻ എന്ത് ചെയ്യുന്നു, റിസോൾവ് ചെയ്യുന്നു. സോ കോസ് കോമ്പണന്റ് ഡി ബി കോസ് ആൽഫ. ദാ ഈ ആംഗിൾ, ഇവര് തമ്മിലുള്ള ആംഗിൾ ആൽഫ ആയിട്ട് എടുത്താൽ കോസ് കോമ്പണന്റ് ഡി ബി കോസ് ആൽഫ. അതുപോലെ ഇതെന്ത് വരും, ഡി ബി സൈൻ ആൽഫ. കുഴപ്പമില്ലല്ലോ. അതുപോലെ താഴത്തെ എലമെന്റിന്റെയും നമ്മൾ എന്ത് ചെയ്യുന്നു, റിസോൾവ് ചെയ്യുന്നു. ഈ ഡി ബിനെയും റിസോൾവ് ചെയ്യുന്നു. അപ്പൊ ഇത് എന്ത് വരും, ഡി ബി കോസ് ആൽഫ എന്ന് വരും. ഇവിടെ ഡി ബി സൈൻ ആൽഫ എന്ന് കിട്ടും. കുഴപ്പമില്ലല്ലോ. യെസ്, ഇനി ഈ ആംഗിള് തീറ്റയാണെങ്കിൽ ഇതിന് തൊട്ടപ്പുറത്തുള്ളത് 90 മൈനസ് ആൽഫ ആയിരിക്കും. അതിന്റെ തൊട്ടപ്പുറത്ത് ഇതും എന്തായിരിക്കും, ആൽഫ ആയിരിക്കും കേട്ടോ. കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണ്. ശരി, അങ്ങനെ ഈ ഫിഗർ ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ നമുക്ക് ആൻസറിലോട്ട് ഈസി ആയിട്ട് എത്താം. നോക്കടാ, ഡി ബി കോസ് ആൽഫ ക്യാൻസൽ ഔട്ട് ചെയ്യും. അപ്പോ ആ ഒരു പോയിന്റില്, പി എന്ന് പറയുന്ന പോയിന്റില് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡി ബി സൈൻ ആൽഫയാണ് അവിടെ എക്സേർട്ട് ചെയ്യുന്ന. ഈ കറന്റ് എലമെന്റ് ഡി എൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡി ബി സൈൻ ആൽഫ ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. യെസ്, അപ്പോ ഒരു കുഞ്ഞ് കറന്റ് എലമെന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡി ബി സൈൻ ആൽഫ ആണെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലോട്ട് നമുക്കൊന്ന് പോവാം. Yes, consider a loop of radius r and current I flows through it. Consider a point P which is x distance away from the center. Take two current elements dl at diametrically opposite point. Distance dl r തമ്മിലുള്ള P എന്ന് പറയുന്ന പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണ്. മാഗ്നറ്റിക് ഫീൽഡ് dl നും r നും പെർപെൻഡിക്കുലർ ആണ്. സോ റിസോൾവ് ചെയ്താൽ കോസ് കോമ്പണൻസ് ക്യാൻസൽ ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കറന്റ് എലമെന്റ് dl കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്, പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി സൈൻ ആൽഫയാണ്. ഓക്കെ, യെസ്. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാനായിട്ട് എന്ത് ചെയ്യാ, ഈ ഡി ബി സൈൻ ആൽഫയെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇനി ബൈ അപ്ലൈയിങ് ബയോട്ട്-സാവാർട്ട് സ്ലോയുടെ അപ്ലിക്കേഷൻ കാരണം നമുക്ക് എന്ത് കിട്ടും, ഡി ബിയുടെ വാല്യൂ എന്ത് കിട്ടും, μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ആണ് അല്ലെ. ഈ പറയുന്ന ബയോട്ട്-സാവാർട്ട് സ്ലോന്റെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് വരും അല്ലെ. യെസ്, അപ്പൊ ഡി ബിക്ക് നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതില് സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്ര വരും, സൈൻ തീറ്റ എന്ന് പറയുന്നത് ഡി എല്ലും ആറും തമ്മിലുള്ള ആംഗിൾ ആണ്. അത് എത്ര വരും, 90 ഡിഗ്രി വരും. ബിക്കോസ് നമ്മൾ പി എന്ന് പറയുന്നത് ഒരു ആക്സിയൽ പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡി എല്ലും ആറും തമ്മിലുള്ള ആംഗിൾ എന്ത് വരും, 90 ഡിഗ്രി വരും. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അതങ്ങോട്ട് പോവും. ഓക്കെ, സൈൻ തീറ്റയുടെ വാല്യൂ അവിടെ പോവും. സോ ബാക്കി എന്ത് വരും, μ0/4π ഐഡിയൽ ബൈ ആർ സ്ക്വയർ സൈൻ ആൽഫ. ഓക്കെ, ഇനി ആ സൈൻ ആൽഫയ്ക്കും ആർ സ്ക്വയർ ആറിനും കൂടെ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റിയാൽ ആൻസർ ആയി. ഓക്കെ, അപ്പൊ ആ ഫിഗറിലോട്ട് ഒന്ന് വരാം. ഒന്നുകൂടെ ആ ഫിഗറിലോട്ട് ഒന്ന് വരാം. യെസ്, ഫിഗറിലോട്ട് വന്നാൽ നോക്കടാ, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കിയേ. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളില് ഇത് ആൽഫയാണ്. ഓക്കെ, ഇതിന്റെ സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പൊ എന്ത് വരും, r/r എന്ന് വരും അല്ലെ. സൈൻ ആൽഫ ഈക്വൽ ടു എന്ത് വരും, r/r എന്ന് വരും. കുഴപ്പമില്ലല്ലോ. യെസ്, ഓക്കെ ആണ്. അതുപോലെ തന്നെ ഈ ഒരു റൈറ്റ് ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടത്തെ r എന്ന് പറയുന്നത് r is equal to root of r square plus x square എന്ന് എഴുതാം. ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണല്ലോ. യെസ്, അങ്ങനെ എഴുതിയാൽ r is equal to root of r square plus x square എന്ന് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തിലോട്ട് വരും, നമ്മുടെ ആൻസറിലോട്ട് വരും. യെസ്, ആൻസർ ഈസ് സൈൻ ആൽഫയ്ക്ക് പകരം r/r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ഒരു സ്റ്റെപ്പില് μ0/4π ഐഡിയൽ ബൈ ആർ സ്ക്വയർ ഇൻറ്റു r/r. സൈൻ ആൽഫയ്ക്ക് ക്യാപിറ്റൽ R ബൈ സ്മോൾ r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ആർ സ്ക്വയർ ഇൻറ്റു r ക്യൂബ് ആണ്. ആറിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പൈതഗോറസ് തിയറം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ r ക്യൂബില് ആറിന് പകരം എന്ത് കൊടുക്കണോ, എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾ റേസ് ടു 1/2 എന്ന് കൊടുത്താൽ നോക്കടാ, എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഫോർമുല
ഈ ഒരു ഫോർമാറ്റിലോട്ട് എത്തും. ദാറ്റ് ഇസ് μ0/4π ഐഡിയൽ r by x square plus r square whole raised to 3/2 എന്ന് വരും. ഓക്കെ അല്ലേ? യെസ്, കോൺസ്റ്റന്റ് ടേംസിനൊക്കെ ഇവിടെ നിർത്തി നമുക്ക് അവിടെ വേരിയിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് dl ആണ്. dl-നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നോക്കടാ, ഒരു കറണ്ട് എലമെന്റ് സർക്കുലർ ലൂപ്പ് അല്ലടാ, അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 2πr കിട്ടും അല്ലേ? സോ ദാറ്റ് ഇസ് μ0/4π ir by r square plus x square whole raised to 3/2 into 2πr. കുഴപ്പമില്ലല്ലോ? യെസ്. അപ്പോ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? പയ്യും ക്യാൻസൽ ചെയ്യാം. 2 4 ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കി എന്ത് വരും? μ0/2 into ir square by x square plus r square whole raised to 3/2. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 3 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ അല്ലടാ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു സ്പെഷ്യൽ കേസ് കൂടി ഉണ്ട്. ആ സ്പെഷ്യൽ കേസ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ഒരു n കൂടെ ചേരും, അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. നോക്കടാ, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് കോയിൽ, കോയിലിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിന്റെ സെന്ററിൽ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്തായിരുന്നു? നമ്മുടെ കോയിലിന്റെ സെന്ററിൽ നിന്ന് ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് കോയിൽ എന്ന് പറയുമ്പോൾ എക്സ് എന്ത് വരും? 0 എന്ന് വരും. ആ എക്സ് എന്ന് പറയുന്ന ടേം അവിടെ പോവും. സോ ആൻസർ വിൽ ബി μ0 ir square by 2 into r square whole raised to 3/2. 2 ക്യാൻസൽ ചെയ്തു പോയാൽ μ0 ir square by 2 into r cube. ഓക്കെ, സോ r ക്യൂബും r സ്ക്വയറും നമ്മൾ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ആൻസർ എത്ര കിട്ടും? b is equal to μ0 i/2 ആണെന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയും ഡെറിവേഷൻസും ഇത്രയും ക്വസ്റ്റ്യൻസുമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾക്ക് എല്ലാം ഫോളോ ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. ബാക്കി അടുത്ത ചോദ്യങ്ങളുമായിട്ട് അതുൽ സാർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പൊ അദ്ദേഹം ഓടി വരും. അപ്പോ എല്ലാവരും നന്നായി എക്സാം എഴുതുക, തകർത്ത് എക്സാം എഴുതുക, ഒരു തരത്തിലുള്ള പേടിയും വേണ്ട. ഓക്കെ, അതുൽ സാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ പോകുന്നു. താങ്ക് യു. ഹായ് മക്കളെ, അപ്പം സാർ വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള റിമൈനിങ് 5 ചാപ്റ്റേഴ്സ് ആണ് സാർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ അധികം പറഞ്ഞ ലാഗടിപ്പിന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഓൾ റൈറ്റ്. അപ്പം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഈ ബാക്കി വരുന്ന റിമൈനിങ് 5 ചാപ്റ്റേഴ്സിലെ കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് നമ്മുടെ റേ ഓപ്റ്റിക്സ് ആണോ, ചാപ്റ്റർ നമ്പർ 9 റേ ഓപ്റ്റിക്സ്. യെസ്, അപ്പം ഒരുപാടധികം ഡെറിവേഷൻസും ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസും വരുന്ന ഒരു ചാപ്റ്റർ ആണ്, ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ്. ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, അപ്പൊ നമുക്ക് റേ ഓപ്റ്റിക്സ് നോക്കാം. ഓക്കെ, റേ ഓപ്റ്റിക്സ് സാർ പെട്ടെന്ന് ഓടിച്ചു പോകാം കേട്ടോ, പെട്ടെന്ന് ഓടിച്ചു പോകാം. എല്ലാവരും സാറിനെ കൊടുത്ത് നിൽക്കാം കേട്ടോ. യെസ്, ഓക്കെ ഫൈൻ, ഓൾ റൈറ്റ്. അപ്പം റേ ഓപ്റ്റിക്സിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് വാട്ട് ഇസ് മെൻ ബൈ ലൈറ്റ്. ലൈറ്റ് എന്താടാ? ലൈറ്റ് ഇസ് എ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലേ, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് വിത്ത് എ സ്മോൾ റേഞ്ച് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ആ ഒരു വേവ് ലെങ്ത്തിന്റെ റേഞ്ച് നോർത്ത് വെക്കുക കേട്ടോ. എത്രയാണ്? 400 നാനോമീറ്റർ ടു 750 നാനോമീറ്റർ. അത് നോർത്ത് വെക്കുക. ഓക്കെ, ആ ഒരു 400 നാനോമീറ്റർ ടു 750 നാനോമീറ്റർ ആണ് നമ്മുടെ എന്താ പറയുക വിസിബിൾ ലൈറ്റിന്റെ അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രത്തിന്റെ വേവ് ലെങ്ത്. അത് നോർത്ത് വെക്കുക കേട്ടോ. ഓക്കെ ഫൈൻ. യെസ്, ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് എത്ര നമ്മുടെ ഒരു ലൈറ്റിന്റെ വെലോസിറ്റി ഇൻ വാക്വം. നമുക്ക് ഒരുപാട് പ്രോബ്ലംസിൽ ഈ ഒരു സ്പെസിഫിക് വാല്യൂ ഓഫ് സി എന്നാണ് അറിയപ്പെടുന്നത്. അതെന്താ പറയാ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം എല്ലാവരും സി എന്താണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് ലൈക്ക് 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓർത്ത് വെക്കുക കേട്ടോ. ഫൈൻ. ദെൻ റേ ഓപ്റ്റിക്സ്. എന്താണ് റേ ഓപ്റ്റിക്സ്? റേ ഓപ്റ്റിക്സ് ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് എന്താണ് ദ റെക്ടിലീനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ ട്രാവലിംഗ് എന്താ പറയുക സ്ട്രെയിറ്റ് ലൈനുള്ള ട്രാവലിങ്ങിനെ പറ്റിയുള്ള ആ ഒരു പാർട്ട് ഓഫ് സയൻസ് ആണ് എന്ത് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് നമ്മുടെ റേ ഓപ്റ്റിക്സ് കേട്ടോ. അപ്പം അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
യെസ്, അപ്പം ഒട്ടും സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ലെറ്റ്സ് മൂവ് ഓൺ. ദ മേജർ എന്താ പറയാ, ദ മേജർ ഫിനോമിനൻ ഓഫ് നമുക്ക് ഇന്ന് ഒരുപാട് പഠിക്കാനുള്ള ഫിനോമിനാണ് റിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ ഇസ് നത്തിങ് ബട്ട് when the light of ray traveling from one medium to another medium, there is a deviation at the interface between these two media. This phenomenon is called refraction of light. That is, when light travels from one medium to another, that's the important point. Just imagine that, I mean, just recreate that point. When light travels from one medium to another, there will be a deviation in that particular region. That phenomenon is called what? Refraction. ഇതിനെ പറ്റിയാണ് നമുക്ക് കൂടുതലും ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഫൈൻ. യാ, all right. Yes, then let's move on. ഓക്കെ, ഫൈൻ. അപ്പം എന്താണ് റിഫ്രാക്ഷൻ എന്ന് പഠിച്ചു. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ദ ലോസ് ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ്, ദ ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നുമില്ല. Yes, the first law is the incident ray, refracted ray and the normal to the point of incidence lie on a same plane. അതായത് ഒരു നമ്മളൊരു റിഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വരുന്ന ഇൻസിഡന്റ് റേ ആൻഡ് ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഓൾ ഇൻ എ സെയിം പ്ലെയിൻ. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് റൂൾ. ആൻഡ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂൾ ഇസ് നത്തിങ് ബട്ട് സ്നെൽസ് ലോ. എന്താണ്? ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് to the sign of angle of refraction is a constant. അതായത് sin I by sin R is equal to എന്താണ്? Constant. Yes, sin I by sin R is equal to a constant. And this constant is known as എന്താണ്? ഒന്നും അറിയാവുന്നവരൊന്ന് പെട്ടെന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. എന്താണ് ഈ കോൺസ്റ്റന്റ് പറയുന്ന പേര്? ഒരുപാട് നമ്മൾ പഠിച്ച കാര്യമാണ്, എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക് ആണ്. എന്താണ് സ്നെൽസ് ലോയിലെ ആ ഒരു കോൺസ്റ്റന്റ്? ആര് പറയും? യെസ്, കമോൺ, പെട്ടെന്ന് ആവട്ടെ കേട്ടോ. ഓൾ റൈറ്റ്, യെസ്, ഓൾ റൈറ്റ്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് ഞാൻ പറയാം അല്ലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. N21 എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. അതാണ് നമ്മൾ എന്ത് പറയാം? യെസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ കോൺസ്റ്റന്റ് അല്ലെ, ദ റേഷ്യോ ഓഫ് sign of angle of incidence to the sign of angle of refraction. This particular constant is known as what? Refractive index. Okay, yeah, all right. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ? സാർ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. യെസ്, n is equal to c by v. n is equal to c by v, where c is എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. സാർ നേരത്തെ പറഞ്ഞു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം നിങ്ങൾ ഒരുപാട് അധികം ഇന്റർഫിയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ്, എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഇങ്ങനെ കൂടി ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ വരുന്ന പ്രോബ്ലംസിൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം n is equal to c by v, where c is the എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം and v is the velocity of light in that particular medium. Okay, fine. അപ്പം ഇവിടെ ഇത്രയും വാല്യൂസ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആട്ടോ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഇസ് 1 ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇസ് 1.33 ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഇസ് 1.52 ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഇസ് 2.42. അപ്പം ഈ ഒരു വാല്യൂസ് മേ ബി നിങ്ങൾക്ക് പ്രോബ്ലംസിൽ തരും. അതർവൈസ് എന്ത് ചെയ്യുക? ജസ്റ്റ് ട്രൈ ടു എന്താ പറയുക, ഓർത്തിരിക്കാൻ നോക്കാട്ടോ. ഈ പറഞ്ഞ സർട്ടൻ വാല്യൂസ് നിങ്ങൾ ജസ്റ്റ് ട്രൈ ടു റിമെമ്പർ. ഓൾറൈറ്റ്, ഫൈൻ. യെസ്, അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫിനോമിനയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമുക്ക് ഒരുപാട് അധികം അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നതാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഫിനോമിനൻ ഓഫ് ലൈറ്റ് അല്ലേ. ലൈറ്റിന്റെ ഫിനോമിനയാണ്. എപ്പോഴാണ് സംഭവിക്കുക? അതായത് യെസ്, ഒരു ഫിഗറോട് കൊടുത്തിട്ടുണ്ട്, ഒന്നുമില്ല. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു ലൈറ്റർ മീഡിയം, വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം എന്താ പറയുക ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, എന്ത് സംഭവിക്കാം? മോർ ദാൻ ദ ആംഗിൾ ഓഫ് എന്താ ഇൻസിഡന്റ് ആംഗിൾ വിൽ ബിക്കം എന്താ പറയുക മോർ ഓഫ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? The light will incident back to the same medium. ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെ. ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, എന്നിരുന്നാൽ പോലും ജസ്റ്റ് റീവൈൻഡ് ഇറ്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്യാം, ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒന്നുമില്ല, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ഇൻസിഡന്റ് ആംഗിളിൽ ലൈറ്റ് വന്ന് എന്താ പറയുക കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? there won't be any refraction. Instead എന്ത് സംഭവിക്കുക? the light will reflect back to the same medium and this particular phenomenon is called total internal reflection. ഇതാണ് total internal reflection. All right. Yes, when a ray of light incident on the surface separating two media. Yeah, sir പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. പറഞ്ഞ കാര്യം തന്നെ, വേറെ ഒന്നുമില്ല, നത്തിങ് ബട്ട് പറഞ്ഞ കാര്യമാണ്. The important things when light travels from രണ്ട് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ലൈറ്റ് must be traveling from എവിടെ നിന്നാണ്? ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. കൂടാതെ എന്തായിരിക്കണം? The angle of incidence should be greater than critical angle. The angle of incidence should be greater than critical angle. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അവിടെ സാറ്റിസ്ഫൈ ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ ആയിരിക്കും വരാം, ചെക്ക് വെദർ ദിസ് പെർട്ടിക്കുലർ ഫിനോമിനൻ ഇസ് അണ്ടർഗോയിങ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നായിരിക്കും വരിക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കണം. ഏതൊക്കെയാണ്? The light should be traveling from denser medium to rarer medium and the angle of incidence I should be greater than എന്തായിരിക്കണം? Critical angle. ഈ രണ്ട് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ there will be എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓൾ റൈറ്റ്, യാ, യെസ്, സാർ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ. യെസ്, ഓൾ റൈറ്റ്. അപ്പം എന്താണ് ഈ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് അല്ല, ഐ മീൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ.
ടോട്ടൽ റിഫ്ലക്ഷൻ അഗെയിൻ ജസ്റ്റ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് പറഞ്ഞത് സാർ. ഓക്കെ ദെൻ മറ്റൊരു ടോപ്പിക് ആണ് നമ്മുടെ എപ്പോഴും സിമ്പിൾ ന്യൂമറിക്കൽസ് വരുന്ന ടോപ്പിക്കാണ് പവർ ഓഫ് ലെൻസ്. നത്തിങ് ബട്ട് പവർ ഓഫ് ലെൻസ് ഇസ് നത്തിങ് ബട്ട് എന്താണ്? ഇറ്റ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് അല്ലെ? റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ. അതായത് ഒരു ലെൻസിന്റെ എന്താ പറയാ ഫോക്കൽ ലെങ്ത് വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ ആണ് എന്ത്? പവർ ഓഫ് ലെൻസ് വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ എന്താണ്? പി അല്ലെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എന്താണ്? വിച്ച് ഇസ് വെരി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയോപ്റ്റർ അല്ലെ? ഡയോപ്റ്റർ യൂണിറ്റ് ഓഫ് പവർ ഇസ് നത്തിങ് ബട്ട് ഡയോപ്റ്റർ. യെസ്, പി ഇസ് ഈക്വൽ ടു 1/f വേർ f ഇസ് ദ ഫോക്കൽ ലെങ്ത്. അപ്പം എന്താണ് പവർ? എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ഡയോപ്റ്റർ. ഓക്കെ, ഡി. ഇത് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽസ് വരാറുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ യെസ്, പവർ ഇസ് പോസിറ്റീവ് കൺവേർജിങ് ലെൻസ് കോൺവെക്സ് ആയിരിക്കും. when power is positive, പവർ പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ലെൻസ് ഷുഡ് ബി കോൺവെക്സ്. ആൻഡ് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ലെൻസ് ഷുഡ് ബി കോൺകേവ്. ഓർത്തിരിക്കുക. ജസ്റ്റ് ട്രൈ ടു റിമെമ്പർ. ഓക്കെ, ഓൾ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് ഒരുപാടധികം ഡെറിവേഷൻസ് ആണ് മെജോറിറ്റി ചോദിക്കുക ഡെറിവേഷൻസ് ആണ്. ഡെറിവേഷൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഡെറിവേഷൻ ആണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. അതായത് ഒരു ഗ്ലാസ് പ്രിസം, ഒരു ഒപ്റ്റിക്കൽ പ്രിസത്തിൽ കൂടി ഉണ്ടാകുന്ന ലൈറ്റ് ഉണ്ടാകുന്ന റിഫ്രാക്ഷൻ, അതാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഒന്നുമില്ല. ആ ഒരു പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് കേട്ടോ. ആ ഒരു പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കൂടാതെ മറ്റു ടോപ്പിക്സ് ലൈക്ക് മിറർ ഇക്വേഷൻ ഉണ്ട്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉണ്ട്, എക്സെട്ര. അപ്പം ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. അപ്പം ഈ ഒരു ടോപ്പിക് സാർ എന്ത് ചെയ്യാം പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു കേട്ടോ. എല്ലാവരും ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും ഐ എം അഗൈൻ ടെല്ലിംഗ് യു ദിസ്, ജസ്റ്റ് റിവൈൻഡ് ഇറ്റ്. ഓക്കെ, ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുക. ഓൾറൈറ്റ്. അപ്പം the most important thing is nothing but the figure itself the most important thing. അതായത് ഈ ഫിഗർ പ്രോപ്പർ ആയിട്ട് വരച്ച് ഓരോ ആംഗിൾസും ഓരോ പോയിന്റ്സും പെർഫെക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ ദ മെജോറിറ്റി ജോബ് ഇസ് ഡൺ. ഓക്കെ, ദ മേജർ ജോബ് ഇസ് ഡൺ. അപ്പം ഈ ഒരു ഫിഗറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ ആംഗിൾസിനെയും ഓരോ പോയിന്റ്സിനെയും ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നമ്മുടെ ഫൈനൽ ഡെറിവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പം എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അറിയാവുന്ന എന്താ പറയാ ഓൾറെഡി പഠിച്ചവരാണ്, എന്നിരുന്നാൽ പോലും ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം കേട്ടോ. ഒന്നുമില്ല, ഇറ്റ്സ് എ ട്രയാംഗിൾ പ്രിസം വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ ABC അല്ലെ? ABC ആണ്. ആൻഡ് ആംഗിൾ A ഇസ് നോൺ ആസ് വാട്ട്? ആംഗിൾ A ഇസ് നോൺ ആസ് വാട്ട്? എന്താണ്? ആംഗിൾ ഓഫ് പ്രിസം കേട്ടോ. ആംഗിൾ A എന്ന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് പ്രിസം. ആൻഡ് ഇവിടെ PQ ആണ് ഇൻസിഡന്റ് റേ, QR ഇസ് എന്താണ് റിഫ്രാക്റ്റഡ് റേ, ആൻഡ് RS ഇസ് ആൻ എമർജന്റ് റേ അല്ലെ? അതായത് PQ എന്ന് പറയുന്ന ഇൻസിഡന്റ് റേ പ്രിസത്തിൽ വന്ന് വീഴുന്നു, അതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ. ആൻഡ് ഇവിടെ എത്ര തവണ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്? 2 തവണ. there is 2 times refraction happening in this particular case അല്ലെ? രണ്ട് ടൈംസ് എന്ത് സംഭവിക്കുന്നു? ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. AB എന്ന് പറഞ്ഞ സർഫസിലുണ്ട്, AC എന്ന് പറഞ്ഞ സർഫസിൽ 2 പ്രാവശ്യം എന്ത് സംഭവിക്കുന്നു? റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ഓൾറൈറ്റ്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? AQ എന്താ പറയുക AQNR എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യാം. ജസ്റ്റ് ഇമാജിൻ ഈ ഒരു ഫിഗർ ശരിക്കും തറോ ആയിട്ട് പഠിച്ചു പോവുക, വരച്ച് തന്നെ പഠിച്ചു പോകാം കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഫിഗറിന്. ഓൾറൈറ്റ്. അപ്പം AQNR എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. യെസ്, അപ്പം ആ ഒരു ഫിഗറിൽ ഇറ്റ് ഇസ് ക്ലിയർലി വിസിബിൾ ദാറ്റ് ആംഗിൾ Q പ്ലസ് ആംഗിൾ R ഇസ് ഈക്വൽ എത്രയാണ്? 180 ആണ് അല്ലെ? അതായത് ഒരു ക്വാഡ്രിലാറ്ററിന്റെ ടോട്ടൽ ആംഗിൾസിന് സമയം എത്രയായിരിക്കും? 360 ആയിരിക്കും. അതിൽ നിന്നും ആംഗിൾ Q പ്ലസ് ആംഗിൾ R ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ഓൾറൈറ്റ്. യെസ്, ദെൻ ആംഗിൾ A പ്ലസ് ആംഗിൾ N ഇസ് ഓൾറെഡി എന്താണ്? 180 ആണ്. ആംഗിൾ A എന്താണ്? ആംഗിൾ A ഇസ് ദ ആംഗിൾ ഓഫ് പ്രിസം ആൻഡ് ആംഗിൾ N എന്താണ്? ഈ ക്വാഡ്രിലാറ്ററിന്റെ ഒരു ആംഗിൾ ആണ് അല്ലെ? അപ്പൊ ടോട്ടൽ എത്ര വരും? 180 വരും. അതിന് സാർ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഓൾറൈറ്റ്. ദെൻ R1 plus R2 plus angle N is equal to 180. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ R1 is the angle of refraction, first angle of refraction, and R2 is the second angle of refraction. And angle N is 1 plus angle N is 180. എന്താ പറയാൻ കാരണം? ഒരു ട്രയാംഗിളിന്റെ ടോട്ടൽ ആംഗിൾ സമയം എത്രയാണ്? 180 ആണ് അല്ലെ? അപ്പം ആംഗിൾ R1 plus ആംഗിൾ R2 plus ആംഗിൾ N എത്രയാണ്? 180 ആണ്. ഓൾറൈറ്റ്. അപ്പം സാർ അഗൈൻ വീണ്ടും പറയുന്നു, ദ ഫിഗർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഫിഗർ ശരിക്കും വരച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് ഈ ഒരു ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓൾറൈറ്റ്. അപ്പം നമ്മൾ ഇക്വേഷൻ 1നെയും 2നെയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർലി വിസിബിൾ ആണ്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഈക്വൽ ആണ് അല്ലെ? 180 ആണ്. അപ്പം എന്ത് ചെയ്യാം? R1 പ്ലസ് R2 എന്ന് നമുക്ക് R1 പ്ലസ് R2 is equal to A എന്ന് ക്ലിയർലി വിസിബിൾ ആണ്. ഓൾറൈറ്റ്. അപ്പം R1 പ്ലസ് R2 is equal to ആംഗിൾ A. ഓക്കെ, ഇനി നമുക്ക് ട്രയാംഗിൾ QRM കൺസിഡർ ചെയ്യാം. ആ ഫിഗറിൽ ട്രയാംഗിൾ QRM കൺസിഡർ ചെയ്യാം. അവിടെ ആംഗിൾ ഓഫ് ഡെൽറ്റ
ആംഗിൾ ഓഫ് ഡീവിയേഷൻ സാർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. യെസ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ ഒരു നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്താണ്, അതായത് ഇറ്റ് ഇസ് ദ ആംഗിൾ മേക്കിംഗ് ബിറ്റ്വീൻ എന്തൊക്കെയാണ് ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ അല്ലെ. അതായത് ആ ഒരു സർഫസിന് ഉണ്ടാകുന്ന ഇൻസിഡന്റ് റേയും അതിന്റെ നോർമൽ ആയിട്ട് ഉണ്ടാകുന്ന, യെസ്, ഇവിടെ പി ക്യു എന്ന് പറയുന്ന ഇൻസിഡന്റ് റേ ഈ ഒരു നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെ. കൂടാതെ ഈ ക്യു ആർ എന്ന് പറയുന്ന റിഫ്രാക്റ്റഡ് റേയും നോർമൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് R1 ആൻഡ് സെയിം ക്യു ആറും ഈ എ സി എന്ന് പറഞ്ഞ സർഫസിന് നോർമൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് R2. ഇവിടെ ഒരു മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം മക്കളെ, ഇ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടോ, എന്താണ് എമർജൻസ് ആംഗിൾ ആണ്, ആംഗിൾ ഓഫ് എമർജൻസ്. ഒന്നുമില്ല, ഈ പി ക്യു എന്ന് പറയുന്ന ഇൻസിഡന്റ് റേ നമ്മുടെ പ്രിസത്തിൽ വന്ന് വീണു. ദെൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന റേ എത്രയാണ്, എന്താണ് RS ആണ് അല്ലെ, അതാണ് എമർജന്റ് റേ. അപ്പം ദ ആംഗിൾ മേക്കിംഗ് ബിറ്റ്വീൻ എമർജന്റ് റേ ആൻഡ് നോർമൽ ആണ് ആംഗിൾ ഓഫ് എമർജൻസ് വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ ദ ടേം ഇ. ഓൾ റൈറ്റ്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആംഗിൾ ഉണ്ട്, മിക്കവരും വിട്ടുപോകുന്ന ഒരു ആംഗിൾ ആണ് ഡെൽറ്റ അഥവാ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇവിടെ പി ക്യു എന്ന് പറയുന്ന ഇൻസിഡന്റ് റേ എന്താ പറയാ എമർജന്റ് റേ ആയിട്ട് പോകുന്നു, എമർജന്റ് റേ ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് അല്ലെ. അപ്പം എത്രത്തോളം ഡീവിയേഷൻ അവിടെ അണ്ടർഗോയിങ് ചെയ്തു, എത്രത്തോളം ഡീവിയേഷൻ അവിടെ ടേക്സ് പ്ലേസ് ചെയ്തു, ആ ഒരു ആംഗിൾ ആണ് എന്ത്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ. ഓൾ റൈറ്റ്. യെസ്, ഓക്കെ. അപ്പം ഇനി നോക്കാം. യെസ്, ഫ്രം ട്രയാംഗിൾ ക്യു ആർ ഡെൽറ്റ is equal to I minus R1 plus E minus R2. ഓക്കെ, അതായത് എക്സ്റ്റീരിയർ ആംഗിൾ is equal to എന്താണ്, സം ഓഫ് ഇന്റീരിയർ ആംഗിൾ അല്ലെ, സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പം ഡെൽറ്റ is equal to I minus R1 plus E minus R2 ആണ്. ക്ലിയർലി വിസിബിൾ ആണ്. ഐ മീൻ അഗൈൻ ടെലിംഗ് ദാറ്റ് ജസ്റ്റ് ആ ഒരു ഫിഗർ എന്തായാലും നിങ്ങൾ വരച്ചു തന്നെ പഠിക്കാം കേട്ടോ. ഓൾ റൈറ്റ്. യെസ്, ഇതിൽ നിന്നും സാർ ഒന്ന് റീഅറേഞ്ച് ചെയ്തു, I plus E minus R1 plus R2 ആക്കി. R1 മൈനസ് ആയിരുന്നു, R1 plus R2 ആക്കി. ഓൾ റൈറ്റ്. അപ്പം ഓൾറെഡി അറിയാം R1 plus R2 എന്തായിരുന്നു, എ ആയിരുന്നു അല്ലെ, നമ്മുടെ തൊട്ട് മുന്നേ ഇതിണ്ടായിരുന്നു R1 plus R2 is equal to A ആയിരുന്നു, ആംഗിൾ ഓഫ് പ്രിസം ആയിരുന്നു. അപ്പം ഈ R1 plus R2 പറ സാർ എന്ത് കൊടുത്തു, എ എന്ന് കൊടുത്തു. ഓൾറൈറ്റ്. യെസ്, ദെൻ എന്താ ഒന്ന് റീഅറേഞ്ച് ചെയ്തു, I plus E is equal to ഡെൽറ്റ പ്ലസ് എ എന്ന് കിട്ടി. I plus E is equal to ഡെൽറ്റ പ്ലസ് എ എന്ന് കിട്ടി. ഓൾറൈറ്റ്. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഒരു ഗ്രാഫ് പ്ലോട്ട് ആണ് അല്ലെ, ഒരു ഗ്രാഫ് വിച്ച് ഇസ് ഇമ്പോർട്ടന്റ് ഒരു ഗ്രാഫ് ആണ്. ഈ ഒരു ഗ്രാഫ് സാർ ലാസ്റ്റ് ഇപ്പൊ കാണിച്ചിട്ട് സാർ കണ്ടിന്യൂ കേട്ടോ, ആ ഗ്രാഫ് കാണിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം. അതായത് ഇറ്റ്സ് എക്സ്പെരിമെന്റൽ ഗ്രാഫ് ആണ്. യെസ് 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 അവിടെ ഓക്കെ. അതായത് നമ്മൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രാജുവലി, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഡെൽറ്റ നമ്മൾ കർവാണ്ടോ എപ്പോഴും ചോദിക്കാനുള്ള കർവാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ കർവ് ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ഡെൽറ്റ. ഇവിടെ സാർ എന്താ ചെയ്യുക വെച്ചാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ, ഒരു പെർട്ടിക്കുലർ ആംഗിൾ വരെ എന്താ സംഭവിക്കുക, ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു വരും. ബട്ട് ബിയോണ്ട് സം ഒരു എന്താ പറയുക പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് എന്താ സംഭവിക്കുക, നേരെ വൈസ് വേഴ്സ, നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. ഞാൻ വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുക, ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ വിൽ ഗ്രാജുവലി ഇൻക്രീസ് ആൻഡ് ദ ലോവസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് എന്താ പറയുക ദ മാക്സിമം ദ ലോവസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് എന്താ ഏറ്റവും കുറവ് പോയിന്റ് ഉണ്ടാവുന്നതാണ് എന്താ പറയുക ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദിസ് കർവ് ഇസ് നോട്ടഡ് ആസ് എന്താണ് D which is denoted by എന്താണ് the point of minimum deviation. ഈ ഒരു കാര്യം മക്കൾ ഓർത്തിരിക്കുക കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നുമില്ല, ഇറ്റ് ഇസ് ദ curve between angle of incidence and angle of deviation. All right. ഒരു ഇനീഷ്യൽ ഒരു എന്താ പറയുക ഡിഗ്രീസിൽ ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുക, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഗ്രാജുവലി കുറഞ്ഞു വരും. ബിയോണ്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ശേഷം ഞാൻ വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുക, നത്തിങ് ബട്ട് ദ ഗ്രാഫ് വിൽ ഓബ്വിയസ്ലി ഒരു ഗ്രാജുവലി ഇൻക്രീസ് ഉണ്ടാവും അല്ലെ. അപ്പം ആ ലോവസ്റ്റ് പോയിന്റിനെ പറയുന്ന പേരാണ് ദ പോയിന്റ് ഓഫ് മിനിമം ഡീവിയേഷൻ. ഓൾ റൈറ്റ്. ഇനി നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ കേട്ടോ. ഓൾ റൈറ്റ്. ഓക്കെ. ഈ ഒരു കണ്ടീഷൻ നോക്കാം. ഈ ഒരു കണ്ടീഷനാണ് സാർ നേരത്തെ പറഞ്ഞു, ആ ഒരു എക്സ്പ്ലനേഷൻ കാണിച്ചിട്ടോ, എന്താണ് ആ ഒരു കർവിന്റെ എക്സ്പ്ലനേഷൻ കാണിച്ചുതരാം. ഇഫ് വി ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിക്രീസസ്, റീച്ചസ് എ മിനിമം വാല്യൂ ആൻഡ് ദെൻ ഇൻക്രീസ്. ദ മിനിമം വാല്യൂ ഇസ് നോൺ ആസ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അതായത് ഏറ്റവും മിനിമം വാല്യൂവിൽ എന്താ സംഭവിക്കുക, ആ ഗ്രാജുവലി ഡിക്രീസിംഗ് ആയിട്ടുള്ള കർവ് ദെൻ സ്റ്റാർട്ട് ടു ഇൻക്രീസ്. ദാറ്റ് ലോവസ്റ്റ് പോയിന്റ് ഇസ് നോൺ ആറ്റ് the minimum value is known as the angle of minimum deviation. ആ ഒരു പോയിന്റിലെ കേസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. നോക്കാം. Yes, at that particular point, angle of incidence will be equal to angle of emergence. And കൂടാതെ എന്താണ്
ആംഗിൾ ഓഫ് ഫസ്റ്റ് റിഫ്രാക്ഷൻ R1 is equal to ആംഗിൾ ഓഫ് സെക്കൻഡ് റിഫ്രാക്ഷൻ R2. അതിന് സാർ കോമൺ ആയിട്ട് R എന്ന് കൊടുത്തു. കൂടാതെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, അതായത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു D. ഇനി നമുക്ക് ഈ കാര്യം നേരെ നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്ത ഇക്വേഷൻസിൽ എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കാം. യെസ്, R plus R is equal to A ആണ് അല്ലെ. R1 is equal to R2 ആണ്, which is equal to R. അപ്പം R1 plus R2 ന് പകരം R plus R is equal to A and 2R is equal to A. ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാം? R is equal to A by 2 ആണ് അല്ലെ. R is equal to A by 2 ആണ്. കൂടാതെ I plus I is equal to A plus D ആണ്. I plus I എന്താണ് ഇവിടെ കൊടുത്തു അല്ലെ, E എന്താണ് I ഈക്വൽ ആണ്. അപ്പം I plus I is equal to A plus D എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം 2I is equal to A plus D. ഓൾറൈറ്റ്, അതിൽ നിന്നും I is equal to എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I is equal to A plus D ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കിട്ടി, ആംഗിൾ ഓഫ് ഇൻസിഡൻസും കിട്ടി. ഇനി എന്താ യൂസ് ചെയ്യുക? ഒന്നുമില്ല, നമ്മുടെ സ്നെൽസ് ലോക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം അല്ലെ. സ്നെൽസ് ലോയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? ബൈ യൂസിങ് സ്നെൽസ് ലോ. യെസ്, ബൈ യൂസിങ് സ്നെൽസ് ലോ. യെസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ ആണ് അല്ലെ. അപ്പം നമുക്ക് ഓൾറെഡി കിട്ടിയ ഐയുടെ വാല്യൂ കൊടുക്കുക, സൈൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ ആൻഡ് സൈൻ ഓഫ് റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആയി. ഇതാണ് നമ്മുടെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം ഇസ് ഈക്വൽ ടു എന്താണ്? സൈൻ ഓഫ് A plus D by 2 ഹോൾ ഡിവൈഡ് ബൈ സൈൻ ഓഫ് A by 2. വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്. ഈ ഒരു ഇക്വേഷൻ എന്തായാലും ചോദിക്കും. ഇത് വെച്ചുള്ള പ്രോബ്ലംസും എന്താ പറയുക ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓൾറൈറ്റ്, ഇനി ഇതിന്റെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഫോർ സ്മോൾ ആംഗിൾ പ്രിസം. ഫോർ സ്മോൾ ആംഗിൾ പ്രിസം. യെസ്, ഫോർ സ്മോൾ ആംഗിൾ പ്രിസം, അതായത് എന്താ പറയുക മക്കളെ? For smallest value of theta, sin theta is approximately equal to എന്താണ്? theta ആണ് അല്ലെ. For small values of theta, sin theta is approximately equal to theta ആണ്. ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഓർത്തിരിക്കുക. ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് ഫോർ സ്മോൾ ആംഗിൾഡ് പ്രിസം. അപ്പം പ്രിസത്തിന്റെ ആംഗിൾ എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി സ്മോളർ വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ sin A plus D by 2 എന്തായിരിക്കും? is approximately equal to A plus D by 2 ആയിരിക്കും. യെസ്, നോക്കുക, A plus D by 2 വന്നു. Sin A by 2 is approximately equal to A by 2 എന്ന് വന്നു. A by 2 എന്ന് വന്നു. ഓൾറൈറ്റ്, ഓക്കെ, ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇത് സിമ്പിൾ ആണ്. റെസിപ്രോക്കൽ എടുത്ത് ഇവിടെ എന്താ പറയുക, ഇതിനെ നേരെ റെസിപ്രോക്കൽ എടുത്തു. യെസ്, ആൻഡ് റീഅറേഞ്ച് ചെയ്യുക. A plus D by A is equal to 1 plus A by A എന്താണ്? 1 ആണ്. 1 plus D by A എന്ന് വന്നു. ആൻഡ് D by A is equal to N2 minus 1. N2 minus 1 where D is equal to N2 minus 1 into A. യെസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കേട്ടോ. ഫോർ സ്മോൾ ആംഗിൾ പ്രിസം, yes, for small angle prism D is equal to angle of minimum deviation, D is equal to N21 minus 1 N21 minus 1 into A. ഇതാണ് നമ്മുടെ ഫൈനൽ ഡെറിവേഷൻ, ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, യെസ്. അപ്പം ഈ ഒരു കേസ് ഓൾറെഡി പഠിച്ചതാണെങ്കിൽ പോലും ഒന്നുകൂടിയും എന്താ പറയുക ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആംഗിൾ ഓഫ് എന്താ പറയുക നമ്മുടെ റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. അപ്പം അതുകൊണ്ടാണ് സാർ വീണ്ടും ഇത് പറഞ്ഞത് കേട്ടോ. ഓൾറൈറ്റ്, അപ്പം ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പം നമുക്കൊരു എന്താ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലെ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. യെസ്, an equi-convex lens forms a 2 times enlarged real image when the object is kept 16 centimeter from it. The lens is cut into 2 identical plano-convex lenses. If the object is again kept 16 centimeter in front of one of these lenses, find the nature and position of image formed. 2022 നിങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2022 നിങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങൾക്ക് എന്തൊരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാലും ഒരു 2 or 3 ടൈംസ് ഒരു തറോ ആയിട്ട് വായിക്കട്ടോ. ബിക്കോസ് ഒരുപാടധികം നിങ്ങളെ തെറ്റിക്കാനുള്ള ഒരുപാടധികം അവിടെ എന്താ പറയുക ലൂപ്പ് ഹോൾസ് അവിടെ ഉണ്ടാവും. അപ്പം ഇൻ ഓർഡർ ടു സോർട്ട് ഔട്ട് ദാറ്റ് എന്ത് ചെയ്യാം? നിങ്ങൾ 3 ടൈംസ് എന്ത് ചെയ്യാം? എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യനിൽ നോക്കാം എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അപ്പം ഗിവൻ ഡേറ്റാസ് ആദ്യം എടുത്ത് ചെയ്താൽ അല്ലെ. ഇറ്റ്സ് എ ഇക്വി കോൺവെക്സ് ലെൻസ് അല്ല, അതായത് ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ്. ഇക്വി മീൻസ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ്. which forms 2 times enlarged real image. Yes, 2 times enlarged real image. അതായത് സാർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു ഇക്വി കോൺവെക്സ് ലെൻസ്, അതായത് 2 sided ലെൻസ്, ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ്. ഇതില് എന്താ പറയുന്നത്? മാഗ്നിഫിക്കേഷൻ അല്ലെ. എൻലാർജസ് മീൻസ് മാഗ്നിഫിക്കേഷൻ എത്രയാണ്? M is equal to 2 times എന്ന് പറഞ്ഞല്ലേ. 2 times, which means 2 times എന്ന് പറയുമ്പോൾ എന്താ? റിയൽ ഇമേജ് ആണ്. റിയൽ ആണെങ്കിൽ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും കേട്ടോ. റിയൽ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ വിൽ ബി നെഗറ്റീവ്. അപ്പൊ എത്രയാണ്? -2 ആണ്. നെഗറ്റീവ് 2 ആണ് അതിന്റെ എന്താണ്? മാഗ്നിഫിക്കേഷൻ ഇസ് -2. കൂടാതെ എന്താ പറയുന്നത്? when the object is kept 16 centimeter from it, അതായത് ഈ ഒരു ലെൻസിൽ നിന്നും
16 അല്ലെങ്കിൽ 16 സെന്റിമീറ്റർ അകലെയാണ് എന്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ്. ഓക്കെ, ദ ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ് 16 സെന്റിമീറ്റർ ഫ്രം ദ ഒപ്റ്റിക്കൽ സെന്റർ. ഓക്കെ, അപ്പം ഒരു ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്നും 16 സെന്റിമീറ്ററിൽ എന്താ പറയുക ലെഫ്റ്റ് സൈഡിലാണ് വാട്ട് എവർ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ എന്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഒബ്ജക്ട് ഇസ് പ്ലേസ്ഡ്. ഓക്കെ, അപ്പം എന്താ u is equal to u is the distance between object and lens അല്ലേ. u is the distance between object and lens എത്രയാണ് 16 സെന്റിമീറ്റർ ആണ്. കൂടാതെ ഇവിടെ നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യണം? You have to consider new Cartesian sign convention അല്ലേ. You have to consider new Cartesian sign convention. According to that particular law എന്താണ് the left side of this particular optic center എന്തായിരിക്കും? It should be denoted with negative sign അല്ലേ. It should be denoted with negative sign. അപ്പം u എന്ത് കിട്ടി? negative 16 സെന്റിമീറ്റർ. അപ്പം ഇതാണ് നമ്മുടെ given datas അല്ലേ. ഇതാണ് നമ്മുടെ given datas. ഇവിടെ പറയുന്നത് the lens is cut into two identical plano convex lenses. അപ്പം ഈ ഒരു equi convex ലെൻസിനെ എന്താക്കി മാറ്റി? ഇതിന്റെ സെന്റർ പോർഷനിലൂടെ കട്ട് ചെയ്തു അല്ലേ. സെന്റർ പോർഷനിലൂടെ കട്ട് ചെയ്തു, എന്താക്കി മാറ്റി? കട്ട് ചെയ്തിട്ട് ഇതിനെ രണ്ട് ഈക്വൽ ആയിട്ടുള്ള പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ആക്കി മാറ്റി. രണ്ട് ഈക്വൽ ആയിട്ടുള്ള പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ആക്കി മാറ്റി. ലൈക്ക് ഇങ്ങനെ ആയിട്ട് വരും കേട്ടോ ഏകദേശം. യെസ്, രണ്ട് പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ആക്കി മാറ്റി. ഓക്കെ, അപ്പം ഒരെണ്ണം കോൺവെക്സ് ലെൻസും ഒരെണ്ണം കോൺകേവ് ലെൻസ് ആയി മാറി അല്ലേ. യെസ്, ഇങ്ങനെയായിട്ട് മാറി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ലെൻസ് ഇസ് കട്ട് ഇൻ ടു യെസ്. ഓക്കെ, ദെൻ ഇഫ് ദ ഒബ്ജക്ട് ഇസ് അഗെയിൻ കെപ്റ്റ് 16 സെന്റിമീറ്റർ ഫ്രം ദ വൺ ഓഫ് ദീസ് ലെൻസസ്, അതായത് വീണ്ടും നമ്മുടെ ഒബ്ജക്ട് ഇസ് കെപ്റ്റ് 16 സെന്റിമീറ്റർ ഫ്രം വൺ ഓഫ് ദിസ് ലെൻസ്. ഈ വീണ്ടും നമ്മുടെ ഒബ്ജക്ട് ഒരു 16 സെന്റിമീറ്റർ അകലെയാണ് വെച്ചിരിക്കുന്നെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇമേജിന്റെ സൈസ് ആൻഡ് നേച്ചർ അല്ലെ, നേച്ചർ ആൻഡ് പൊസിഷൻ ഓഫ് ദ ഇമേജ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പം ഇവിടെയും നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിവിടെ മാഗ്നിഫിക്കേഷൻ അറിയാം അല്ലെ. ഇവിടെ ഓൾറെഡി മാഗ്നിഫിക്കേഷൻ അറിയാം, ആൻഡ് മാഗ്നിഫിക്കേഷൻ അറിയാം, ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട് ആൻഡ് ഒപ്റ്റിക് സെന്റർ അറിയാം. അപ്പം ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ദ ഇമേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് ഒപ്റ്റിക് സെന്റർ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഇക്വേഷൻ? m is equal to v by u ആണ് അല്ലെ. m is equal to v by u ആണ്. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? v ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ v is equal to എന്ത് വരും? m into u which is equal to minus 2 into minus 16 which is equal to 32 സെന്റിമീറ്റർ കിട്ടി അല്ലെ. 32 സെന്റിമീറ്റർ കിട്ടി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് ഒപ്റ്റിക് സെന്റർ കിട്ടി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട് ആൻഡ് ഒപ്റ്റിക് സെന്റർ കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം അല്ലെ. ഫോക്കൽ ലെങ്ത് ഇൻ ഓർഡർ ടു ഡു ദാറ്റ് we have to use what? Lens equation അല്ലെ. we have to implement lens equation which is എന്താണ് equal to 1 by f is equal to 1 by v minus 1 by u അല്ലെ. 1 by v minus 1 by u ആണ്. ഈ ഒരു ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. 1 by f is equal to 1 by v minus 1 by u. ഓക്കെ, സാറേ ക്വസ്റ്റ്യൻ മാറ്റി സാർ. ഓക്കെ, 1 by f minus 1 by u. ഓൾറൈറ്റ്, അപ്പോൾ ഇതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് we have to find it out what is the focal length അല്ലെ. ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പം ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഒന്നുമില്ല. 1 by f is equal to 1 by v minus 1 by u ആണ്. നമുക്ക് എന്താ അറിയാം? യെസ്, we know that 1 by v is equal to 1 by 32 minus 1 by 16 അല്ലെ. 1 by 16 വരും. യെസ്, 1 by minus 16. ഓക്കെ, 1 by minus 16 വരും. അപ്പം മൈനസും പ്ലസ് ആയി. അപ്പം നമ്മുടെ ആൻസർ വിൽ ബി ലൈക്ക് എത്ര വരും? 3 by 32 അല്ലെ. 3 by 32 is 3 by 32 വരും. യെസ്, 3 by 32 വരും നമ്മുടെ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. 1 by f is equal to 3 by 32 വന്നു കഴിഞ്ഞാൽ what will be focal length f? Nothing but നേരെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പം ഫോക്കൽ ലെങ്ത് f will be equal to 32 by 3 സെന്റിമീറ്റർ അല്ലെ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് കിട്ടിയത് കേട്ടോ. ഫോക്കൽ ലെങ്ത് 32 by 3 സെന്റിമീറ്റർ കിട്ടി. ഓൾറൈറ്റ്, ഇനി ചെയ്യേണ്ട കേസ് ഒന്നുമില്ല. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ലെൻസിനെ അല്ലെങ്കിൽ ഒരു ഇക്വി കോൺവെക്സ് ലെൻസിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് ഈക്വൽ പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് വിൽ ബി ഈക്വൽ ടു f dash will be equal to എന്തായിരിക്കും? 2f ആയിരിക്കും കേട്ടോ. The effective focal length of this particular lenses, our combination of these lenses will be equal to f dash will be equal to 2f ആയിരിക്കും. 2 times focal length ആയിരിക്കും. ഈ ഒരു കാര്യം മക്കൾ ഓർത്തിരിക്കുക, വെരി ഇമ്പോർട്ടന്റ് തിങ്. ഓക്കെ, ഈ ഒരു കാര്യം മക്കൾ ഓർത്തിരിക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് തിങ്. ഓൾറൈറ്റ്, അപ്പം ഈ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കേസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേസിലെ ഈ ഒരു സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്ലെയിനോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. ഒന്നുമില്ല, നമുക്ക് ഓൾറെഡി ഫോക്കൽ ലെങ്ത് എഫ് അറിയാം. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എഫ് ഡാഷ്? അപ്പം സർവ് ചെയ്താട്ടോ. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 2 into 32 by 3 എന്ന് വരും അല്ലെ. 2 into 32 by 3 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു
വിച്ച് ഇസ് ഈക്വലൻ ടു 64/3 അല്ലെ 64/3 വരും വിച്ച് ഇസ് ഈക്വലൻ ടു 64/3 വരും യെസ് അപ്പം 64/3 സെന്റിമീറ്റർ കിട്ടി നമ്മുടെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് അതായത് ഈ രണ്ട് കോമ്പിനേഷൻ ഓഫ് പ്ലെയിനോ കോൺവെക്സ് ലെൻസിന്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എത്ര വരും 64/3 സെന്റിമീറ്റർ വരും ഓൾറൈറ്റ് അപ്പം ഇതോട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഓൾറെഡി വീണ്ടും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കേസിലാണെങ്കിലും ഈ ഒരു സെക്കൻഡ് കേസിലാണെങ്കിലും ദ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാണ് യു ഇസ് ഈക്വൽ ടു 16 സെന്റിമീറ്റർ ആണ് അല്ലെ ഒബ്ജക്ട് ഇസ് ഈക്വൽ ടു -16 സെന്റിമീറ്റർ ആണ് അക്കോർഡിംഗ് ടു നമ്മുടെ യെസ് ഓക്കെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വീണ്ടും നെഗറ്റീവ് സൈൻ ആയിരിക്കും അപ്പൊ നമുക്ക് വീണ്ടും എന്തറിയാം യു ഇസ് ഈക്വൽ ടു -16 സെന്റിമീറ്റർ ആണ് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് ഓപ്റ്റിക് സെന്റർ അല്ലെ യെസ് അപ്പം അതിനുവേണ്ടി നമുക്ക് അഗൈൻ വി ആർ യൂസിംഗ് ദ ലെൻസ് ഇക്വേഷൻ 1/f is equal to 1/v minus 1/u 1/f is equal to 1/v minus 1/u ഇതിൽ നിന്ന് നമുക്ക് എന്ത് പിടിക്കാം 1/v is equal to 1/v is equal to all right 1/v is equal to 1/v is equal to 1/f minus 1/u ആണ് അല്ലെ 1/f minus 1/u ആണ് നമുക്കറിയാം ഓൾറെഡി ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ പോസിറ്റീവ് ആക്കി കുഴപ്പമില്ലല്ലോ ഇവിടെ ഓൾറെഡി നെഗറ്റീവ് സൈൻ ഉണ്ടല്ലേ യു ഇസ് ഓൾവേസ് ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ് യു ഇസ് ഓൾവേസ് -16 സെന്റിമീറ്റർ അപ്പം അതുകൊണ്ട് സാർ എന്ത് ചെയ്തു ഇവിടെ പോസിറ്റീവ് ആക്കി അപ്പൊ എന്തോരും 1/f is equal 1/f plus 1/u എന്ന് വരും 1/f plus 1/u എന്ന് വരും അപ്പം ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്താണ് 1/f is equal to അപ്പം ഇതിന്റെ 3/64 വരും അല്ലെ 1/f എന്ന് പറയുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം 3/64 പ്ലസ് ഇവിടെ എത്രയാണ് 1/16 1/16 വരും 1/16 ഓക്കെ 1/16 വരും ഓക്കെ അപ്പം ഈ ഒരു കേസിൽ ഓക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതായത് മക്കളെ ഇവിടെ ഓൾറെഡി 1/v വരുമ്പോൾ 1/v is equal to ഓൾവേസ് എത്രയായിരിക്കും 1/v എന്ന് പറയുമ്പോൾ മൈനസ് ആയിരിക്കും അല്ലെ മൈനസ് ആയിരിക്കും 1/v is equal to 1/f മൈനസ് അല്ലെങ്കിൽ 1/f മൈനസ് 1/v is equal to 1/v is equal to ഇതിനെ ഞാൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ 1/f പ്ലസ് 1/u ആയിരിക്കും പക്ഷേ ഇവിടെ നെഗറ്റീവ് ഉള്ള കാരണം എന്തായി മാറും നെഗറ്റീവ് ഉള്ള കാരണം ഇവിടെ നെഗറ്റീവ് മാറും കേട്ടോ ഇവിടെ നെഗറ്റീവ് ഉള്ള കാരണം മാത്രം ഇവിടെ നെഗറ്റീവായി മാറും അപ്പം ഇവിടെ പ്ലസ് അല്ല മൈനസ് ആവും കേട്ടോ ഓക്കെ നെഗറ്റീവായി വരും ഓക്കെ ഇനി ഒന്നുമില്ല വി ആർ ഓൾമോസ്റ്റ് ഡൺ ഒന്നുമില്ലടാ നമുക്ക് ഈ ഒരു ടേമിന്റെ എന്താ പറയാ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ നമുക്ക് ഈ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇതിനോട് എന്തിനു വേണ്ടിയാണ് നമുക്ക് ഈ 64 ആയിട്ട് ഈസിലി എന്താ പറയാ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഓക്കെ ഡിവൈഡ് ഇൻറ്റു 4 ഇൻറ്റു 4/4 ചെയ്തു അപ്പൊ എന്തൊരും 3/64 മൈനസ് 4/64 എന്ന് വരും അല്ലെ അപ്പൊ എന്തൊരും -1/64 വരും -1/64 വരും അങ്ങനെയാണെങ്കിൽ വി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും വി വിൽ ബി ഈക്വൽ ടു -64 സെന്റിമീറ്റർ -64 സെന്റിമീറ്റർ എന്ന് വരും അല്ലെ വി വിൽ ബി ഈക്വൽ ടു -64 സെന്റിമീറ്റർ എന്ന് വരും -64 സെന്റിമീറ്റർ എന്ന് വരും അപ്പം മാഗ്നിഫിക്കേഷൻ ഒന്നുകൂടി കണ്ടുപിടിക്കാം നമുക്ക് വീണ്ടും മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി മാഗ്നിഫിക്കേഷൻ m is equal to എന്താണ് v/u ആണ് അല്ലെ v/u ആണ് അപ്പം -64 ഡിവൈഡ് ബൈ u എന്താണ് -16 അങ്ങനെയാണെങ്കിൽ 4 വരും പോസിറ്റീവ് 4 വരും മാഗ്നിഫിക്കേഷൻ അപ്പം മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഉണ്ടാകുന്ന ഇമേജ് എന്തായിരിക്കും ദ ഇമേജ് വിൽ ബി വെർച്വൽ അല്ലെ അപ്പം ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് എന്തൊക്കെയായിരിക്കും ഇമേജ് വിൽ ബി വെർച്വൽ ആയിരിക്കും പിന്നെ കൂടാതെ മാഗ്നിഫിക്കേഷൻ 4 ആണല്ലേ മാഗ്നിഫിക്കേഷൻ 4 എന്ന് വെച്ചാൽ എന്താണ് ഒന്നുമില്ല ഇറ്റ്സ് ആൻ എൻലാർജ്ഡ് മാഗ്നിഫൈ ചെയ്തു അപ്പൊ എന്തായിരിക്കും എൻലാർജ്ഡ് ആയിരിക്കും കേട്ടോ സ്മോളർ അല്ല എൻലാർജ്ഡ് ഫിഗർ ആയിരിക്കും എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ 2022 വന്ന ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ആൻഡ് നമ്മുടെ ലെൻസസ് ഇക്വേഷൻ ഒക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം ആൻഡ് ദിസ് പെർട്ടിക്കുലർ സ്പ്ലിറ്റിംഗ് ഈ ഒരു എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് f' is equal to 2f ഈ ഒരു കോൺസെപ്റ്റ് കൂടി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഓൾ റൈറ്റ് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ അപ്പം ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ഓക്കെ ഫൈൻ സാറേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചോ. ഓക്കെ യെസ് സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ് എ കോൺവെക്സ് ലെൻസ് ഹാസ് 20 centimeter focal length in air. Okay, a convex lens, what happened? A convex lens has 20 centimeter focal length in air. What is its focal length in water? അതായത് ഒരു 20 centimeter focal length വരുന്ന ഒരു കോൺവെക്സ് ലെൻസ് when dipped in water, ഒരു വാട്ടറിൽ ഞാൻ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇറ്റ്സ് ഫോക്കൽ, അവിടെ ഉണ്ടാകുന്ന ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഉണ്ടാകുന്ന ഫോക്കൽ ലെങ്ത് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നോക്കാം സിമ്പിൾ ആണ്, നോക്കുക. യെസ്, അപ്പം ഇവിടെ സാർ ഓൾറെഡി പറഞ്ഞു ചില കേസിൽ എന്താ നമ്മുടെ റിഫ്രാക്റ്റീവ്നെസ് ഓഫ് എയറും അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ്നെസ് ഓഫ് വാട്ടർ ഒക്കെ നമുക്ക് ഗ്ലാസും വാട്ടറൊക്കെ തരും. അല്ലാത്ത കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൾറെഡി പഠിച്ചിരിക്കുക, ചെറിയ വാല്യൂസ് ആണ് പഠിച്ചിരിക്കുക. ഇൻ കേസ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണം? യു ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. അപ്പം ഇൻ ഓർഡർ ടു ഡു ദാറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ, എന്തൊക്കെയാണ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാറേ കാണിച്ചോ. യെസ് ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ, അപ്പം ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണ്? നമ്മുടെ ഫോക്കൽ ലെങ്ത് ഓഫ് നമ്മുടെ ലെൻസ് അറ്റ് 20 എയർ എത്രയാണ്? 20 centimeter ആണ്. അതായത് ഫോക്കൽ ലെങ്ത് ഓഫ് ഗ്ലാസ്, നമ്മുടെ ഗ്ലാസ് ആയിട്ടുള്ള ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അറ്റ് എയർ എത്രയാണ്? 20 centimeter ആണ്. ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഓൾറെഡി നോൺ ആണ്, എത്രയാണ്? 1 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ടറിൽ ഈ ലെൻസ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, FW ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾ റൈറ്റ്, ദെൻ refractive index of water എത്രയാണ്? 1.33. refractive index of water is 1.33 and refractive index of glass is എത്രയാണ്? 1.5. ഓക്കെ, അപ്പം നോക്കാം. യെസ്, നമ്മുടെ ഇക്വേഷൻ അറിയാം അല്ലെ. ഇക്വേഷൻ നമ്മൾ നേരത്തെ നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു ഇക്വേഷൻ ആണ് നമ്മുടെ. യെസ്, 1/f is equal to refractive index of second medium minus refractive index of first medium divided by refractive index of first medium into 1 by R1 minus 1 by R2. നിങ്ങൾ റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫസ് ആ ഒരു കേസിൽ പഠിച്ചൊരു ഇക്വേഷൻ ആണ്. റിഫ്രാക്ഷൻ അറ്റ് കോൺവെക്സ് സർഫസ് അല്ലെങ്കിൽ സ്ഫെറിക്കൽ സർഫസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ഉണ്ട്. അവിടെ പഠിച്ചിരിക്കുന്ന ഒരു ഡെറിവേഷൻ ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പം ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആണ്, നോക്കിയിരിക്കുക. ഓൾറൈറ്റ്, അപ്പം ഈ ഒരു ഫസ്റ്റ് കേസിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? what will be the focal length of lens when dipped in water? വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഞാൻ ഇതിനെ എന്ത് ചെയ്തു? ഫസ്റ്റ് നമുക്ക് 1/FA അതായത് ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് അറ്റ് എയർ കൊടുത്തു. അവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓൾറൈറ്റ്, ഇതിന് സാറ് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് അറ്റ് വാട്ടർ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പം സെക്കൻഡ് കേസിന് കൊടുത്തു, അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇവിടെ നോക്കുക, 1/R1 minus 1/R2 ഇറ്റ്സ് എ കോമൺ ടേം അല്ലേ, ഇറ്റ്സ് എ കോമൺ ടേം. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. യു ക്യാൻ സിംപ്ലി ക്യാൻസൽ ഔട്ട് ദാറ്റ് പെർട്ടിക്കുലർ ടേംസ്. ഓൾറൈറ്റ്, അപ്പം ഇനി ഒന്നുമില്ല, സാർ എന്ത് ചെയ്തു? ഇതിനെ ഒന്ന് പരസ്പരം ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇവിടെ എന്താ വരിക? നേരെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ വരും അല്ലെ, അങ്ങനെയാണെങ്കിൽ യെസ്, FW ബൈ അതായത് ഫോക്കൽ ലെങ്ത് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ ഫോക്കൽ ലെങ്ത് അറ്റ് എയർ, ഇതിനെ ഡിവൈഡ് ചെയ്തു. അപ്പം എന്ത് വന്നു? ഇതിന് നേരെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. യെസ്, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം NG മൈനസ് NA ഡിവൈഡ് ബൈ NA. NA എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ. NG എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. ഇൻടു NG മൈനസ് NW ബൈ NW. NW എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. ഓൾറൈറ്റ്, ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് FW ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, അതായത് ഫോക്കൽ ലെങ്ത് ഓഫ് നമ്മുടെ ലെൻസ് അറ്റ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഒന്നുമില്ല, നമുക്ക് ഈ FA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. FA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക സിംപ്ലി. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഒന്നുമില്ല. There is no other gimmicks, nothing but just substituting all those values. Okay, just substituting all those values in this particular equation and you will get the final answer. Okay, you will get the final answer. സാർ സ്പീഡിൽ പറഞ്ഞു പോകും, ബിക്കോസ് ഒന്നുമില്ല, നമുക്ക് ഇനി ഒരുപാട് ചാപ്റ്റേഴ്സ് നോക്കാനുണ്ട് കേട്ടോ. ഒരു 4 ചാപ്റ്റേഴ്സും കൂടി സാർ പെട്ടെന്ന് തീർക്കാനുണ്ട്. അപ്പം ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, മക്കൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്സ് ആണ്. എന്നിരുന്നാൽ പോലും just note down these important questions. Okay, just note down these important questions because we can expect them. Okay, we can expect them in your upcoming exams. Okay, അപ്പം ഇനി വരാൻ പോകുന്ന എക്സാംസിൽ നിങ്ങൾക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ആപ്ലിക്കേഷണൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം മക്കൾ ഓർത്തിരിക്കുക, ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഹോൾ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്തത് കേട്ടോ. ഓൾറൈറ്റ്, അപ്പം ഇത്രയും എത്തി കഴിഞ്ഞാൽ ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. You will get answer will be like 78.23. This is the final answer. Okay, this is your final answer. Alright, and let's move on to yes, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്.
ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഒന്നുമില്ല, if focal length f is equal to 0.5 meter of for glass lens, what is the power of lens? First question. അതായത് ഒരു 0.5 മീറ്റർ വരുന്ന ഒരു ഗ്ലാസ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് വരുന്ന ഒരു ഗ്ലാസ് ലെൻസിന്റെ പവർ എത്രയായിരിക്കും? ഒന്നുമില്ല, റെസിപ്രോക്കൽ എടുക്കുക അല്ലെ. സാർ നേരത്തെ പറഞ്ഞു പവർ ഇസ് നത്തിങ് ബട്ട് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കണം മക്കളെ. എന്താ? ദ റേഡിയൈ ഓഫ് കർവേച്ചർ ഓഫ് ദ ഫേസസ് ഓഫ് ഡബിൾ കോൺവെക്സ് ലെൻസ് ആർ 10 cm and 50 cm. Okay, 10 cm and 15 cm. And what is the refractive index of a glass? അതായത് നോക്കുക, ഇതൊരു ഡബിൾ സൈഡഡ് കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. ഡബിൾ സൈഡഡ് കോൺവെക്സ് ലെൻസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ലെൻസസ് ആർ മേഡ് അപ്പ് ഓഫ് എന്താണ്? ഒരു ഹോൾ സ്ഫിയർ അല്ലെ, ഗ്ലാസ് സ്ഫിയറിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മൾ ലെൻസിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു സർഫസ് വരുന്ന സർക്കിള്, ഈ ഒരു സ്ഫിയറിന്റെ റേഡിയസ് ആണ് 10 cm. ഓക്കെ, 10 cm. And the left portion, the left circle, the left sphere, the radius of the left sphere is എന്താണ്? 15 cm. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വന്നു കഴിഞ്ഞു. പവർ P is equal to 1/f. ഒന്നുമില്ല, ഈ ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ എടുക്കുക, എത്ര കിട്ടും? 1/0.5 is equal to 2d. 2 ഡയോപ്റ്റർ കിട്ടും. ഇനി അടുത്തൊരു കേസിൽ നോക്കുക, നമ്മൾ നേരത്തെ യെസ് റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. 1/f is equal to n2 minus n1, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ഇൻടു എന്താണ്? 1/r1. ഇവിടെ r1 എന്താണ്? റേഡിയസ് ഓഫ് ദിസ് സ്ഫിയർ. ഓക്കെ, ഈ ഒരു സ്ഫിയറിന്റെ റേഡിയസ് ആണ്. ആൻഡ് r2 എന്താണ്? റേഡിയസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ സ്ഫിയർ. ഓക്കെ, ഈ രണ്ടാമത്തെ സ്ഫിയറിന്റെ റേഡിയസ് ആണ് r2 എങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒന്നുമില്ല, 1/f is equal to എന്ന് പറയാൻ എന്ത് കൊടുക്കാം? ഇവിടെ സാറ് സെന്റിമീറ്ററിലാണ് കൊടുക്കാൻ കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ബാക്കിയുള്ള ടേംസും സെന്റിമീറ്റർ ആയതുകൊണ്ട് സാർ ഇതിനെ വീണ്ടും ഇവിടെ സെന്റിമീറ്ററിൽ കൊടുത്തു. അപ്പം ഒന്നുമില്ല, 1/f ന് പകരം 1/50 is equal to n അറിയാം, n1 അറിയാലോ. എന്താണ് n1? എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആണ്, വിച്ച് ഇസ് വി ഓൾറെഡി നോൺ എത്രയാണ്? 1 ആണ് അല്ലെ. അപ്പം 1/1 ന് പകരം എന്ത് കൊടുത്തു? യെസ്, n1 minus 1 divided by 1. ഇനി r1 ന് പകരം 10 cm കൊടുത്തു. r2 minus 15 എന്തുകൊണ്ടാണ്? അക്കോർഡിംഗ് ടു ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ the values which is coming from the left from the എന്താണ്? ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്നും ലെഫ്റ്റിലോട്ട് വരുന്ന വാല്യൂസ് എന്തായിരിക്കണം? നെഗറ്റീവ്, which should be expressed in നെഗറ്റീവ് സൈൻ. ഓക്കെ, അപ്പം നെഗറ്റീവ് സൈനോട് കൂടി എക്സ്പ്രസ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ 15 സെന്റിമീറ്ററിനെ ഇവിടെ മൈനസ് വരാൻ കാരണം കേട്ടോ. 15 സെന്റിമീറ്ററിനെ മൈനസ് വരാൻ കാരണം. ഓൾ റൈറ്റ്, അങ്ങനെയാണെങ്കിൽ യെസ് 1/50 is equal to n-1 divided by 1 ആയിരുന്നു. അപ്പം അതിന് പകരം n-1 കൊടുത്തു. -15 minus 10 divided by -15 വരും, 150 വരും. ആൻഡ് 1/50 is equal to ഒന്നുമില്ല, ഇതിനെ -15 minus 10 എത്രയാ? -25 ആണ്. ഡിവൈഡ് ബൈ -150. -150 സാറിന് കട്ട് ഷോർട്ട് ചെയ്തു. അപ്പം 1/6 വന്നു. -225 by -150 കട്ട് ഷോർട്ട് ചെയ്തപ്പോൾ 1/6 വന്നു. ഓക്കെ, അപ്പം n-1 is equal to 6/50 ആണ്. ഈ 50 സാറ് നേരെ RHC കൊടുത്തു. അപ്പം 6/50 വന്നു. ആൻഡ് n is equal to 1.12 എന്ന് കിട്ടും. n is equal to 1.12 എന്ന് കിട്ടും. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ലെൻസ്. ഓൾ റൈറ്റ്, അപ്പം അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം ആണ്. യു ക്യാൻ എക്സ്പെക്ട്. ഓക്കെ, യു ക്യാൻ എക്സ്പെക്ട് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. ഓൾ റൈറ്റ്, ഓക്കെ, ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ. യെസ്, മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ? അതായത് കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ആൻ ഈക്വിലാറ്ററൽ എന്താ പറയുക ഗ്ലാസ് പ്രിസം. ഒരു ഗ്ലാസ് പ്രിസത്തിന്റെ എന്താ പറയുക അതിന്റെ ഈക്വിലാറ്ററൽ ആണ്. വിച്ച് മീൻസ് എന്തായിരിക്കും? അതിന്റെ എല്ലാ ആംഗിൾസും എത്ര ആയിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലെ. എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. എല്ലാ ആംഗിൾസും എത്ര ആയിരിക്കും? അപ്പം 60 ആയിരിക്കും കേട്ടോ. എല്ലാ ആംഗിൾസും 60 ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. അപ്പം ഫോർ ആൻ ഈക്വിലാറ്റർ യെസ് ഫോർ വിച്ച് ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഇസ് 60. ഓക്കെ, അപ്പം ഈ ഒരു ഗ്ലാസ് പ്രിസത്തിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫോർ ആൻ ഈക്വിലാറ്ററൽ പ്രിസം എന്താ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾക്ക് നമ്മുടെ ഈ ഗ്ലാസ് പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഗ്ലാസ് പ്രിസം. ഓക്കെ, അപ്പം അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ ത്രൂ പ്രിസം എന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിറൈവ് ചെയ്തത് എന്താണ്? n is equal to sin a plus d by 2 whole divided by sin a by 2. ഇവിടെ എല്ലാ വാല്യൂസും ഗിവൺ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, യെസ്, a എത്രയാണ്? ആംഗിൾ ഓഫ് പ്രിസം 60 ആണ്. ആൻഡ് d എത്രയാണ്? ഇറ്റ് ഇസ് ഓൾസോ ഇൻ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 60 + 60 120 by 2 60 ആണ്. അപ്പം sin 60 divided by sin 30 വരും. അങ്ങനെയാണെങ്കിൽ just applying those values √3/2 divided by 1/2 അങ്ങനെയാണെങ്കിൽ n will be equal to √3 എന്ന് വരും, 1.732. ഓക്കെ, ആ വാല്യൂ ആണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഗ്ലാസ് പ്രിസം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓൾ റൈറ്റ്,
then let's move on to a last question. Yes, കേട്ടോ. Yes. Okay. ഇത് നിങ്ങളുടെ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2020 വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. A screen is placed at 80 centimeter from an object. ഒരു ഒബ്ജക്റ്റിൽ നിന്നും 80 സെന്റിമീറ്റർ അകലെ എന്താണ് ഒരു സ്ക്രീൻ ഇസ് പ്ലേസ്ഡ് അല്ലെ, ഒരു സ്ക്രീൻ ഇസ് പ്ലേസ്ഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ the image of the object on the screen is formed by a convex lens placed in between them at two different locations separated by a distance of 20 centimeter. Determine the focal length of the lens. മക്കളെ ഇതൊരു സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൽ ഒരു ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഇക്വേഷൻ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ പെർട്ടിക്കുലർ ഇക്വേഷൻ. ഒന്നുമില്ലടാ, എഫ് ഇസ് ഈക്വൽ. സാർ ആദ്യം ഈ ഫിഗർ വരച്ച് കാണിച്ചു കേട്ടോ, എങ്ങനെയാണ് വരുന്നത് സാർ കാണിച്ചു തരാം. ഇവിടെ ഒരു സർഫസ്, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇമാജിൻ ഒരു സ്ക്രീൻ ഉണ്ട്. there is a screen right over here. Okay, and ഈ ഒരു സ്ക്രീനിൽ നിന്നും ലൈക്ക് ഒരു 80 സെന്റിമീറ്റർ അകലെയായിട്ട് എന്തുണ്ട് ഒരു ഒബ്ജക്ട്. there is an object which is situated from 80 centimeters from this particular screen. Okay, ഈ ഒരു സ്ക്രീനിൽ നിന്നും 80 സെന്റിമീറ്ററിൽ എന്തുണ്ട് ഒരു ഒബ്ജക്ട് is there. Okay, this distance is nothing but 80 centimeter. Okay, and the question is എന്താണ്, there are two convex lenses അല്ലെ, ഈ ഗ്യാപ്പിന് ഇടയിലായിട്ട് there is an in between this gap. Okay, there is two convex lenses are there. Okay, രണ്ട് convex lenses ഉണ്ട്. രണ്ട് convex lenses are placed over here. Okay, there is two convex lenses are here and the distance between these two convex lenses is nothing but 20 centimeter. This is 20 centimeter. All right, അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ലെൻസസിന്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. എത്രയാണ് ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ലെൻസസിന്റെ എഫക്റ്റീവ് ലെങ്ത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഇതിന് മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. F is equal, for this particular case, F is equal to yes d square by d square all divided by 4d. d square by d square all divided by 4d. Very important equation where ഈ ക്യാപിറ്റൽ D ആണ് ഈ ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട് ആൻഡ് സ്ക്രീൻ. ഓക്കെ, ആൻഡ് ദ സ്മോൾ d is denoted by the distance between the lenses. ഇതാണ് നമ്മുടെ സ്മോൾ d. അപ്പം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഒന്നുമില്ല. F is equal to എന്തോരും d square 80 square minus 20 square divided by 4 into 80. എത്ര വരുവാ? You will get a final answer. കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. You will get a final answer like 18.75 centimeter. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. Okay, 18.75 centimeter കിട്ടും. The final answer will be equal to 18.75 centimeter. You have to study this particular equation. You have to remember this particular equation. And എന്താണ് D എന്ന് പഠിക്കണം. you have to extinguish what is capital D and what is small d. Capital D is nothing but the distance between object and the screen, and small d is nothing but the distance between two consecutive lenses. അതാണ് എന്ത് നമ്മുടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദിസ് പെർട്ടിക്കുലർ കേസ്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക്കിൽ ടു ബി വെരി ഫ്രാങ്ക് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ എന്താ പറയാ ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. അപ്പം സാർ ലാസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ എന്തൊക്കെയാണ് നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത ഡെറിവേഷൻസ് സാർ ലാസ്റ്റ് പറഞ്ഞു തരാം. എന്നിരുന്നാലും വി ഹാവ് ടു മൂവ് ഓൺ. ഓക്കെ, നമുക്ക് ഇനിയുണ്ട് ഒരു യെസ് ലൈക്ക് വി ഹാവ് ടു കംപ്ലീറ്റ് ഫോർ ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സ്. അപ്പം എന്ത് വേണം, ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉഷാറല്ലേ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് ഷോ മീ സം ഫയർ ഓൺ ദ സ്ക്രീൻസ്. ഓക്കെ, പെട്ടെന്നാവട്ടെ. യെസ് ആവട്ടെ. ഓക്കെ, അപ്പം സാർ മായ്ക്കാം. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, okay, fine. Yes, Patrick is always there. Yes, Patrick, you have been noted. Yes. Okay, let's move on. Okay, appo നമ്മുടെ next chapter is എന്താണ്? Yes, semiconductor and electronics. Yes, semiconductor and electronics, which is comparatively the much higher. അതായത് ray optics കഴിഞ്ഞാൽ കുറച്ചും കൂടി വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ semiconductor and electronics കേട്ടോ. semiconductor and electronics സാർ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, പെട്ടെന്ന് പറഞ്ഞു വരാം. നമുക്ക് ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. അപ്പം സാറിന് കൂടെ തന്നെ വരാം എല്ലാവരും. ഓക്കെ, യെസ്. അപ്പം നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, വാട്ട് ഇസ് മെൻ ബൈ എ സെമി കണ്ടക്ടർ? Semiconductor is nothing but the materials which is having a conductivity in between. എന്താണ്? Yes, conductivity in between conductors and insulators are called semiconductor. അതായത് as the particular name implies എന്തായിരിക്കും? Semiconductors are the type of materials which is having the conductivity in between conductor and insulator. അതായത് it's not completely conductor but it is not also എന്താണ് ഒരു ഇൻസുലേറ്ററും അല്ല കണ്ടക്ടറും അല്ല. the particular in between gap അതാണ് എന്ത് നമ്മുടെ സെമി കണ്ടക്ടർ അല്ലെ. നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ആക്സസറീസ് ആയിക്കോട്ടെ, വാട്ടർ എന്തുവാണെങ്കിലും അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് എന്താ പറയുക കോമ്പോസിഷൻസിൽ യൂസ് ചെയ്യുന്ന മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്താണ്?
they are semiconductors. They are semiconductors. For example, എന്താണ്? Yes, silicon and germanium അല്ലേ? And ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് എനർജി ബാൻഡ്. വാട്ട് ഇസ് മെന്റ് ബൈ എനർജി ബാൻഡ്? ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് മക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. എനർജി ബാൻഡ്, ദ റേഞ്ച് ഓഫ് എനർജി പോസസ്ഡ് ബൈ ദ ഇലക്ട്രോൺസ് ഇൻ എ സോളിഡ് ഇസ് കോൾഡ് എനർജി ബാൻഡ്. അതായത് ഒന്നുമില്ല, ജസ്റ്റ് ഇമാജിൻ ഒരു സോളിഡ് എടുക്കുക. സാർ ഇപ്പോൾ ഒരു സോളിഡ് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ, അപ്പം യെസ് ഒരു സോളിഡ് എടുത്തു. ഓക്കെ, ഇതൊരു സോളിഡ് ആണെന്ന് വെക്കാം. ഈ സോളിഡിന്റെ മുകളിൽ ഒരുപാടധികം ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ, ഒരുപാടധികം ഇലക്ട്രോൺസ് ഉണ്ടാവും. ആൻഡ് ദ എനർജി ബാൻഡ് ഇസ് നത്തിങ് ബട്ട് ദ റേഞ്ച് ഓഫ് ചാർജ് പോസസ്ഡ് ബൈ ദിസ് കൈൻഡ് ഓഫ് ഇലക്ട്രോൺസ്. അതായത് ഈ ഒരു എന്താ പറയാ മെറ്റൽ ബോഡി അല്ലെങ്കിൽ വാട്ട് എവർ, ഈ ഒരു ബോഡി മെറ്റാലിക് ബോഡിയുടെ മുകളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഒരു ബോഡിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺസിന് പോസസ് ചെയ്യുന്ന ഒരു certain range of energies ഉണ്ടാവും. certain range of energies ഉണ്ടാവും അല്ലെ. അതായത് ഒരു ലോവർ എനർജി, ഒരു ലോവർ വാല്യൂ ഓഫ് എനർജീസ് ഉള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും. ആൻഡ് ഓബ്വിയസ്ലി മച്ച് ഹയർ വാല്യൂസ് ഓഫ് എനർജീസ് ഉള്ള ഒരു ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പം ഇവ തമ്മിലുള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ, ആ ഒരു എന്താ പറയാ റേഞ്ചിനെ പറയുന്ന പേരാണ് എനർജി ബാൻഡ് കേട്ടോ. അതാണ് നമ്മുടെ energy band. And these kind of energy bands are mainly classified into two types, which first one is valence band. ഒന്നുമില്ലടാ, വാലൻസ് ബാൻഡ് എന്താണ്? നത്തിങ് ബട്ട് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവുന്ന ചാർജ് ആണ്. അതായത് ഒരു ആറ്റോമിക് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസ് ആണ് എന്ത്? അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് അല്ലെ. അപ്പം ഈ വാലൻസ് ഇലക്ട്രോൺസ് പോസസ് ചെയ്യുന്ന എനർജിയാണ് വാലൻസ് ബാൻഡ്. ഓക്കെ, ആ ഒരു വാലൻസ് ബാൻഡിന് എന്താന്ന് വെച്ചാൽ ദ എനർജി പ്രോസസ്ഡ് ബൈ ദ ഇലക്ട്രോൺസ് വിച്ച് ആർ പ്ലേസ്ഡ് ഇൻ ദ വാലൻസ് ബാൻഡ്, വാലൻസ്ഡ് ബോണ്ട്. അതായത് ആ ഒരു ആറ്റോമിക് സ്ട്രക്ചറിന്റെ വാലൻസ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസ് പോസസ് ചെയ്യുന്ന എനർജിയാണ് വാലൻസ് ബാൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് മെന്റ് ബൈ കണ്ടക്ഷൻ ബാൻഡ്? കണ്ടക്ഷൻ ബാൻഡ് ഇസ് നത്തിങ് ബട്ട് ദ റേഞ്ച് ഓഫ് എനർജി പോസസ്ഡ് ബൈ ദ കണ്ടക്ഷൻ ഇലക്ട്രോൺസ്, അതായത് ഫ്രീ ഇലക്ട്രോൺസ്. അതായത് ജസ്റ്റ് ഇമാജിൻ നമ്മുടെ ഈ പറയുന്ന ആറ്റോമിക് സ്ട്രക്ചറിലെ അവസാനത്തെ ഷെല്ലായ വാലൻസ് ഷെല്ലിന് പുറത്തുനിന്ന് വരുന്ന, വാലൻസ് ഷെല്ലിനേക്കാളും പുറത്ത് വരുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ലിനേക്കാളും പുറത്ത് നിൽക്കുന്ന ഇലക്ട്രോൺസ് ആണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഇലക്ട്രോൺസ് പ്രത്യേകത ഉണ്ടാവും, ദേ ആർ നോട്ട് അറ്റ് ഓൾ ബൗണ്ടഡ് വിത്ത് ദ ന്യൂക്ലിയസ്. ബിക്കോസ് എന്താണ്? അവ തമ്മിലുള്ള റേഡിയസ്, ഡിസ്റ്റൻസ് കൂടുതലായത് കാരണം. നമുക്കറിയാം ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടല്ലേ, ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് വെരി സ്ട്രോങ് ഇൻ നേച്ചർ ബട്ട് ദേ ആർ ടു മച്ച് എന്താ പറയാ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ് അല്ലെ. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് സംഭവിക്കും ദാറ്റ് അട്രാക്ഷൻ കുറഞ്ഞു വരും. അപ്പം ഈ ഔട്ടർ മോസ്റ്റിൽ വരുന്ന ഇലക്ട്രോൺസ് ദർ ആർ ലീസ്റ്റ് അറ്റാച്ച്ഡ് ടു ദ ന്യൂക്ലിയസ്, ദേ ആർ മച്ച് ലീസ്റ്റ് അറ്റാച്ച്ഡ് ടു ദ ന്യൂക്ലിയസ്. അങ്ങനെയാണെങ്കിൽ when the distance increases എന്ത് സംഭവിക്കും? they will become separated and these particular electrons are known as what? ഫ്രീ ഇലക്ട്രോൺസ്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടക്ഷൻ ഫുൾഫിൽ ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് പോസസ് ചെയ്യുന്ന എനർജിയാണ് എന്ത്? കണ്ടക്ഷൻ ബാൻഡ് കേട്ടോ. ഇത്തരത്തിൽ ഫ്രീ ഇലക്ട്രോൺസിന് ഉണ്ടാവുന്ന റേഞ്ച് ഓഫ് എനർജിയാണ് കണ്ടക്ഷൻ ബാൻഡ്. അങ്ങനെ മക്കളെ ലെറ്റ്സ് മൂവ് ഓൺ. വി ഹാവ് നോ ടൈം ടു വേസ്റ്റ്. ആൻഡ് യെസ്, intrinsic semiconductor ഒന്നുമില്ല. intrinsic semiconductors are the purest form of semiconductors. അതായത് യാതൊരുവിധ ഇംപ്യൂരിറ്റീസും ഇല്ലാത്ത പ്യൂറസ്റ്റ് ഫോം ഓഫ് എന്താ പറയാ പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമികണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന പേരാണ് ഇൻട്രിൻസിക് സെമികണ്ടക്ടേഴ്സ്, ലൈക്ക് സിലിക്കൺ ആൻഡ് ജെർമേനിയം. അങ്ങനെയാണെങ്കിൽ ഈ ഇൻട്രിൻസിക് സെമികണ്ടക്ടേഴ്സിന് പ്രശ്നമുണ്ട്, ദേ പോസസ് മച്ച് ലെസ്സർ കണ്ടക്ടിവിറ്റി. അവർക്ക് കമ്പാരിറ്റീവ്ലി കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. അപ്പം ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദെയർ കണ്ടക്ടിവിറ്റി, ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദെയർ കണ്ടക്ടിവിറ്റി, വി വിൽ ഡെഫിനറ്റ്ലി ആഡ് സം ഇംപ്യൂരിറ്റീസ് ടു ദിസ് പെർട്ടിക്കുലർ എന്താ പറയാ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അതായത് ഈ വരുന്ന നമ്മുടെ സെമി കണ്ടക്ടേഴ്സിലേക്ക് നമുക്ക് ടു ഇൻക്രീസ് ദയർ കണ്ടക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റീസ് ടു ദ ഇൻട്രിൻസിക് കണ്ടക്ടേഴ്സ് ആർ നോൺ ആസ് വാട്ട്? ഡോപ്പിംഗ്. അതാണ് ഡോപ്പിംഗ് കേട്ടോ. അതായത് ഈ നമ്മുടെ കണ്ടക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് മക്കളെ ഡോപ്പിംഗ്. നോക്കുക, ദ പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റീസ് ടു ദ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് സോ ആസ് ടു ഇൻക്രീസ് കണ്ടക്ടിവിറ്റി. ദിസ് പർട്ടിക്കുലർ ഫിനോമിനൻസ് ഓർ ദിസ് പർട്ടിക്കുലർ പ്രോസസ് ഇസ് നോൺ ആസ് വാട്ട്? ഡോപ്പിംഗ്. ഇതാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ചോദിച്ചു വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് ഡോപ്പിംഗ് എന്ന് ചോദിച്ചു വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ദ പ്രോഡക്റ്റ് ഓഫ് ഡോപ്ഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഞാൻ ഡോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആയിട്ടുള്ള സെമി കണ്ടക്ടർ എന്ന് പറയുന്ന പേരെന്താണ്? നത്തിങ് ബട്ട് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ? ഒന്നുമില്ല, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് സാർ എന്ത് ചെയ്തു? കുറച്ച് ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്തു, ഡോപ്പ് ചെയ്തു. അങ്ങനെ ഡോപ്പ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന സെമി കണ്ടക്ടർ ആണെന്ന് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ വിച്ച് പോസസ് മച്ച് ബെറ്റർ കണ്ടക്ടിവിറ്റി, എന്താ പറയാ മച്ച് ബെറ്റർ കണ്ടക്ടിവിറ്റി. അതിനെ പറയുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ. നോക്കുക, സെമികണ്ടക്ടേഴ്സ് ദാറ്റ് ആർ ഡോപ്ഡ് വിത്ത് സ്പെസിഫിക് ഇംപ്യൂരിറ്റീസ്. ദ ഇംപ്യൂരിറ്റീസ് മോഡിഫൈ ഇറ്റ്സ് electrical properties of the semiconductor
and makes it more suitable for electronic devices such as diodes and transistors. നമ്മൾ ഇലക്ട്രോണിക്സിലെ one of the most inevitable ആയിട്ടുള്ള components ആണ് ഡയോഡ്സ് ആൻഡ് ട്രാൻസിസ്റ്റേഴ്സ് അല്ലെ. അപ്പം ഈ പറയുന്ന ഡയോഡ്സിനാണെങ്കിലും ട്രാൻസിസ്റ്റേഴ്സിനാണെങ്കിലും യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് എന്തായിരിക്കും, നമ്മുടെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആയിരിക്കും, വിച്ച് ഈസ് ആബ്സൊല്യൂട്ട്ലി നെസസറി ഫോർ എന്താണ്, കണ്ടക്ഷൻ. കണ്ടക്ഷൻ ആവശ്യമായിട്ട് എന്ത് വേണം, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആവശ്യമാണ്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഇസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എന്താണ്, ഒന്നുമില്ല, ഈ പറയുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റി, ഐ റിപ്പീറ്റ്, ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റി ഒരു പെൻഡാവാലന്റ് ഇംപ്യൂരിറ്റി ആണെങ്കിൽ, വിച്ച് മീൻസ് എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. ആ ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വേണം, 5 വാലൻസ് ഇലക്ട്രോൺസ് വേണം അല്ലെ. അതിന് പറയുന്ന പേരാണ് പെൻഡാവാലന്റ് ഇംപ്യൂരിറ്റി, പെൻഡാവാലന്റ് ആറ്റം, വോട്ടെവർ, ഒന്നുമില്ല, ആറ്റംസ്, ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 എന്താ പറയാ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത്തരത്തിൽ പറയുന്ന ആറ്റത്തിന് പറയുന്ന പേരാണ് പെൻഡാവാലന്റ് ആറ്റം. അപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റി പെൻഡാവാലന്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള സെമി കണ്ടക്ടർ ആണെന്ത്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അതാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അങ്ങനെയാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ കൂടെ ഉണ്ട്, ഒന്നുമില്ല, പി ടൈപ്പ് സെമി കണ്ടക്ടർ. വാട്ട് ഇസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ? ഒന്നുമില്ല, നത്തിങ് ബട്ട് ഞാൻ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റിന്റെ ആറ്റോമിക് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വേണം, there should be 3 valent electrons. അപ്പം ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടറെ പറയുന്ന പേരെന്താ മക്കളെ, പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഒന്നുമില്ല, സിമ്പിൾ ആണ്, ഒന്നുമില്ല, ഈ പറയുന്ന കോൺസെപ്റ്റ് ഓർത്ത് തന്നെ പോവാ. സാറ് പറയുന്ന കാര്യങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് പോവാ കേട്ടോ, പെട്ടെന്ന് ഒരുപാട് നാൾ നിങ്ങളുടെ മെമ്മറി ലാസ്റ്റ് ചെയ്യും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്നും എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക് ആണ്, എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ് റെക്ടിഫയർ. എന്താണ് ഒരു റെക്ടിഫയറിന്റെ ഡയഗ്രാം വരയ്ക്കുക അല്ലെങ്കിൽ റെക്ടിഫയറിന്റെ ഫംഗ്ഷനിങ് എഴുതാന്നുള്ളത്. ഓക്കെ, റെക്ടിഫയറിന്റെ പർപ്പസ് എന്താ മക്കളെ, ടു കൺവേർട്ട് എ സി ഫ്രം ഡി സി അല്ലെ. എ സിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്ട് കറണ്ട് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് റെക്ടിഫയർ അല്ലെ. അപ്പം റെക്ടിഫയർസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ 2 ടൈപ്സ്, ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പൊ നമുക്ക് ഒരു ഫുൾ വേവ് റെക്ടിഫയർ എങ്ങനെയാണ്, അത് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ. ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം, യെസ്, നോക്കാം. Draw the circuit diagram of a full wave rectifier and explain its working. ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഡയഗ്രാം വരയ്ക്കുക ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. കൂടാതെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് ദ ഫുൾ വേവ് റെക്ടിഫയർ ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി is 50 ഹെർട്സ്. അതായത് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഫ്രീക്വൻസി എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണോ, അത് കാണിച്ചു തരാം. ഓൾറെഡി അപ്പം സാർ നോടിച്ച് പറഞ്ഞുതരാം എന്താണ് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയർ. സാർ പെട്ടെന്ന് കച്ചവടമായിട്ട് പറഞ്ഞു കേട്ടോ. യെസ്, നോക്കാം സാർ, സാർ ഒന്ന് സൂം ചെയ്യാം സാർ. യെസ്, അപ്പൊ മക്കളെ ഇതാണ് ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ എന്താ പറയാ സ്കീമാറ്റിക് ഡയഗ്രാം അല്ലെങ്കിൽ അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയാം അല്ലേ. ഓക്കെ, ഇതാണ് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഒന്നുമില്ല, വി ഹാവ് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട് അല്ലെ. ഒരു മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് എന്താ വെച്ചാൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ? ദ ട്രാൻസ്ഫോമർ വിച്ച് സ്റ്റെപ്പിംഗ് ഡൗൺ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺസ് എന്താണ്, അതിന്റെ വോൾട്ടേജ് കുറച്ച് കറണ്ട് കൂട്ടുന്ന ഒരു ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. എങ്ങനെ ഈ ഫിഗറിൽ നിന്നും എങ്ങനെ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്ന് എങ്ങനെ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, ജസ്റ്റ് ലുക്ക് ഇൻ ടു ദർ നമ്പർ ഓഫ് കോയിൽസ് അല്ലെ. നമ്പർ ഓഫ് കോയിൽസ് നോക്കുക. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണെങ്കിൽ എന്താണ് ഒബ്വിയസ്ലി ദിസ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ആൻഡ് ഈ ട്രാൻസ്ഫോമറിൽ നമ്മൾ 2 ഡയോഡ് എടുത്തിട്ടുണ്ട് അല്ലെ. ഔട്ട്പുട്ടില് 2 ഡയോഡ് വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ കോയിലിന്റെ സെൻട്രൽ പോസ്റ്റിൽ നിന്നും ഒരു ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. അതാണ് സെന്റർ ടാപ്പ് എന്ന് പറയാം. ആൻഡ് ഈ സെന്റർ ടാപ്പും നമ്മൾ എന്ത് കൊടുത്തു, ഔട്ട്പുട്ട് കൊടുത്തു. ആൻഡ് ദീസ് 2 ഡയോഡ്സ് ആർ ഇൻ പാരലൽ കണക്ഷൻ. ഒന്നുമില്ല, ഡയോഡ് എപ്പോഴാണ് മക്കളെ ഫോർവേഡ് ബയസ് ആവാ? എപ്പോഴാണ് ഒരു ഡയോഡ് ഫോർവേഡ് ബയസ് ആവാ? യെസ്, ദിസ് ഒരു ഡയോഡ്, ഇതാണ് ഒരു ഡയോഡെങ്കിൽ ഇതാണ് ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് ഇതാണ് എന്റെ നെഗറ്റീവ് ടെർമിനൽ അല്ലേ. അപ്പം ഞാൻ കൊടുക്കുന്ന കണക്ഷൻ ഇവിടെ ഇപ്പം ജസ്റ്റ് ഇമാജിൻ ഞാൻ ഒരു സെല്ല് പ്ലേസ് ചെയ്തു ആൻഡ് ഇതിപ്പോ എന്ത് അവസ്ഥയിലാണ്? ദിസ് ഇസ് ഇൻ ഫോർവേഡ് ബയാസിംഗ് അല്ലെ. ഇതൊരു ഫോർവേഡ് ബയാസിംഗ് ആണ്. എന്തുകൊണ്ടാണ്? സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലും നമ്മുടെ ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനലും സെയിം ആയി. അപ്പൊ എന്തായി മാറും? ദിസ് ഡയോഡ് വിൽ കണ്ടക്ട്. ഈ പ്രോസസ് ആണ് ഫോർവേഡ് ബയാസിംഗ്. ജസ്റ്റ് ഇമാജിൻ ഞാൻ കൊടുത്തത് ഇങ്ങനെയാണെന്ന് വെക്കുക. ഇങ്ങനെയായിരുന്നു സെല്ലിന്റെ ഓറിയന്റേഷൻ, ഇങ്ങനെയായിരുന്നു. നെഗറ്റീവ് സൈഡ് ആണ് ഡയോഡിന്റെ പോസിറ്റീവ് സൈഡ് വന്നിരുന്നെങ്കിൽ ഇവിടെ എന്ത് ബയാസിംഗ് ഒക്കെ ഉണ്ടാവുക മക്കളെ? അറിയാവുന്നവരൊന്ന് പറഞ്ഞേ, എന്ത് ബയാസിംഗ് ആയിരിക്കും? നത്തിങ് ബട്ട്
റിവേഴ്സ് ബയസ്ഡ് അല്ലെ, റിവേഴ്സ്ഡ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് റിവേഴ്സ്ഡ് ബയസ്ഡ് ആൻഡ് ഇൻ ദിസ് റിവേഴ്സ് ബയസ് ദ കണ്ടക്ടർ വോണ്ട് കണ്ടക്ട് ദ ഡയോഡ് വോണ്ട് കണ്ടക്ട്. ഡയോഡ് എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല കേട്ടോ, കണ്ടക്ട് ചെയ്യില്ല. ഈ കാര്യം അറിഞ്ഞിരിക്കുമല്ലോ, ഈ കാര്യം അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു കേസ് നോക്കുക, ഞാൻ കൊടുക്കുന്ന എസിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ് ഇതാണ് അല്ലെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് വിച്ച് ഇസ് ഹാവിംഗ് എ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് ഓബ്വിയസ്ലി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പം ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ഫസ്റ്റ് നമുക്ക് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അവർ എന്ന് ചോദിക്കാം. ജസ്റ്റ് ഇമാജിൻ ഇവിടെ വരുന്ന ഔട്ട്പുട്ട്, ഇവിടെ വരുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ വരുന്ന ഔട്ട്പുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഈ ഡയോഡ് എന്തിലായിരിക്കും, ദിസ് ഡയോഡ് D1 വിൽ ബി ഇൻ ഫോർവേഡ് ബയാസിംഗ്. എന്തുകൊണ്ടാണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനൽ വന്നു, അപ്പൊ എന്തോരും ഫോർവേഡ് ബയസ് വരും അല്ലെ. അപ്പം നേരെ സപ്ലൈ എവിടേക്ക് വരും, സപ്ലൈ ഔട്ട്പുട്ടിലേക്ക് വരും. ഇങ്ങോട്ട് തിരിച്ചു പോകുമോ, ഇല്ല, കാരണം എന്താണ്, ഇവിടെ റിവേഴ്സ് ബയസ്ഡ് ആണ്. അപ്പം ഇനി സെക്കൻഡ് ഹാഫ് സൈക്കിൾ നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, സെക്കൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട് അല്ലെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. അപ്പം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് വരുന്നതെങ്കിൽ ഈ വഴി പോകുമോ, ഈ വഴി പാസേജ് ഉണ്ടോ, ഇല്ല. എന്തുകൊണ്ടാണ്, the diode D1 will be in reversed bias. അപ്പൊ എന്ത് ചെയ്യും, നേരെ ഈ താഴത്തെ ഡയോഡ് വഴി വരും, അപ്പം എന്ത് സംഭവിക്കും, അവിടെ യെസ്, അവിടെ ഫോർവേഡ് ബയസ് നടക്കും, അവിടെ ഇതിലൂടെ കണ്ടക്ഷൻ നടക്കും അല്ലെ, അതിൽ കൂടെ കണ്ടക്ഷൻ നടക്കും. അപ്പം ഇത്തരത്തില് ഒരു എസിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയും റെക്ടിഫൈ ചെയ്തിട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമാക്കി മാറ്റുന്ന പ്രോസസ് ആണ് എന്ത്, റെക്ടിഫയർ അല്ലെ. അപ്പം നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്ന ഒരു എന്താ പറയുക AC കറണ്ടിനെ എന്താക്കി മാറ്റും, DC ആക്കി മാറ്റും. ഈ ഒരു പ്രോസസ് ആണ് എന്ത്, നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയർ ഫുൾഫിൽ ചെയ്യുന്നത് കേട്ടോ. ഫുൾ വേവ് റെക്ടിഫയർ ഫുൾഫിൽ ചെയ്യുന്ന പ്രോസസ് ഇതാണ്. അപ്പം ഇത് ഓർത്തിരിക്കുക, ഈ ഫിഗറും ആൻഡ് ദിസ് പെർട്ടിക്കുലർ ഗ്രാഫ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. മക്കളൊന്നും ശ്രദ്ധിക്കുക, ഈ കാര്യം എന്തായാലും പഠിച്ചിട്ട് എക്സാമിൽ പോകാൻ പാടുള്ളൂ. ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഫിഗർ ഇസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഒബ്വിയസ്ലി ദ ഔട്ട്പുട്ട് ഗ്രാഫ് ഇസ് ടു മച്ച് ഇമ്പോർട്ടന്റ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിലെ എക്സ്പ്ലനേഷൻ ആണ്, സാർ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് D1 വിൽ ബി ഇൻ ഫോർവേഡ് ബയസ്, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 ആയിരിക്കും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D2 വിൽ ബി ഇൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലെ. അതായത് നമ്മുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ D2 ആയിരിക്കും എന്ത് ചെയ്യുക, ഫോർവേഡ് ബയസ് ചെയ്യുക. അങ്ങനെ ഫോർവേഡ് ബയസിങ്ങും റിവേഴ്സ് ബയസിങ്ങും ആ ഒരു പ്രോപ്പർട്ടി, ഡയോഡിന്റെ ആ ഒരു പ്രോപ്പർട്ടി മൂലം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയർ ഫംഗ്ഷൻ ചെയ്യുക. അതിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണ്, ടു കൺവേർട്ട് AC ടു DC. AC എന്താക്കി മാറ്റാം, DC ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓൾ റൈറ്റ്, യെസ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ. ഇതിന്റെ അപ്രോക്സിമേറ്റ് എഫിഷ്യൻസീസ് അറൗണ്ട് ലൈക്ക് എത്രയാണ്, 81.2 ആണോ, 81.2 ആണ് ഈ ഒരു നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിന്റെ അപ്രോക്സിമേറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് കേട്ടോ. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സിമ്പിൾ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഇവിടെ ഇതാണ് ഒരു ACന്റെ വേവ് അല്ലെ, ഒരു സൈൻ വേവ്. ഈ ഒരു കംപ്ലീറ്റ് സൈക്കിള് ഫുൾഫിൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് എന്താ, അതിന്റെ ടൈം പീരീഡ് T. അതായത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എന്താ പറയാ, ഈ ഹോൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ഈ 0 പൊസിഷൻ എത്തുമ്പോൾ എടുക്കുന്ന ടൈമാണ് T അഥവാ ടൈം പീരീഡ്. ഓക്കെ, ടൈം പീരീഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫ്രീക്വൻസി എത്രയാണ്, ഫ്രീക്വൻസി F is equal to 1/T ആണ് അല്ലെ, 1/T ആണ്. ഓക്കെ, അപ്പം ഇൻപുട്ട് ഫ്രീക്വൻസി എത്രയാണ്, 50 ഹെർട്സ് ആണ് അല്ലെ, 50 ഹെർട്സ് ആണ്. നമ്മൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും മക്കളെ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വിൽ ബി ഇൻ ഒരു ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരാം അല്ലെ, ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരാം. ഓക്കെ, അപ്പൊ നോക്കുക, ഇവിടെ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ പോയിന്റിൽ അവസാനിച്ചു. അപ്പൊ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി അല്ലെ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയെങ്കിൽ ഇതിനെടുക്കുന്ന സമയം എത്രയായിരിക്കും, നേരെ ഇതിന്റെ പകുതി ആയിരിക്കും അല്ലെ, ദ ഹാഫ് ഓഫ് ദിസ് പെർട്ടിക്കുലർ വാല്യൂ. അപ്പൊ എത്ര വരും, T/2 ആയിരിക്കും അല്ലെ, T/2 ആയിരിക്കും. ഓക്കെ, T/2 ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഔട്ട്പുട്ട് ഇൻപുട്ട് ഫ്രീക്വൻസി 1/2 ആൻഡ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി F എന്തായിരിക്കും, 1/T/2 ആയിരിക്കും അല്ലെ, 1/T/2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വരും, 2/T വരും, 2 into 1/T എന്ന് വരും, 1/T എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 1/T എത്രയാണ്, 50 ആണ്. അപ്പം 2 into 50 100 ഹെർട്സ് എന്ന് വരും കേട്ടോ. 100 ഹെർട്സ് ഇസ് ആൻസർ, 100 ഹെർട്സ് ഇസ് ദ ആൻസർ. ഓക്കെ, ഈ കാര്യം ഓക്കെ ആണോ, ഈ കാര്യം ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പം ഷോ മി സം പവർ. നിങ്ങളൊന്ന് സാറേ വിടാണല്ലോ അങ്ങനെ പിള്ളേർ, വാട്ട് ഹാപ്പൻസ്. പവർ വരും. ഓക്കെ, ഓക്കെ, ഫൈൻ.
അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അതായത് എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. എന്താണ് ഒരു ഫുൾ വേവ് റെക്ടിഫയർ, എന്താണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ എന്നുള്ള കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. കൂടാതെ ഈ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ്, അതായത് എന്താണ് ഒരു ടൈം പീരീഡ്, അതും ഫ്രീക്വൻസി നമ്മുടെ റിലേഷൻഷിപ്പും വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇത് വെച്ചിട്ടും ന്യൂമറിക്കൽസ് ആർ എക്സ്പെക്ടഡ്. യു ക്യാൻ എക്സ്പെക്ട് ദീസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, യെസ്. ഓൾറൈറ്റ്, ഓക്കെ, ഫൈൻ, യെസ്. അപ്പം ഇത് ഓൾറെഡി സാർ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. എന്താണ്? യെസ്, ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഫോർവേഡ് ബയസ്. അതായത് എന്താണ് ഒരു ഫോർവേഡ് ബയസിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഒന്നുമില്ല, ജസ്റ്റ് സാർ ഓൾറെഡി പറഞ്ഞു. യെസ്, ഒരു ഡയോഡ് വരച്ചു. ആൻഡ് ഞാനിവിടെ പോസിറ്റീവ് സൈഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദിസ് ഇസ് ഇൻ ഫോർവേഡ് ബയസ് അല്ലേ? ഇതൊരു ഫോർവേഡ് ബയസ് അല്ലേ? അതായത് പോസിറ്റീവ് സൈഡ് ഓഫ് ദ സെൽ ആൻഡ് പോസിറ്റീവ് സൈഡ് ഓഫ് ദ ഡയോഡ് ആർ ഇൻ സെയിം കണക്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്ത് ഇതൊരു എന്താണ്? യെസ്, ദിസ് ഇസ് ഇൻ forward biased. Okay, simple question. Okay, let's not waste the time and let's move on to our next chapter. Yes, let's move on to our next chapter. Yes, chapter number 11, dual nature of radiation and matter. Very important chapter ആണ്. dual nature of radiation and matter അല്ലേ? One of the most important topic ആണ് and chapter ആണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇമ്പോർട്ടന്റ് കാര്യം എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്നുള്ളതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് തിങ്. വാട്ട് ഇസ് മെന്റ് ബൈ വർക്ക് ഫംഗ്ഷൻ? എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? It is the minimum energy required, അല്ലെ? It is the minimum energy required to എന്താണ്? Yes, it is the minimum energy required. Work function very important thing കണ്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. Minimum energy required by an electron to escape from the metal surface is called what? Work function. അതായത് ഒരു മെറ്റൽ സർഫസ് എടുത്തു കഴിഞ്ഞാൽ there will be n number of electrons, അല്ലെ? ഒരുപാടധികം ഇലക്ട്രോൺസ് ഉണ്ടാവും. എനിക്ക് ഈ ഇലക്ട്രോൺസിനെ ഈ ഒരു സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പുറത്താക്കണം, എക്സിറ്റ് ചെയ്യണം. ഓക്കെ, പുറത്താക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ ഇവിടെ നിന്നും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി വരുന്ന എനർജി, ദ മിനിമം എനർജി ആർ റിക്വയർഡ് ടു റിമൂവ് ദിസ് കൈൻഡ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ സർഫസ്. അതാണ് എന്ത്? വർക്ക് ഫംഗ്ഷൻ. മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ് ഇസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, which is measured in electron volt. Electron volt ആണ് മെഷർ ചെയ്യുക കേട്ടോ. ഇലക്ട്രോൺ വോൾട്ട് ആണ് മെഷർ ചെയ്യുക. ആൻഡ് യെസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, there are different types of methods to remove അല്ലെങ്കിൽ എന്താ പറയാ eject electrons from the metal surface. അതായത് there are n number, നമുക്ക് മെയിൻലി 3 types of methods പഠിക്കാനുണ്ട്. 3 type methods എന്തിനു വേണ്ടിയാണ്? ഫ്രീ ഇലക്ട്രോൺസിനെ ഒരു മെറ്റൽ സർഫസിൽ നിന്നും റിമൂവ് ചെയ്യാനുണ്ട്. ബേസിക്കലി നമ്മൾ 3 മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ദാറ്റ് 3 types ആർ വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. ഫസ്റ്റ് വൺ ഇസ് തെർമിയോണിക് എമിഷൻ. ഒന്നുമില്ലടാ, ഇതൊരു മെറ്റൽ സർഫസ് ആണ് വെക്കുക. ജസ്റ്റ് ഇമാജിൻ ദിസ് ഇസ് എ മെറ്റൽ സർഫസ് ആൻഡ് ദീസ് സെവറൽ യെല്ലോ ഡോട്ട്സ് ആർ നത്തിങ് ബട്ട് ദ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന യെല്ലോ ഡോട്ട്സ് എങ്കിൽ വി ഹാവ് ടു റിമൂവ് ദിസ് ഇലക്ട്രോൺസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ സർഫസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുമില്ല, സിംപ്ലി വി വിൽ ഇൻപുട്ട് സം ഹീറ്റ് എനർജി. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിനെ അബ്സോർബ് ചെയ്തിട്ട് the heat energy we input into this particular metal surface, and the particular electrons will absorb this heat energy and they will emit from the surface. They will exit or escape from the surface. ഇതാണ് thermionic emission. I repeat, when we need to remove this kind of electrons from the surface, and what we need is nothing but we just apply some sort of heat energy to the surface, and what will happen? The free electrons will obviously absorb this heat energy and they will escape from the surface. Okay, they will simply escape from the surface, and this phenomenon is called thermionic emission. ഒന്നുമില്ല, thermionic ആ ഒരു കേസ് ഓർത്തിരിക്കുക, ഹീറ്റ് എന്താ പറയാ റിലേറ്റ്സ് വിത്ത് ഹീറ്റ് ആണ്. അപ്പം thermionic emission ആണ് അല്ലേ? Okay, thermionic emission ആണ്. In this method sufficient thermal energy can be given to the free electrons to enable them to come out of the metal. അതായത് ഒന്നുമില്ല, നമ്മൾ ആവശ്യമായിട്ടുള്ള ഒരു നെസസറി ആയിട്ടുള്ള ഹീറ്റ് എനർജിനെ ഇൻപുട്ട് ചെയ്യുന്നു, ആൻഡ് ദ ഫ്രീ ഇലക്ട്രോൺസ് വിൽ obviously absorb that energy and they will simply escape from the surface. This phenomenon is called thermionic emission. Simple. Okay, and let's move on to our second method is nothing but എന്താണ്? ഫീൽഡ് എമിഷൻ. യെസ്, ഫീൽഡ് എമിഷൻ. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഒന്നുമില്ല, ഇതാണ് മെറ്റൽ സർഫസ്. അഗൈൻ ദിസ് ഇസ് അവർ മെറ്റൽ സർഫസ് ആൻഡ് these several yellow dots are nothing but free electrons അല്ലേ? And as we know that what is the charge of an electron? Nothing but negative charge അല്ലേ? അതായത് ഇലക്ട്രോൺ ചാർജ് എന്താണ്? അക്കോർഡിംഗ് ടു നമ്മുടെ എന്താ പറയാ ബോൾസ് മോഡൽ അല്ലെങ്കിൽ ആറ്റോമിക് മോഡൽ എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നത്തിങ് ബട്ട് നെഗറ്റീവ് ആണ്. ഓക്കെ,
അപ്പം ഈ നെഗറ്റീവിനെ കം ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്താക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു. സപ്പോസ് നോക്കുക, ആസ് ദ ഫിഗർ സേസ്, ആസ് ദിസ് പെർട്ടിക്കുലർ ഫിഗർ സേസ്, ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജിനെ ഇപ്പുറത്ത് വെച്ചു, ഈ സൈഡിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് കറണ്ട് എന്താ പറയാ സോൺ കൊടുത്തു, അല്ലെങ്കിൽ റീജിയൻ കൊടുത്തു. വാട്ട് വിൽ ഹാപ്പൻ? ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് എന്താ പറയാ അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ് അല്ലേ. അപ്പം ഇവിടെ പോസിറ്റീവ് വന്നു, ഓൾറെഡി ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? യാ, all those free electrons will attract towards this particular region അല്ലെ. all these particular free electrons will obviously എന്ത് സംഭവിക്കുന്നു? they attract towards this positive region അല്ലെ. ഈ ഒരു ഫിനോമിന പറയുന്ന പേരാണെന്ന് മക്കളെ? yes, field emission. by applying very strong electric field എന്ത് ചെയ്യുന്നു? very strong electric field അപ്ലൈ ചെയ്യുന്നു to a metal. electrons can be pulled out of the metal from the surface അല്ലെ. എന്താണ്? പോസിറ്റീവ് ചാർജിലേക്ക് എന്ത് സംഭവിക്കുന്നു? ഓൾറെഡി നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസ് ദേ അട്രാക്ട് ടുവേർഡ്സ് ദിസ് പെർട്ടിക്കുലർ റീജിയൻ. ദിസ് കൈൻഡ് ഓഫ് എമിഷൻ ഇസ് നോൺ ആസ് എന്താണ്? ഫീൽഡ് എമിഷൻ. ഇതാണ് നമ്മുടെ ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ദിസ് ടൈപ്പ് ഓഫ് എമിഷൻ ഇസ് നോൺ ആസ് ഫീൽഡ് എമിഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ. യെസ്, അവർ ലാസ്റ്റ് ടോപ്പിക്, ലാസ്റ്റ് എന്താ പറയുക, ലാസ്റ്റ് കൈൻഡ് ഓഫ് എമിഷൻ ഇസ് നത്തിങ് ബട്ട് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അല്ലെ. ആസ് എ നെയിം ഇംപ്ലൈസ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്താണ്? അതായത് ഇതാണ് നമ്മുടെ മെറ്റൽ സർഫസ്. അഗൈൻ ദിസ് ഇസ് आवर മെറ്റൽ സർഫസ് ആൻഡ് ഫോട്ടോ, ദ ടേം ഫോട്ടോ എന്താണ്? ഫോട്ടോ നത്തിങ് ബട്ട് ഇറ്റ് റിലേറ്റ്സ് വിത്ത് ദ ടേം ലൈറ്റ് അല്ലെ. ലൈറ്റുമായി ബന്ധപ്പെട്ട ടേം ആണെന്ന് അറിയാം അല്ലെ, ഫോട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെറ്റൽ സർഫസിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു സ്ട്രോങ് ലൈറ്റ് അല്ലേ, ഒരു അത്യാവശ്യം എന്താ പറയുക ഇന്റൻസിറ്റി ഉള്ള ലൈറ്റിനെ എമിറ്റ് ചെയ്തു, ഒരു ലൈറ്റിനെ എമിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നുമില്ല. യെസ്, ദീസ് ഫ്രീ ഇലക്ട്രോൺസ് വിൽ എസ്കേപ്പ് അല്ലെ. ദീസ് ഫ്രീ ഇലക്ട്രോൺസ് വിൽ ബി escape from the surface. ഒന്നുമില്ല, നമുക്കറിയാം ലൈറ്റ് is made up of photons അല്ലെ. ലൈറ്റിൽ എന്തുണ്ട്? ഫോട്ടോൺസ് എന്താടാ? പാക്കറ്റ്സ് ഓഫ് എനർജി കണ്ടെയ്ൻഡ് ഇൻ ദ ലൈറ്റ് അല്ലെ. ലൈറ്റിലുള്ള കണ്ടെയ്ൻഡ് പാക്കറ്റ്സ് ഓഫ് എനർജി ആണ് എന്ത്? ഫോട്ടോൺസ്. അപ്പം ഈ ഫോട്ടോൺസ് വന്നിട്ട് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? there will be an energy transfer, ഒരു എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും and the particular energy will be absorbed by the free electrons and hence they will escape from the surface. ഇത്തരത്തിലുള്ള എമിഷൻ ആണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. നോക്കുക, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ when light of suitable frequency illuminates metal surface. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ മെറ്റൽ സർഫസിനെ ഇല്ലുമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെറ്റൽ സർഫസ് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദ മെറ്റൽ സർഫസ് അല്ലെ. അതിൽ നിന്നും ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നു. ദിസ് ഫിനോമിനൻ, ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. യെസ്, അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇതിനെ പറ്റിയാണോ? വാട്ട് ഇസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ? ഇതിനെ പറ്റിയാണ് പഠിക്കണം. പെട്ടെന്ന് പറഞ്ഞോ. നോക്കുക, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് when electromagnetic radiations of suitable frequency falls on metal surface, electrons are emitted. ഇത്തരത്തില് എമിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഓക്കെ, the emitted electrons are called photo electrons. Okay, yes, the most important thing, laws of photoelectric effect. അതായത് ഇത്തരത്തിൽ എന്താ പറയാ പുറത്തേക്ക് പോകുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ ലോസ്, there are several laws which exhibit the properties of this kind of photo electrons and those laws are known as laws of photoelectric effect അല്ലെ. നോക്കുക, for a given frequency of light, incident radiation, the number of photoelectrons emitted is directly proportional to the intensity of radiation. അതായത് as the intensity of the incident radiation or light increases, what will happen? The photoelectrons, the number of photoelectrons will also increase. അതായത് ഞാൻ കൊടുക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്നതനുസരിച്ചിട്ട് as the intensity of light increases, what will happen? The number of photoelectrons will increase. ഞാൻ ഇന്റൻസിറ്റി കൂട്ടി കഴിഞ്ഞാൽ number of photoelectrons കൂടും. ഞാൻ ഇന്റൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? number of photoelectrons emitted will be decreases. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഫസ്റ്റ് ലോ ട്ടോ. Yes, and the kinetic energy of photoelectrons is directly proportional to the frequency. ഒന്നുമില്ല, ഈ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന് ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി, the kinetic energy possessed by the photoelectrons is directly proportional to എന്തായിരിക്കും? the frequency. അവിടെ ഇന്റൻസിറ്റി അല്ല, ഫ്രീക്വൻസിക്ക് ആയിരിക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവട്ടോ. അതായത് ഞാൻ കൊടുക്കുന്ന ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചിട്ട് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടുന്നു, ഇൻക്രീസസ്. ഈ രണ്ട് കാര്യങ്ങൾ വെരി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം മക്കളെ, ഓർത്തിരിക്കുക. യെസ്, ഫോട്ടോ ഇലക്ട്രിക്, യെസ്, അവസാനത്തെ കേസ്, photoelectric effect does not occur in the frequency of incident radiation is below a certain minimum value. അതായത് ഒരു certain minimum വാല്യൂനേക്കാൾ കുറവാണ് അതിന്റെ
ഇൻസിഡന്റ് ഫ്രീക്വൻസി എങ്കിൽ എന്ത് സംഭവിക്കില്ല, ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കില്ല. ആൻഡ് ആ ഒരു മിനിമം വാല്യൂ പറയുന്ന പേരാണ് എന്ത്, ത്രെഷോൾഡ് ഫ്രീക്വൻസി കേട്ടോ, ത്രെഷോൾഡ് ഫ്രീക്വൻസി. ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇസ് ആൻ ഇൻസ്റ്റന്റേനിയസ് ഫിനോമിനൻ, പെട്ടെന്ന് സംഭവിക്കുന്ന ഫിനോമിനയാണ് എന്ത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് യെസ്, നമ്മുടെ ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, വെരി ഇമ്പോർട്ടന്റ് തിങ്, ഒരുപാടധികം നിങ്ങൾക്ക് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, അതായത് ഐൻസ്റ്റൈൻ പറഞ്ഞു ഫോട്ടോൺ എനർജി, അതായത് ലൈറ്റ് വന്ന് വീഴുന്ന ലൈറ്റിലുള്ള ഫോട്ടോണിന്റെ എനർജി എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു, വർക്ക് ഫംഗ്ഷന് വേണ്ടിയും, പിന്നെന്താണ് ടു മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. അതായത് ഒന്നുമില്ല, എന്താണ് വർക്ക് ഫംഗ്ഷൻ ഇസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു എമിറ്റ് ആൻഡ് അല്ലെങ്കിൽ എസ്കേപ്പ് ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിയാണ് എന്ത്, അതിന്റെ വർക്ക് ഫംഗ്ഷൻ അല്ലെ. അപ്പം ഒരു ലൈറ്റിൽ വന്ന് വീഴുന്ന ഒരു ലൈറ്റിലുള്ള ഫോട്ടോൺ എനർജി എന്താണ്, ദ എനർജി പോസസ്ഡ് ബൈ ദ ഫോട്ടോൺസ് ഇൻ ദ ലൈറ്റിലുള്ള ഫോട്ടോൺസ് പോസസ് ചെയ്യുന്ന എനർജിയാണ് എന്ത്, ഫോട്ടോൺ എനർജി അല്ല. അപ്പം ഇത്തരത്തിൽ വന്ന് വീഴുന്ന ലൈറ്റിൽ പോസസ് ചെയ്യുന്ന ഫോട്ടോൺ എനർജി എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു, ടു എന്താ പറയാ വർക്ക് ഫംഗ്ഷന് വേണ്ടിയും ആൻഡ് ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസിന് വേണ്ടിയും യൂസ് ചെയ്യുന്നു. HV എന്താണ് 5 + K max, അത് മാക്സിമം കൈനറ്റിക് എനർജി. ഈ ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ് മക്കളെ, ഈ രണ്ട് ഇക്വേഷൻസ് എന്തായാലും പഠിച്ചിരിക്കണം, ഇത് വെച്ചുള്ള പ്രോബ്ലംസ് എന്തായാലും വരും. ഓക്കെ, യെസ്, ഫോട്ടോ എനർജി ആണ് എന്താണ്, Hν അല്ലെ, Hν ആണ്. ആൻഡ് യെസ്, ഈ ഒരു ഇക്വേഷൻസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് പറയുന്ന പേരാണ് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. യെസ്, ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. യെസ്, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു എ ന്യൂമറിക്കൽ, ലെറ്റ്സ് മൂവ് ഓൺ ടു പ്രോബ്ലംസ്. നോക്കാം എന്താ നോക്കാട്ടോ. യെസ്, an electron and photon each has a wavelength of 1 nanometer വരുന്ന wavelength ഉള്ള ഒരു പ്രോട്ടോൺ ഉണ്ട്, ഫോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ഫോട്ടോൺ ഉണ്ട്. ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് മൊമെന്റ്, അതിന്റെ മൊമെന്റ് കണ്ടുപിടിക്കുക. ആൻഡ് സെക്കൻഡ് വൺ ദ എനർജി ഓഫ് ഫോട്ടോൺ, എനർജി എത്ര കണ്ടുപിടിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ. സിമ്പിൾ ആണ്, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ഡയറക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. നോക്കാം. ആസ് യു ഓൾ നോ, എന്താണ് ലാംഡ വേവ്ലെങ്ത് ഇസ് ഈക്വൽ ടു h/p ആണ് അല്ലെ, ലാംഡ ഇസ് ഈക്വൽ ടു h/p ആണ്. അപ്പം എന്താണ് വേവ്ലെങ്ത് ഇസ് ഈക്വൽ ടു, ഇവിടെ വേവ്ലെങ്ത് കൊടുത്തിട്ടുണ്ടല്ലേ 1 നാനോമീറ്റർ ആണ്. ആൻഡ് h എന്താണ് അറിയാം, ആസ് യു നോ ഇറ്റ്സ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലെ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 6.63 × 10⁻34. അപ്പം ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, മൊമെന്റം p is equal to h/λ എന്ന് വരുന്നു. ആൻഡ് ലാംഡ എത്രയാണ്, 10⁻⁻9 ആണ്, ഐ മീൻ നാനോമീറ്റർ ആണല്ലോ, അപ്പം 10⁻⁻9 ആണ്. ആൻഡ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് വി വിൽ ഗെറ്റ് 6.63 × 10⁻25 kg/m². മൊമെന്റം ആണല്ലോ, അപ്പം എന്ത് ചെയ്യാം, ഡയറക്റ്റ് വാല്യൂ. സിമ്പിൾ ആണ്, ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. ലാംഡ is equal to h/p, wavelength ലാംഡ is equal to h/p ആണ്. യെസ്, വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, എന്തായിരുന്നു, എനർജി കണ്ടുപിടിക്കാൻ അല്ലേ. യെസ്, ദ എനർജി ഓഫ് ഫോട്ടോൺ അറിയാം. എനർജിന്റെ ഇക്വേഷൻ എന്താ മക്കളെ, യെസ്, എനർജി is equal to hv അല്ലെ, hν അല്ലെ. എന്താണ് hν, which is also equivalent to hc/λ when it comes to wavelength വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം, hc/λ. അപ്പൊ നോക്കുക, h എന്നാണ് നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. c, യെസ് ആദ്യം പറയണല്ലോ, c എന്തായിരുന്നു, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം വിച്ച് ഇസ് ഈക്വൽ ടു 3 × 10⁻⁸ ആണ്, ഡിവൈഡ് ബൈ ലാംഡ എത്രയാണ്, വേവ് ലെങ്ത് ആണ് 10⁻�9, ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ. സിമ്പിൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ, ഇൻ ജൂൾസ്. ഓക്കെ, ജൂൾസിൽ എനർജി ആണ് ആയതുകൊണ്ട് SI യൂണിറ്റ് എന്നാണ്, ജൂൾസിൽ ആൻസർ കിട്ടും. ഇക്വേഷൻ സാറ് പറയുന്ന ഇക്വേഷൻ ശരിക്കും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിന് മാത്രം നിങ്ങൾ എക്സാമിലേക്ക് പോവാം കേട്ടോ, ഓക്കെ. ദിസ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓൾറൈറ്റ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം, നമ്മുടെ ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ അല്ലെ, ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ പ്രകാരം എന്തായിരുന്നു, ലാംഡ is equal to wavelength ലാംഡ is equal to h/√2m ke. ke എന്താണ്, കൈനറ്റിക് എനർജി ആണ് കേട്ടോ, m മാസ് ആണ്. ഓക്കെ, അപ്പം സാർ എന്ത് ചെയ്തു, ഇവിടെ സ്ക്വയർ റിമൂവ് ചെയ്യാൻ വേണ്ടി റൂട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്ക്വയർ എടുത്തു. സാർ ഇവിടെ സ്ക്വയർ മാറ്റിയില്ല, പക്ഷെ ഇവിടെ സ്ക്വയർ മാറും കേട്ടോ. ഓക്കെ, ഒന്നുമില്ല, രണ്ട് സൈഡിലും റൂട്ട് അപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് വരും, ലാംഡ സ്ക്വയർ is equal to h/റൂട്ട് റിമൂവ് ആവും 2m കൈനറ്റിക് എനർജി എന്ന് വരും കേട്ടോ. യെസ്, ഓക്കെ. അപ്പം ഒന്നുമില്ല, നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, കൈനറ്റിക് എനർജി ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഒന്നുമില്ല, കൈനറ്റിക് എനർജി പകരം നേരെ സ്വാപ്പ് ചെയ്യുക. അപ്പം കൈനറ്റിക് എനർജി is equal to എന്ത് വരും, h² ഡിവൈഡ് ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു 2m. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, സിമ്പിൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ആൻഡ് യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, ഈ ഇക്വേഷനും വെരി ഇമ്പോർട്ടന്റ് തിങ്, ഈ ഇക്വേഷനും ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതും പഠിച്ചിരിക്കണം, നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ,
Okay, yes, let's move on. Okay, no time to waste. Okay, yeah. അപ്പം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ദ കൈനറ്റിക് എനർജി ഓഫ് എ പ്രോട്ടോൺ ആൻഡ് that of an alpha particle are 4 electron volt and 1 electron volt respectively. The ratio of the de Broglie wavelength associated with them will be what? അതായത് സാർ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള അടുത്തൊരു പ്രോബ്ലം ആണ്. അതായത് നമ്മുടെ de Broglie's wavelength ഇക്വേഷൻ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, ഫൈൻ. The kinetic energy, yes, the kinetic energy, h സ്ക്വയർ ഒന്നുമല്ലേ, ഒന്നുമില്ല. ആ സ്ക്വയർ റിമൂവ് ചെയ്യാൻ വേണ്ടി സാർ എന്ത് ചെയ്തു? അവിടെ സ്ക്വയർ റൂട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ സ്ക്വയർ എടുത്തു കേട്ടോ. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, യാ. ദ കൈനറ്റിക് എനർജി ഓഫ് എ പ്രോട്ടോൺ ആൻഡ് ദാറ്റ് ഓഫ് എൻ ആൽഫ പാർട്ടിക്കിൾ ആർ 4 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ അറിഞ്ഞിരിക്കുന്ന കാര്യം മക്കളെ, ഒരു ഇമ്പോർട്ടന്റ് കൺവേർഷൻ ഉണ്ട്. അതായത് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ, മാസ് ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ, സോറി, മാസ് ഓഫ് ആൻ alpha particle is 4 times the mass of an ഒരു ഫോട്ടോൺ പാർട്ടിക്കിൾ അല്ലേ. ഓക്കെ, അപ്പം ഒരു പ്രോട്ടോൺ പാർട്ടിക്കിളിന്റെ മാസിനേക്കാൾ 4 times ഗ്രേറ്റർ ആണ് എന്ത്? ഒരു നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ. സാർ കാണിച്ചു തരാം. ഈ ഒരു കേസ് സിമ്പിൾ പ്രോബ്ലം ആണ്. എന്നിരുന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, നോക്കാം. യെസ്, മാസ് ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ is equal to 4 into മാസ് ഓഫ് ആൻ പ്രോട്ടോൺ പാർട്ടിക്കിൾ. ഒരു പ്രോട്ടോണിനേക്കാൾ 4 times ഗ്രേറ്റർ ആണ് എന്ത്? ഒരു നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ കേട്ടോ. ഓക്കെ, ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നേരെ നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇക്വേഷൻ ഇവിടെ എഴുതാം. എന്താണ്? ലാംഡ പി ഈസ് ഈക്വൽ ടു പ്രോട്ടോൺ, പി സ്റ്റാൻഡ്സ് ഫോർ പ്രോട്ടോൺ ആണ് കേട്ടോ. ലാംഡ പി ഈസ് ഈക്വൽ ടു h/√2mp. kp means nothing but kinetic energy of proton. kp എന്ന് വെച്ചാൽ kinetic energy of proton. ഓക്കെ, then already ഈ സൈഡിൽ എന്താണ് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് അല്ലെ, റേഷ്യോ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ലാംഡ എ, അതായത് വേവ് ലെങ്ത് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു h/√2 മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, യെസ്. അപ്പം എന്ത് ചെയ്തു? ഇവിടെ കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, എത്രയാണ് 4 ഇലക്ട്രോൺ വോൾട്ട് അല്ലെ, 4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, അപ്പം ഡയറക്റ്റ് ഇക്വേഷനിൽ h/√2mp കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് കൊടുത്തു 4 ഇലക്ട്രോൺ വോൾട്ട് കൊടുത്തു. സിമിലർലി ഇവിടെ എത്രയാണ്? ആൽഫ പാർട്ടിക്കിളിനെ എത്രയാണ്? ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എത്രയാണ്? 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതും ഇവിടെ കൊടുത്തു. കൂടാതെ ഈ മാസ് ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിളിന് പകരം സാർ എന്ത് കൊടുത്തു? ഈ ഒരു റിലേഷൻഷിപ്പ് കൊടുത്തു. നോക്കിയേ, 4 into മാസ് ഓഫ് പ്രോട്ടോൺ പാർട്ടിക്കിൾ എന്ന് കൊടുത്തു. ഇതാണ് ഇമ്പോർട്ടന്റ് കാര്യം. ഇതാണ് നിങ്ങളുടെ ട്രിക്കിയസ്റ്റ് പാർട്ട്. You have to understand this particular relationship. You have to understand and completely adapt this kind of relationship. എന്താണ്? ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് is equal to 4 times the mass of an proton particle. Okay, അപ്പം ഈ മാസ് ഓഫ് an ആൽഫ പാർട്ടിക്കിളിന് പകരം സാർ എന്ത് കൊടുത്തു? The mass related in expressed in proton, അല്ലെങ്കിൽ പ്രോട്ടോൺ വെച്ചിട്ടുള്ള മാസ് കൊടുത്തു. ഓക്കെ, ഇവിടെ ഇനിയിപ്പോ എന്താ നോക്കിയേ, ക്ലിയർലി വിസിബിൾ ദാറ്റ് എന്താണ്? ഓൾമോസ്റ്റ് എല്ലാം കോൺസ്റ്റന്റ് ആയില്ലേ? നോക്കി, എല്ലാം ഈക്വൽ ആയില്ലേ? h/√2mp, h/√ എന്താ 2 into 4 എന്തോന്നു? എല്ലാം ഈക്വൽ ആയി അല്ലേ? എല്ലാം ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? യെസ്, വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ എന്താണ്? ലാംഡ പി ഈസ് ഈക്വൽ ടു ലാംഡ ആൽഫ എന്ന് കിട്ടും. ബിക്കോസ് എന്താ? രണ്ടും ഈക്വൽ ഉണ്ടായി അല്ലേ? രണ്ടും ഈക്വൽ ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? എന്ത് കിട്ടി? 1:1 എന്ന് പറഞ്ഞ പ്രൊപ്പോർഷനിലാണ് എന്ത് വരിക? ഇവിടുത്തെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വരിക കേട്ടോ. അതായത് ലാംഡ P is to lambda alpha is equal to 1:1 എന്ന് വന്നു. 1:1 എന്ന് വന്നു. ഓക്കെ, യെസ്. ലെറ്റ്സ് മൂവ് ഓൺ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങളുടെ ഓക്കെ, ഫൈൻ. യെസ്, ഇഫ് photons of frequency nu are incident on surface of two metals A and B of threshold frequency, lambda by 2, mu by 2 and mu by 3 respectively, the ratio of maximum kinetic energy of electrons emitted from A to that of from B എത്രയാണെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. സിമ്പിൾ ആണ്, നോക്കാം. യെസ്, ആസ് വി ഓൾ നോ, എനർജി ഈസ് ഈക്വൽ ടു ഐൻസ്റ്റൈൻസ് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പ്രകാരം എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ആണ് അല്ലെ? വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ആണ്. ഇതിന് സാർ എന്ത് ചെയ്തു? എനർജിക്ക് പകരം h nu കൊടുത്തു. എനർജി ഇക്ക് പകരം h nu കൊടുത്തു. ഓക്കെ, h nu കൊടുത്തു. ആൻഡ് യെസ്, നമ്മുടെ വർക്ക് ഫംഗ്ഷന് പകരം h nu 0 എന്ന് കൊടുത്തു. h nu 0 കൊടുത്തു is equal to kinetic energy പ്ലസ് kinetic energy. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ kinetic energy is equal to എന്ത് വരും? h nu minus h nu 0 എന്ന് വരും. ഒന്നുമില്ല, kinetic energy സാർ h nu നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി. അപ്പോൾ എന്ത് വന്നു?
കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ എന്ന് വന്നു. എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ വന്നു. ഒന്നുമില്ല, സിംപ്ലി. ഇനി രണ്ട് മെറ്റൽ സർഫസ് ഉണ്ട് അല്ലെ, രണ്ട് മെറ്റൽ സർഫസ് ഉണ്ട്, രണ്ടിനും ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ് ത്രഷോൾഡ് ഫ്രീക്വൻസി ഉണ്ട്, രണ്ടിനും ഡിഫറെന്റ് ആയിട്ടുള്ള ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന മെറ്റൽ സർഫസിൽ എന്താണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ബൈ 2 ആണ്. എന്താ കാരണം നോക്കിയേ, ഇവിടുത്തെ ത്രഷോൾഡ് ഫ്രീക്വൻസി എത്രയാടാ, ന്യൂ ബൈ 2 ആണ് അല്ലെ, ന്യൂ ബൈ 2 ആണ്. അപ്പം എന്തോന്നു, എച്ച് ന്യൂ ബൈ 2 എന്ന് കൊടുത്തു ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ ബൈ 2 എന്ന് വന്നു. ഓക്കെ, എച്ച് ന്യൂ ബൈ 2 എന്ന് വന്നു. ഇനി ബി നോക്കാം. ബി എന്ന് പറഞ്ഞ സർഫസിൽ നോക്കുക, എത്രയാണ് ഇവിടുത്തെ ത്രഷോൾഡ് ഫ്രീക്വൻസി എത്രയാണ്, ന്യൂ ബൈ 3 ആണ് അല്ലെ. അതുകൊണ്ട് എച്ച് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ ഈ ന്യൂ സീറോന് പകരം ത്രഷോൾഡ്, ന്യൂ സീറോ എന്താണ് മക്കളെ, ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ്. അപ്പം ഇവിടുത്തെ ത്രഷോൾഡ് ഫ്രീക്വൻസി എത്രയാണ്, ന്യൂ ബൈ 3 ആണ്. അപ്പം എച്ച് ന്യൂ മൈനസ് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ബൈ 3 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ വി ഗെറ്റ്, 2h ന്യൂ ബൈ 3, 2h ന്യൂ ബൈ 3 എന്ന് വന്നു. ഓക്കെ, ഇവിടെ ഇനി ഞാൻ എന്ത് ചെയ്തു, രണ്ടിനെ കൂടിയും ഡിവൈഡ് ചെയ്തു. ഒന്നുമില്ല, കൈനറ്റിക് എനർജി ഓഫ് എ, കൈനറ്റിക് എനർജി ഓഫ് ബി ഡിവൈഡ് ചെയ്തു. ഓക്കെ, എന്ത് വരും, എച്ച് ന്യൂ ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ 2h ന്യൂ ബൈ 3. ഇതിനെ യെസ്, അപ്പം എച്ച് ന്യൂ ക്യാൻസൽ ഔട്ട് ചെയ്തു. ബാക്കി എന്ത് 1/2 into 3/2 ആൻഡ് ദ ഫൈനൽ ആൻസർ വിൽ ബി 3/4. ഒന്നുമില്ല, രണ്ടിനെയും ഡിവൈഡ് ചെയ്തു. ഇവിടെ എന്താ, എച്ച് ന്യൂ കോമൺ ആണ് ആൻഡ് യു വിൽ ഗെറ്റ് then directly cross multiply ചെയ്തു, I mean reciprocal കൊണ്ട് multiply ചെയ്തു and you will get 3/4. സിമ്പിൾ ആണ്. ഓക്കെ, ഫൈൻ. അപ്പം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കുക, ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 3500 ആംഗ്സ്ട്രോം, ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 3500 ആംഗ്സ്ട്രോം is incident on two metals A and B. Which metal will yield more photoelectrons if their work function are 5 electron and 2 electron volt respectively? അതായത് രണ്ട് മെറ്റൽ സർഫസ് ഉണ്ട് എ ആൻഡ് ബി, ആൻഡ് വിച്ച് മെറ്റൽ, അതായത് ഈ രണ്ട് മെറ്റൽ സർഫസിലേക്കും വന്ന് വീഴുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് എത്രയാണ്, 3500 ആംഗ്സ്ട്രോം ആണ്. 3500 ആംഗ്സ്ട്രോം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ എ എന്ന് പറയുന്ന മെറ്റൽ സർഫസിന്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്, 5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ആൻഡ് ബിന്റെ എത്രയാണ്, 2 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഏത് മെറ്റൽ സർഫസ് ആയിരിക്കും കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ഉണ്ട് മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിച്ച് പറഞ്ഞു, നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ദ നമ്പർ ഓഫ് photo electrons emitted will depend, it always depends on എന്താണ്, the intensity of light അല്ലേ, intensity of light, not the wavelength, neither the frequency. Intensity of light, as the intensity of light increases, the number of photo electrons emitted will also increase അല്ലേ. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, വേവ് ലെങ്ത് ആ പറയുന്നത്. അപ്പം അതാണ് നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് ഓൾറെഡി അറിയാം, E is equal to എനർജി, E is equal to എത്രയാണ് മക്കളെ, hc by lambda ആണ് അല്ലേ, hc by lambda ആണ്. ഓക്കെ, അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജി കണ്ടുപിടിക്കാം, ഫോട്ടോൺ എനർജി കണ്ടുപിടിക്കാം. അപ്പൊ എത്ര വരും, h എത്രയാ, 6.63 into 10 to the power minus 34 അല്ലേ, 34 into c 3 into 10 raised to 8. ഓക്കെ, ഡിവൈഡ് ബൈ ലാംഡ എത്രയാണ് അവിടെ പറയുന്നത്, യെസ് 3500 ആംഗ്സ്ട്രോം ആണ് അല്ലേ, 3500 ആംഗ്സ്ട്രോം ആണ്. അപ്പം 3500 into 10 to the power minus 10. ഓക്കെ, ആംഗ്സ്ട്രോത്തിനെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, ആംഗ്സ്ട്രോം കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, the energy will be equal to 3.54 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും കേട്ടോ, 3.54 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. അതായത് ഈ എ എന്ന് പറയുന്ന മെറ്റലിലേക്കും ബി എന്ന് പറയുന്ന, ജസ്റ്റ് ഇമാജിൻ, ഇതാണ് എ എന്ന് പറഞ്ഞ മെറ്റൽ, ഇതാണ് ബി എന്ന് പറഞ്ഞ മെറ്റൽ, എ എന്ന് പറഞ്ഞ മെറ്റൽ, ബി മെറ്റൽ. ഓക്കെ, അപ്പം ഈ മെറ്റലിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജി എത്രയാണ്, 3.54 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇതിന് എത്രയാണ്, ഓൾസോ 3.54 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ആൻഡ് ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദിസ് എ എത്രയാണ് മക്കളെ, എത്രയാണ്, 5 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ. ഇതിന് എത്രയാണ്, 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമുക്കറിയാം ഈ വർക്ക് ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് ഇസ് ദ മിനിമം എനർജി റിക്വയർഡ് അല്ലെ, ഇറ്റ് ഇസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു എസ്കേപ്പ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി സർഫസ്. നോക്കുക, ഇവിടെ വർക്ക് ഫംഗ്ഷൻ ആണോ വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജി ആണോ കൂടുതൽ, ഓബ്വിയസ്ലി വർക്ക് ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ ഇവിടെ എമിഷൻ നടക്കോ ഇല്ല, there won't be any emission. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ബി എന്ന് പറയുന്ന മെറ്റലിന്റെ എത്രയാണ്, നമ്മുടെ വർക്ക് ഫംഗ്ഷൻ 2 ആണ്. ആൻഡ് വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജി എത്രയാണ്, ദ ഇൻസിഡന്റ് ലൈറ്റ് ഹാവിംഗ് എൻ എനർജി ഓഫ് 3.54. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇവിടെ എന്താ വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലല്ലേ എനർജി, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ, യെസ് there will be an emission. അപ്പം സെക്കൻഡ് കേസ് ബി എന്ന് പറയുന്ന മെറ്റലാണ് എന്താ, ഇവിടെ കൂടുതൽ
ഫോട്ടോൺ അല്ലെങ്കിൽ സോറി കൂടുതൽ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുക. യെസ്, ആരാണ്? അതുൽ വാസുദേവ്. യെസ്, ഓക്കെ ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ we don't have any time to waste. Let's move on to our sir next question. Yes, so next chapter. Yes, ഏതാണ്? ന്യൂക്ലിയൈ കേട്ടോ. യെസ്, ന്യൂക്ലിയൈ. യാ, ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ്, ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ന്യൂക്ലിയൈ. ഓക്കെ, ന്യൂക്ലിയയിൽ നിന്ന് വരാൻ നിങ്ങൾ ആദ്യം പറഞ്ഞിരിക്കേണ്ട കാര്യം ഹൗ ടു റെപ്രസെന്റ് ആൻ ആറ്റം, എങ്ങനെ ഒരു ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാം. യെസ്, നോക്കുക. യെസ്, വാട്ട് വി ഹാവ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. ജസ്റ്റ് ഇമാജിൻ വി ഹാവ് എൻ എലമെന്റ് ഓഫ് നമ്പർ, അല്ലെങ്കിൽ എന്താ പറയാ, എക്സ് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. ആൻഡ് വാട്ട് ഇസ് എ ആൻഡ് വാട്ട് ഇസ് സെഡ്? ഒന്നുമില്ലടാ. എ എന്താണ്? അതിന്റെ എ മാസ് നമ്പർ ആണ്. ആൻഡ് സെഡ് എന്താണ്? സെഡ് ഇസ് ദ ആറ്റോമിക് നമ്പർ അല്ലെ? സെഡ് ഇസ് ദ ആറ്റോമിക് നമ്പർ. ആൻഡ് വാട്ട് ഇസ് മാസ് നമ്പർ? എന്താണ്? സോറി, നമുക്ക് ആദ്യം നമുക്ക് ആറ്റോമിക് നമ്പർ നോക്കാം അല്ലെ? യെസ്, സെഡ് ഇസ് ദ എന്താണ്? ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ മീൻസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ്. അതായത് ഈ ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോൺസിന്റെയോ ഇലക്ട്രോൺസിന്റെയോ എണ്ണമാണ് അതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ആറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താ പറയാ കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ആറ്റം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും? യെസ്, ഒരു കാര്യമുണ്ട്, ന്യൂട്രോൺസ്. എന്താണ് ന്യൂട്രോൺ? ന്യൂട്രോൺ മീൻസ് എടാ നത്തിങ് ബട്ട് ന്യൂട്രോൺസ് ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. എന്താണ്? നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ അകത്ത് എന്താ ന്യൂക്ലിയസ് ഉണ്ടാവില്ലേ? ന്യൂക്ലിയസ് നത്തിങ് ബട്ട് ദ സെന്റർ മോസ്റ്റ് പോർഷൻ ഓഫ് എൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ സെന്റർ മോസ്റ്റ് പോർഷൻ പറയുന്ന പേരാണ് അതിന്റെ ന്യൂക്ലിയസ് അല്ലെ? അപ്പം ഈ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ ഉണ്ടാവും? there will be protons and neutrons, and n എന്താണ്? n is denoted by the neutron number, nothing but number of neutrons. Okay, അങ്ങനെയാണെങ്കിൽ a will be എന്താണ്? mass number means what? Mass number means number of protons plus number of neutrons. Mass number is nothing but the mass of the nucleus is which is equal to എന്താണ്? mass number of protons plus number of neutrons. All right, yes. ഇനി ഈ classifications of neutrons, neutrons are basically classified into 3 types. Isotopes എന്താണ്? Isotopes are the atoms of the same element having different mass number. Same element ആയിരിക്കും having different mass number. Same atoms in the same എന്താ പറയാ element which is having different mass number. ഇത്തരത്തിലുള്ള പറയുന്ന പേരാണ് എന്താണ്? Isotope. These type of classification of a nucleus is called isotopes. And let's move on to next classification. എന്താണ്? Isobar. Isobar is nothing but atoms of different element having same mass number. അതായത് different element ആയിരിക്കും. Example കാണിച്ചു തരാം. There is a hydrogen atom and there is a helium atom. Okay, ഇവിടെ നോക്കുക, ഇവിടെ രണ്ടിന്റെയും എന്താണ്? ആറ്റോമിക് നമ്പേഴ്സ് ഡിഫറെന്റ് അല്ലെ? ആറ്റോമിക് നമ്പേഴ്സ് ഡിഫറെന്റ്, ബട്ട് ലുക്ക് ഇൻ ടു ദിസ് മാസ് നമ്പർ. എന്താണ്? രണ്ടും കോമൺ ആണ് അല്ലെ? They are having different atomic number and same mass number. These kinds of nucleus or atoms are called എന്താണ്? Isobars. These are isobars. And last one, isotons എന്താണ്? Same neutron number but different atomic number and mass number. ഇവിടെയും രണ്ട് എക്സാമ്പിൾ എടുക്കാം. ഇവിടെ we are having mercury and gold. Okay, ഓറം. Okay, ഇവിടെ നോക്കുക, they are absolutely different അല്ലെ? രണ്ട് several components ആണ്, and atomic numbers different, എന്താ പറയാ, and also the mass number is different അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ടിലെയും നമ്മുടെ മെർക്കുറിന്റെയും ഗോൾഡിന്റെയും നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ് മക്കളെ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റുന്ന കമന്റ് ചെയ്തേ. യെസ്, ആർക്ക് പറയാൻ പറ്റും? നോക്കട്ടെ. അതായത് മെർക്കുറിന്റെയും ഗോൾഡിന്റെയും നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുക. ഒന്നുമില്ല, മാസ് നമ്പർ മൈനസ് എന്താണ്? ആറ്റോമിക് നമ്പർ ആണ് അതിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലെ? മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അതിന്റെ എന്ത്? യെസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസിലും നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാ? 118 അല്ലെ? 118 ആണ് രണ്ടിന്റെയും എന്ത് വരാ? നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരാ. അപ്പം ഐസോട്ടോൺസ് എന്താണ്? ആസ് ദ ഡെഫിനിഷൻ ഇംപ്ലൈസ് സെയിം ന്യൂട്രോൺ നമ്പർ ബട്ട് ഡിഫറെന്റ് ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റോമിക് നമ്പർ ഉണ്ടാവും, മാസ് നമ്പർ ഉണ്ടാവും, ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് വിൽ ബി ഈക്വൽ. ഇതാണ് എന്ത്? ഒരു ഐസോട്ടോൺ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ന്യൂമറിക്കൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഏതാണ്? ഈ ഒരു ടോപ്പിക്കാണ്. സൈസ് ഓഫ് ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിന്റെ സൈസ് ഒന്നുമില്ല. ഒരു ന്യൂക്ലിയസിനെ നമ്മൾ for better mathematical interpretation നമ്മൾ ഒരു ന്യൂക്ലിയസിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു എക്സാക്ട് സ്ഫിയർ ആയിട്ടാണ്. ഒരു ന്യൂക്ലിയസിനെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഒരു എക്സാക്ട് സ്ഫിയർ ആയിട്ടാണ്. ഓക്കെ, അപ്പം ഈ എക്സാക്ട് സ്ഫിയർ ആണെങ്കിൽ സ്ഫിയറിന്റെ വോളിയം എന്താടാ? 4/3 πr³ ആണ് അല്ലെ? 4/3 πr³. അപ്പം ഈ വോളിയം കൂടുന്നതനുസരിച്ചിട്ട് എന്താണ്? മാസ് നമ്പറും കൂടും, അല്ലെങ്കിൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ. അപ്പം നോക്കുക, 4/3 πr³ is directly proportional to a mass number.
നോക്കാം. R is the radius of nucleus. R എന്താണ്? Radius of nucleus ആണ്. And yes, 4/3 വേറെ 4/3 പൈ എന്ന മക്കളെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണല്ലേ. 4/3 പൈ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 4/3 പൈനെ മാറ്റി നിർത്തി we can interpret that R cube is directly proportional to A അല്ലെ. R cube is directly proportional to A എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബിനെ സാറ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നാൽ എന്ത് ചെയ്താം? A raised to 1/3 എന്ന് എഴുതാം. R is directly proportional to A raised to 1/3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്തു? പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു ഈക്വൽ ടു കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് നോൺ ആസ് R0. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് ഇസ് നോൺ ആസ് R0. അതിന് വാല്യൂ ഉണ്ട് 1.2 into എന്താണ്? 10 raised to minus 15. Yes, R0 is a constant and which is the value of 1.2 into 10 raised to minus 15 meter. Okay, yes. അപ്പം ഈ ഒരു ഇക്വേഷൻ മക്കളെ ഓർത്ത് വെക്കുക. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ന്യൂമറിക്കൽസ് വരാം കേട്ടോ. ഈ R is equal to R0 A raised to 1/3 ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ന്യൂമറിക്കൽസ് ഒക്കെ വരാം കേട്ടോ. ഓക്കെ, നോക്കാം. യാ, മാസ് ഡിഫക്ട്. യെസ്, മാസ് ഡിഫക്ട്. ഓക്കെ, എന്താണ് മാസ് ഡിഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഡിഫക്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് എന്താണ് മാസ് ഓഫ് ദ ന്യൂക്ലിയോൺസ്. അതായത് നമുക്കറിയാം ന്യൂക്ലിയോൺസ് എന്താ മക്കളെ? ന്യൂക്ലിയോൺസ് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ അകത്തുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോൺസ് അല്ലെ. വിച്ച് ഇസ് ആരൊക്കെയാണ്? ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. ഓക്കെ, അപ്പം ഇവിടെ മാസ് ഡിഫക്ട് എന്താ പറയുന്നത് വെച്ചാല് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് മാസ് നോക്കി. അതായത് ഞാൻ ന്യൂക്ലിയോൺസിന്റെ മാസ് നോക്കി ആൻഡ് അതായത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. when I combine these two in order to become a nucleus, there will be a loss of mass. There will be a slight value of deficit. ഒരു slight value of mass will be deficit. ഈ ഒരു ഡെഫിസിറ്റ് അല്ലെങ്കിൽ വാല്യൂ കുറഞ്ഞു പോകുന്നു. ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു കുറവിനെ പറയുന്ന പേരാണ് എന്ത്? മാസ് ഡിഫക്ട്. അതായത് the mass of nucleons എന്തൊക്കെയാണ്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. when I combine them together to become എന്താണ്? ഒരു ന്യൂക്ലിയസ് ആകാൻ നേരത്ത് ഈ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും മാസിനേക്കാൾ കുറവായിരിക്കും എന്ത്? the total mass of the nucleus. ഈ ഒരു കുറവ്, ആ ഒരു ഡെഫിസിറ്റിനെ പറയുന്ന പേരാണ് മാസ് ഡിഫക്ട് കേട്ടോ. അതാണ് മാസ് ഡിഫക്ട്. നോക്കാം, മാസ് ഡിഫക്ട് is equal to delta m is equal to ZMP plus A minus ZMN minus M, where Z എന്താണ്? ആറ്റോമിക് നമ്പർ ആണ്. MP എന്താണ്? മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. എന്താണ്? A എന്താണ്? മാസ് നമ്പർ ആണ്. Mn മാസ് ഓഫ് ന്യൂട്രോൺ ആൻഡ് M എന്താണ്? മാസ് ഓഫ് ന്യൂക്ലിയസ്. M is the actual mass of the nucleus. Okay, അപ്പം ഡെൽറ്റ M ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഡെൽറ്റ M മാസ് ഡിഫക്ട് is equal to ഈ പെർട്ടിക്കുലർ ഇക്വേഷൻ. ഓക്കെ, യെസ്. അപ്പം ഈ ഒരു ചാപ്റ്ററിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഈ പറയുന്ന ബൈൻഡിങ് എനർജി കർവ്. ഒന്നുകൂടെ സിമ്പിൾ ആണ്. ഇവിടെ ഒരു എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട് അല്ലെ. എക്സ് ആക്സിൽ ഞാൻ എന്ത് കൊടുത്തു? മാസ് നമ്പർ കൊടുത്തു. വൈ ആക്സിസിൽ നമ്മുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയം കൊടുത്തു. ബൈൻഡിങ് എനർജി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ പറയുന്ന അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് cannot be created neither destroyed അല്ലെ. ഈ പറയുന്ന മാസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഈ പറയുന്ന മാസിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? ഇവിടെ ഒരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് അറിയോ? അതായത് ഈ പറയുന്ന ന്യൂക്ലിയസിന്റെ അകത്ത് ന്യൂട്രോൺസ് ഉണ്ടാവും, പ്രോട്ടോൺസ് ഉണ്ടാവും. നമുക്കറിയാം പ്രോട്ടോൺസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പം ഈ പ്രോട്ടോൺസുകൾ തമ്മിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ്? അക്കോർഡിംഗ് ടു കൂളോംബിക് റിപ്പൽഷൻ അല്ലെ. ലൈക്ക് ചാർജസ് വിൽ ഓബ്വിയസ്ലി റിപ്പൽ. ഈ വരുന്ന പോസിറ്റീവ് ചാർജ് സംഭവിക്കും? they will repel them together. അത് പരസ്പരം അകന്നു പോകുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കൂളോംബിക് റിപ്പൽഷനെ ഓവർകം ചെയ്തിട്ട് ഈ പറയുന്ന ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും ന്യൂക്ലിയസിന്റെ അകത്ത് ബൈൻഡ് ചെയ്ത് നിർത്തുന്ന എനർജി ഇല്ലേ, ആ എനർജിയാണ് ബൈൻഡിങ് എനർജി. ദാറ്റ് എനർജി in order to എന്താണ് bind all those nucleons inside the nucleus is called binding energy. Okay, അപ്പം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഒന്നുമില്ല. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈൻഡിങ് എനർജി ഡിവൈഡ് ബൈ മാസ് നമ്പർ. അതായത് ഒരു ന്യൂക്ലിയോണിന് കിട്ടുന്ന ബൈൻഡിങ് എനർജിയാണ് എന്ത്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഓക്കെ, അപ്പം അതാണ് ഈ കാണിച്ചിരിക്കുന്ന വൈ ആക്സിസിലും എക്സ് ആക്സിലും കേട്ടോ. അപ്പം കുറച്ച് എലമെന്റ്സ്, അതായത് കമ്പാരിറ്റീവ്ലി മാസ് നമ്പർ കുറഞ്ഞ എലമെന്റ്സിനും മാസ് നമ്പർ കൂടിയ എലമെന്റ്സിനും എന്തായിരിക്കും? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവായിരിക്കും. അപ്പം ലെസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് മീൻസ് ലെസ് സ്റ്റെബിലിറ്റി. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറയുന്നതനുസരിച്ച് ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരുന്നു. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിന് എന്താണ് വേണ്ടത്? ദേ വോണ്ട് സ്റ്റെബിലിറ്റി അല്ലെ. സ്റ്റെബിലിറ്റി വേണം. സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? they have to increase their binding energy per nucleon. From this particular graph it is clearly visible that the highest binding energy per nucleon ഉള്ളത് ആർക്കാണ്?
Fe56. അയൺ ആണ് ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ളത്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ എലമെന്റ് ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ എലമെന്റ് ഓഫ് ഓൾ. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള എലമെന്റ് ആണ് നമ്മുടെ അയൺ 56, ഐ മീൻ Fe56 കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൈൻഡിങ് മാസ് നമ്പർ കൂടുമ്പോഴും മാസ് നമ്പർ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കുറയുന്നു ആൻഡ് ലെസ് സ്റ്റേബിൾ ആകുന്നു. ഓക്കെ, ഈ കാര്യമാണ് ഈ പറയുന്ന ഗ്രാഫിൽ നിന്നും എന്താ പറയാ ക്ലിയർ ആയിട്ടുള്ള കേട്ടോ. അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫോർ മാസ് നമ്പർ 30 ആൻഡ് 170, മാസ് നമ്പർ 30നും 170നും ഇടയ്ക്കുള്ള ഒരു റീജിയൻ ആണ് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടുക? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കിട്ടുക. നോക്കുക, നമുക്ക് ഈ ഗ്രാഫിൽ മനസ്സിലാവും. നോക്കുക, ഈ 30 മുതൽ 170 വരെയുള്ള റീജിയൻ നോക്കിയേ, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? വിച്ച് മീൻസ് എന്താണ്? ആ ഒരു റീജിയനിലുള്ള എലമെന്റ്സിന് എന്തായിരിക്കും? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും എന്നാണ് അർത്ഥം കേട്ടോ. യെസ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ is lower for both light nuclei and heavy nuclei. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ നോക്കാം. ഈ ഒരു കേസ് ആണ് പറയാനുള്ളത്. അതായത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുന്നതനുസരിച്ച് എന്ത് കൂടും? അതിന്റെ സ്റ്റെബിലിറ്റി വിൽ ഇൻക്രീസ്. ഓക്കെ, ഇനി നമുക്കറിയുന്ന കാര്യമാണ് ഫ്യൂഷൻ ആൻഡ് ഫിഷൻ അല്ലെ? ഫ്യൂഷൻ ആൻഡ് ഫിഷൻ ഒന്നുമില്ല സാർ, പെട്ടെന്ന് വേർഡ്സിൽ പറഞ്ഞു, സാറിന്റെ വേർഡ്സിൽ പറഞ്ഞു, ഒന്നുമില്ല. ഫ്യൂഷൻ എന്ന് വെച്ചാൽ കൂടിച്ചേർക്കുക, കോമ്പിനേഷൻ. ഓക്കെ, എന്തിനു വേണ്ടിയായിരിക്കും? സാർ പറഞ്ഞു ലൈറ്റർ ന്യൂക്ലിയസുകൾ അവർക്ക് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ദേ കമ്പൈൻ ഓർ ഫ്യൂസ് ടുഗെദർ. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പം ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ സമയത്ത് രണ്ട് ലൈറ്റർ ന്യൂക്ലിയസുകൾ കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദേ ബിക്കം മച്ച് ബിഗർ ന്യൂക്ലിയർ ആൻഡ് ദേ വിൽ അറ്റൈൻ സ്റ്റെബിലിറ്റി. ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ there will be an immense quantity of energy liberated. അപ്പം നമ്മുടെ സൂര്യൻ, സണ്ണിന്റെ ഒക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതാണ് കേട്ടോ. നമ്മുടെ സൂര്യന്റെ ഒക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. The lighter nucleus they combine together in order to become much bigger nucleus in order to achieve എന്താണ്? സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പം ഇനി ന്യൂക്ലിയർ ഫിഷൻ എന്തായിരിക്കും? അപ്പം ന്യൂക്ലിയർ ഫിഷൻ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് സാർ ഓൾറെഡി പറഞ്ഞു, മാസ് നമ്പർ കൂടിക്കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നു? അവിടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കുറയുന്നു ആൻഡ് സ്റ്റെബിലിറ്റി വിൽ റെഡ്യൂസ്. അപ്പം അത് സ്റ്റെബിലിറ്റി കൂട്ടാൻ എന്ത് ചെയ്യണം? ഈ വലിയ ന്യൂക്ലിയസുകൾ ദേ ഹാവ് ടു സ്പ്ലിറ്റ് അല്ലെ? ദേ ഹാവ് ടു സ്പ്ലിറ്റ് ഇൻ ഓർഡർ ടു ബിക്കം ലെസ്, എന്താ പറയുക, കമ്പാരിറ്റീവ്ലി മാസ് നമ്പർ കുറയണം. ആൻഡ് ഈ പ്രോസസ് ആണ് ന്യൂക്ലിയർ ഫിഷൻ. അതായത് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ്, നോക്കുക, ഹെവിയർ എലമെന്റ് ലൈക്ക് യൂറേനിയം, പ്ലൂട്ടോണിയം, അത്തരത്തിലുള്ള ഹെവിയർ എലമെന്റിനും എന്ത് വേണം? അവർക്കും സ്റ്റെബിലിറ്റി വേണം. അപ്പം എന്ത് ചെയ്യും? ദേ സ്പ്ലിറ്റ് ഇൻടു ഇൻഡിവിജ്വൽ ന്യൂക്ലിയസുകൾ. ഇൻഡിവിജ്വൽ ന്യൂക്ലിയസ് ആയിട്ട് ദേ സ്പ്ലിറ്റ്. എന്തിനു വേണ്ടിയാണ്? അവരുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കൂട്ടണം ആൻഡ് ദേ ഹാവ് ടു അൾട്ടിമേറ്റ്ലി അച്ചീവ് നമ്മുടെ സ്റ്റെബിലിറ്റി. ഓക്കെ, അതിനു വേണ്ടിയാണ് ഈ പറയുന്ന പ്രോസസ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുക കേട്ടോ. ന്യൂക്ലിയർ ഫിഷൻ, നമ്മുടെ ആറ്റോമിക് ബോംബ് ആൻഡ് ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഒക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഈ പറയുന്ന ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഓക്കെ, യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ന്യൂമറിക്കൽസ് ആണ്, ഐ മീൻ പ്രോബ്ലംസ് ആണ്. നോക്കുക. യെസ്, 2 nuclei have mass number in the ratio of 1:64 and what is the ratio of their nuclear radius? അത് പറഞ്ഞു അല്ലേ? R is equal to R0 a raised to 1/3. ആ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ വേണ്ടത്. നോക്കുക, R is equal to R0 a raised to 1/3. ഇവിടെ രണ്ട് ന്യൂക്ലിയസുകളുണ്ട്. അവരുടെ മാസ് നമ്പർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രയാണ്? 1:64 ആണ്. 1:64 ആണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ റേഷ്യോ ഓഫ് ദിയർ ന്യൂക്ലിയർ റേഡിയസ് അഥവാ അവരുടെ ന്യൂക്ലിയസിന്റെ റേഡിയസുകൾ തമ്മിലുള്ള പ്രൊപ്പോർഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കുക, ഞാൻ ഫസ്റ്റ് എലമെന്റിനെ R1 എന്ന് കൊടുത്തു. R1 is equal to R0 a1 raised to 1/3 ആൻഡ് സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്തു. സെക്കൻഡ് എലമെന്റിനെ R2 is equal to R0 a raised to 1/3. ഇവിടെ രണ്ട് സ്ഥലത്തും R0 എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ? R0 is a constant value which is 1.2 into 10 raised to that value particular value. Okay, അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഞാൻ ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡ് ചെയ്തു. നോക്കുക, R0 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുണ്ട്? a1/a2 ഹോൾ റേസ് ടു 1/3 അല്ലെ? ഓൾ റേസ് ടു 1/3. ഇവിടെ a1 is to a2 കൊടുത്തിട്ടുണ്ടല്ലേ? 1:64 ആണ്. അപ്പൊ എന്തൊരു 1/64 ഹോൾ റേസ് ടു 1/3 എന്ത് കിട്ടും? 1/4 എന്ന് കിട്ടും. അപ്പം ആൻസേഴ്സ് വിൽ ബി 1/4 അല്ലെങ്കിൽ 1:4 എന്നാണ് കിട്ടുക ആൻസർ കിട്ടുക. ഓക്കെ, യെസ്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഹൗ വിൽ ബി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂക്ലിയോൺസ് അല്ലെ? ന്യൂട്രോൺസ് ക്ലോസ്ലി പാക്ഡ് ഇൻ ടു സ്മോൾ വോളിയംസ്. ഓക്കെ, ഹൗ വിൽ വി റിലേറ്റ് ദ ബൈൻഡിങ് എനർജി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്? അത് പറഞ്ഞു അല്ലെ? ബൈൻഡിങ് എനർജി കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ദ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് വിൽ ഇൻക്രീസ്. ബൈൻഡിങ് എനർജി കൂടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും. ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ എനർജീസ് റിലീസ്ഡ് ഇൻ എ ഫിഷൻ പ്രോസസ്. ഒന്നുമില്ല, സാർ പറഞ്ഞു ഒരു ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മാസ് അവിടെ ലോസ് ആകുന്നു. ആൻഡ് ദിസ് മാസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഈക്വലന്റ് എനർജി ഈസ് ഈക്വൽ ടു mc². ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ പഠിച്ചല്ലേ? ഈസ് ഈക്വൽ ടു mc² പ്രകാരം ദാറ്റ് ലോസ് ഓഫ് മാസ്, ആ ലോസ് ആയിട്ടുള്ള മാസ് എന്തായി മാറുന്നു? ഈക്വലന്റ് ആയിട്ടുള്ള എനർജി ആയിട്ട് മാറുന്നു. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. സിമ്പിൾ ആണ്, സിമ്പിൾ ആണ്. ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ഫൈനൽ ചാപ്റ്റർ കേട്ടോ. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം.
പെട്ടെന്ന് തീർക്കാം കേട്ടോ. ആറ്റംസ് അല്ലെ, നമ്മുടെ 12th ചാപ്റ്റർ ആണ് ആറ്റംസ്. അപ്പം ഇതാണ് എന്ത് റൂദർഫോർഡ് ആറ്റോമിക് മോഡൽ അല്ലെ, റൂദർഫോർഡ് ആറ്റോമിക് മോഡൽ. അപ്പം ബിഫോർ ദിസ് പെർട്ടിക്കുലർ മോഡൽ there was a മോഡൽ, ഒരു മോഡൽ ഉണ്ടായിരുന്നു. എന്താണ് ജെ തോംസൺസ് അല്ലെ, ജെ തോംസൺസ് പ്ലംസ് മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ അല്ലെ, പ്ലം പുഡിംഗ് മോഡൽ ആയിരുന്നു ഇതിന് മുന്നേ ഉണ്ടായിരുന്നത്. അതായത് ഒരു ക്ലൗഡ് ബെഡ് പോലെ ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് ഒരു കേക്ക് എടുത്തു കഴിഞ്ഞാൽ കേക്കിന്റെ ഫുൾ മാറ്റർ എന്തായിരുന്നു, പ്രോട്ടോൺസ് ആയിരുന്നു. ആൻഡ് അതിന്റെ അകത്തുള്ള ചില കാഷ്യൂസ് അല്ലെങ്കിൽ റേസിൻസ് ആയിരുന്നു എന്ത്, ഇലക്ട്രോൺസ് എന്നായിരുന്നു നമ്മുടെ ജെ തോംസൺ പറഞ്ഞല്ലേ. പക്ഷെ അതല്ല ഇതാണ് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ എന്താ പറയാ ഏകദേശമുള്ള ഒരു നമ്മുടെ ആറ്റമിന്റെ മോഡൽ ഇങ്ങനെയാണെന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, റൂദർഫോർഡ് കണ്ടുപിടിച്ചത്. അതിനുവേണ്ടി യൂസ് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. യെസ്, ആൽഫ പാർട്ടിക്കൽ എക്സ്പെരിമെന്റ് അല്ലെ, ആൽഫ പാർട്ടിക്കൽ എക്സ്പെരിമെന്റ്. സിമ്പിൾ ആണ്, നോക്കുക. ഇവിടെ ഒരു ആൽഫ പാർട്ടിക്കൽ സോഴ്സ് ഉണ്ടായിരുന്നു, അതായത് ആൽഫ പാർട്ടിക്കൽ എമിറ്റ് ചെയ്യുന്ന സോഴ്സ് ഉണ്ട്. ഈ സോഴ്സിനെ എന്ത് ചെയ്തു, ഒരു ഗോൾഡ് ഫോയിൽ കൊണ്ട് ഹിറ്റ് ചെയ്തു, അപ്പം എന്ത് സംഭവിച്ചു, after hitting on this particular gold foil, what happened, അതായത് ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, സെവറൽ ഡയറക്ഷൻസിലേക്ക് എമിറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെന്റ് ത്രൂ നമുക്ക് എന്ത് നമ്മുടെ റൂദർഫോർഡ് കണ്ടുപിടിച്ചു എന്താണ്, ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ വാസ് എന്താ പറയാ ബ്ലണ്ടർ, അല്ലെങ്കിൽ അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. കറക്റ്റ് മോഡൽ വാസ് ലൈക്ക് എങ്ങനെയായിരുന്നു, the centermost portion of an atom consists of nucleus അല്ലെ, ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ന്യൂക്ലിയസിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട് അല്ലെ, ന്യൂട്രോൺസ് ഉണ്ട്. ആൻഡ് അതിന് ചുറ്റുമുള്ള ഓർബിറ്റിൽ ആരുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് ആര് കണ്ടുപിടിച്ചത് നമ്മുടെ റൂദർഫോർഡ് കണ്ടുപിടിച്ചത് കേട്ടോ, റൂദർഫോർഡ് ആറ്റോമിക് മോഡൽ. അപ്പം ഈ ഒരു എക്സ്പെരിമെന്റ് ഓർത്തിരിക്കുക, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആട്ടോ. ഒന്നുമില്ല, ഒരു ആൽഫ പാർട്ടിക്കിൽ നിന്ന് വരുന്ന ആൽഫ റേഡിയേഷൻസിനെ ഒരു ഗോൾഡ് ഫോയിലിൽ ഹിറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു, അവരെ സ്കാറ്റർ ചെയ്യിച്ചു. അതാണ് നമ്മുടെ ഏറ്റവും സിംപ്ലസ്റ്റ് വേർഡ്സിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് കേട്ടോ, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിലും എന്താ പറയാ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. പക്ഷേ ഇവിടെയും ന്യൂമറിക്കൽസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതും സാർ കാണിച്ചു തരാം. ഓക്കെ, അത് സാർ പെട്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ ഫൈൻ. അപ്പൊ നോക്കാം, an electron is revolving around the nucleus of hydrogen atom in an orbit of radius 9 times the radius of the first orbit. Angular momentum of the orbit. Yes, ഓർബിറ്റിന്റെ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടോ. സിമ്പിൾ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഇവിടെ പറയുന്നുണ്ടല്ലേ Rn, അതായത് അറിയാവുന്ന ഇക്വേഷൻ ആണ്. Rn is equal to radius of nth orbit is equal to n square r1 ആണ്. ഇവിടെ എന്താ പറയുന്നത്, ഫസ്റ്റ് ഓർബിറ്റിനേക്കാൾ 9 times ലാർജർ ആണ് എന്ത്, അതിന്റെ nth ഓർബിറ്റ്. അപ്പം എന്തോരും, Rn is equal to n എത്രയാണ്, നമ്പർ ഓഫ് ഓർബിറ്റ് എത്രയാണ്, 9 ആണ്, R1 9 into R1 കൊടുത്തു. അപ്പം n square is equal to എന്താണ്, 9 ആണ്. n square is equal to 9 ആണ്. അങ്ങനെയാണെങ്കിൽ n എത്രയായിരിക്കും, 3 ആയിരിക്കും. ഓക്കെ, അപ്പം ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ മക്കളെ, ആണ് L is equal to mvr ആണ്. ആൻഡ് ഓൾസോ there is another equation എന്താണ്, nh by 2pi ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തറിയാം, n ന്റെ വാല്യൂ അറിയാം, എത്രയാണ്, 3 ആണ്. അപ്പോൾ എന്തൊരു 3h by 2pi. ദാറ്റ്സ് ഇറ്റ്. ഇനി വേണമെങ്കിൽ ലാബറേറ്റ് ചെയ്യാം, h ന്റെ വാല്യൂ കൊടുക്കാം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കൊടുക്കാം, ആൻഡ് പൈ ന്റെ വാല്യൂ കൊടുക്കാം. നോട്ട് അറ്റ് ഓൾ നെസസറി. നിങ്ങൾക്ക് ഇത് ഇവിടെ വെച്ച് അതിന്റെ ഇപ്പം കുഴപ്പമില്ല കേട്ടോ, ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, അപ്പം ഇതാണ് ഈ ക്വസ്റ്റ്യൻ വരിക. ഈ ഇക്വേഷൻ ആൻഡ് ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ വെരി മച്ച് ഇമ്പോർട്ടന്റ്. ഓക്കെ, ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്മുടെ എന്താണ്, റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്, വെരി മച്ച് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഫൈൻ. അങ്ങനെയെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്യാം. എന്താണ്, if the radius of first electron orbit of hydrogen is a0, അതായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റ് റേഡിയസ് എത്രയാണ്, a0 ആണ്. ആൻഡ് റേഡിയസ് ഓഫ് സെക്കൻഡ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ഇസ് ഡാഷ്. വാട്ട്, സിമ്പിൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കുക, അപ്പം എന്താണ്, Rn is equal to നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ n square r1 ആണ്. അപ്പം ഇവിടെ എന്താ പറയുന്നത്, സെക്കൻഡ് ഇലക്ട്രോൺ ഓർബിറ്റ് അല്ലെ, സെക്കൻഡ് ഇലക്ട്രോൺ ഓർബിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം അതായത് n is equal എത്രയാണ്, 2 ആണ്. നേരെ കൊടുക്കുക, 2 square is equal to a0 കൊടുത്തു. 2 square is equal to a0 കൊടുത്തു. വേർ r1 ഫസ്റ്റ് റേഡിയസ് ഓർബിറ്റ് എത്രയാണ്, ഫസ്റ്റ് റേഡിയസ് ഓഫ് ഓർബിറ്റിന്റെ ഓർബിറ്റ് റേഡിയസിന്റെ റേഡിയസ് എത്രയാണ്, r1 ആണ്. a0 is equal to r1 കൊടുത്തു. r1 എന്താണ്, ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ r2 is equal to 4a0 എന്ന് തോന്നുന്നു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, സിമ്പിൾ ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് അപ്പം സാറ് ഓൾറെഡി പറഞ്ഞു, ഈ പറഞ്ഞ 5 ചാപ്റ്റേഴ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇതിൽ തന്നെ സാറി കാണിച്ചിരിക്കുന്ന ടോപ്പിക്സ് യു മസ്റ്റ് സ്റ്റഡി ദീസ് ടോപ്പിക്സ്. ഓക്കെ, ഇത് പഠിക്കാതെ ഒരാൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല. യു ഡോണ്ട് എന്താ പറയാ, ജസ്റ്റ് ഡോണ്ട്
അറ്റംപ്റ്റ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് എക്സാം. അതായത് ഈ വരുന്ന ടോപ്പിക്സിൽ നിന്നും എന്തായിരിക്കും സാർ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ റേ ഓപ്റ്റിക്സിൽ നിന്നൊക്കെ ഒരുപാട് ഡെറിവേഷൻസ് വരിക അല്ലെ, ഒരുപാട് ഡെറിവേഷൻസ് വരിക. ആൻഡ് പ്രോബബിൾ ആയിട്ടുള്ള എന്താ പറയാ നമ്മൾ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് അല്ല ഏകദേശം ഒരു ബ്രിം വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടാതെ ഈ കാണുന്ന ടോപ്പിക്സ് എന്തായാലും യെസ് വൈ നോട്ട് യെസ് ഓക്കെ, ഈ കാണുന്ന ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യാം, നിർബന്ധമായും പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പോകും, എക്സാം എഴുതാൻ പോകും കേട്ടോ. അപ്പം ഒരിക്കലും മറക്കാതിരിക്കുക, ദീസ് ടോപ്പിക്സ് ആർ നമ്മൾ ഓൾമോസ്റ്റ് ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്തു. കൂടാതെ എന്ത് ചെയ്യണം, ഈ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇപ്പം എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാനുള്ള സമയം നമുക്ക് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ എന്താ പറയാ ടൈം ഹാസ് ബീൻ ക്രോസ് ലിമിറ്റ് അല്ലേ, ലിമിറ്റ് കഴിഞ്ഞ് പോയി. എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യാം, അറിയാം ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. എന്നിരുന്നാലും എന്ത് ചെയ്യാം, യെസ് ഓക്കെ. അപ്പം ഈ ടോപ്പിക്സ് കൂടി കവർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ എക്സാമിലേക്ക് പോവാം. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് അപ്പം ഓക്കെ. അപ്പം നിങ്ങളുടെ അഡ്മിഷൻ ഫോർ ദ സേക്ക് ഓഫ് അഡ്മിഷൻ there are 2 numbers are here. അതായത് കേരള സെക്ടറിനും അബ്രോഡ് സെക്ടറിനുള്ള കോൺടാക്ട് നമ്പർ ആസ് യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ. അപ്പം യു ഗൈസ് പ്ലീസ്ലി കൈൻഡ്ലി നോട്ട് ഡൗൺ ദീസ് നമ്പേഴ്സ്. ഓക്കെ ഫൈൻ. ഓക്കെ അടിപൊളി. അപ്പം എല്ലാവരും എന്ത് ചെയ്യാം, ജസ്റ്റ് പ്രിപ്പയർ വെൽ ഫോർ ദ എക്സാമിനേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചിട്ട് എക്സാം അടിച്ചു പൊളിച്ച് ചെയ്തോ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് യെസ് താങ്ക് യു ഫോർ യെസ് താങ്ക് യു. അടിപൊളി.